കണ്ടന്റ് മേക്കേഴ്സിന്റെ എല്ലാ പ്രേക്ഷകർക്കും ചക്കമ്പക്കത്തിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ചക്കമ്പക്കത്തിൽ എന്റെ കൂടെ ജോയിൻ ചെയ്തിട്ടുള്ളത് നമ്മുടെ മിനിസ്ക്രീൻ പ്രേക്ഷകരുടെ കണ്ണിലുണ്ടിയായ നിതിൻ ജെ ജോസഫ്. നമസ്കാരം ചേട്ടാ. നമസ്കാരം. ആദ്യം തന്നെ പറയാനുള്ളത്, ചേട്ടനെ ഞാൻ ഇന്റർവ്യൂവിന് വിളിച്ചു, ഇന്റർവ്യൂവിന് വന്നില്ല, ഹോം ടൂർ വിളിച്ചു. ചേട്ടൻ ഇങ്ങനെ മുങ്ങി മുങ്ങി നടക്കാണ്. ഇപ്പൊ ലാസ്റ്റ് നമ്മുടെ മഷിപ്പച്ചയും കല്ല് പെൻസിലും വേണ്ടി വന്നു ചേട്ടൻ ഇപ്പൊ എന്റെ മുന്നിൽ എത്തിക്കാൻ വേണ്ടിട്ട്. എന്താ ചേട്ടാ, എന്താ ഇത്ര തിരക്ക്, ഇത്ര ഓട്ടത്തിലാണോ മൊത്തത്തില്? എനിക്കൊന്ന് മെഹർ വിളിച്ചോണ്ടിരിക്കുമ്പോൾ മെഹറിന്റെ ഫുൾ ടീം എന്നെ വിളിക്കുന്നുണ്ട്. അപ്പം ഞാൻ ആ ടൈമിലാണ് സ്നേഹപൂർവ്വം ശ്യാമ ജോയിൻ ചെയ്യുന്നത്. അപ്പൊ ആ ടൈമിൽ കളിവീട് നടക്കുന്നുണ്ട്. ബേസിക്കലി കളിവീട് കഴിഞ്ഞിട്ട് ഒരു ദിവസം പോലും ഗ്യാപ്പ് ഇല്ലാതിരിക്കുമ്പോഴേക്കും ഞാൻ ഓടിപ്പോയി സ്നേഹപൂർവ്വം ശ്യാമ ചെയ്യുന്നത്. ഒരു സെറ്റിൽ നിന്ന് മറ്റൊരു സെറ്റിൽ. കാരണം വെച്ചാൽ അതിന്റെ റിലീസ് ഡേറ്റ് ഓൾറെഡി അനൗൺസ് ചെയ്തു. അപ്പൊ ഇതിന്റെ ഷൂട്ട് മറ്റൊരിടത്താണ് എപ്പിസോഡും ഇല്ലായിരുന്നു. അപ്പൊ അത് വൈൻഡപ്പ് ചെയ്യാനുള്ള പ്ലാനൊന്നും ഇല്ലായിരുന്നു കളിവീട്. അപ്പം ഇത് രണ്ടും കൂടെ പാരലലി കൊണ്ടുപോകൊണ്ടിരിക്കുന്ന സമയമാണ്. അപ്പൊ ഞാനിവിടെ വീട്ടിൽ വരുമ്പോൾ ആകെ 1-2 ദിവസമൊക്കെ ആയിരിക്കും ഈ വന്നു പോകുന്നത്. ഈ 1-2 ദിവസം വരുന്നത് തന്നെ ഈ ഡ്രസ്സുകൾ എടുക്കാനും മറ്റേതിനും മറിച്ചതിനൊക്കെ ആയിരുന്നു. അപ്പൊ അതുകൊണ്ടാണ് അത് സ്കിപ്പായപ്പോൾ, അല്ല മനഃപൂർവ്വം ഒന്നുമല്ല. പിന്നെ ഞാൻ പറഞ്ഞിരുന്നു, ഞാൻ ഇവിടെ ഉള്ളവരോടും പറഞ്ഞു, ഞാൻ അന്നൊരു സിനിമയുടെ കാര്യങ്ങളൊക്കെ ആയിട്ട് ഒരു പ്രൊജക്ട് ഞാൻ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പൊ അതിന്റെ കാര്യമായിട്ട് തിരക്കായി പോയതാ. അതെ, ആ പ്രൊജക്റ്റ് ആണ് ഇപ്പൊ നമ്മൾ. അല്ല, ആ പ്രൊജക്ട് അല്ല ഇത് ഇച്ചിരി ഒരു വലിയ പ്രൊജക്ട് ആണ്. അപ്പൊ അതിന്റെ പ്രീ പ്രൊഡക്ഷൻ സ്റ്റാർട്ട് ചെയ്തു. അപ്പൊ അതിന്റെ ഒരു വലിയ കമ്പനിയാണ് അത് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഞാനൊന്നും അല്ല അതിന്റെ മെയിൻ ആള്, പക്ഷെ ഞാനായിരിക്കും അത് ഡിസൈൻ ചെയ്യുന്നത്. പ്രൊജക്ട് ഡിസൈൻ ചെയ്യുന്നത് ഞാനാണ്. ഓക്കെ, അതിനെപ്പറ്റി ഇപ്പൊ നമ്മളുടെ അടുത്ത് റിവീൽ ചെയ്യാറായിട്ടില്ല. ഏകദേശം ഒരു 1.5 വർഷം കഴിയും. ഓക്കെ. പക്ഷെ റിവീൽ ചെയ്യാൻ പറ്റുന്ന ഒരു വലിയൊരു ഇതാണുള്ളത്. അത് ഞാൻ തന്നെ പറഞ്ഞേക്കാട്ടിൽ നല്ല ചേട്ടൻ തന്നെ പറയണതാണ്. തീർച്ചയായിട്ടും. ഞാന് അവാർഡൊക്കെ വിൻ ചെയ്ത് ഇരിക്കുകയാണ്. പറയൂ. സന്തോഷമുള്ള കാര്യമാണ്. പക്ഷേ ഈ സന്തോഷം 10 പേരിലേക്ക് എത്തിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങളെപ്പോൾ ഉള്ളവർ വേണം. അതുകൊണ്ടാണ് ഈ മഷിപ്പച്ചയും കല്ല് പെൻസിലുമായിട്ട് ബേസിക്കലി ഇന്റർവ്യൂ എനിക്ക് ഇഷ്ടമുള്ളൊരു കാര്യമാണ്. പക്ഷെ നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് എല്ലാ ഇന്റർവ്യൂവിലും. ഇപ്പം എൻ്റെ ഏത് ഇന്റർവ്യൂ എടുത്തു കഴിഞ്ഞാലും എങ്ങനെയാണ് പുതിയ നായിക, എങ്ങനെയുണ്ട്, പുതിയ നായികയെ പറ്റി ചോദിക്കും, അല്ലെങ്കിൽ സെറ്റിൽ എങ്ങനെയുണ്ട്, ഈ അനുഭവങ്ങളൊക്കെ ആയിരിക്കും എല്ലാവർക്കും ചോദിക്കാനുള്ളത്. അവിടെ പ്രത്യേകിച്ച് കഴിഞ്ഞ ഒരു 9 വർഷം വേണ്ടി ഞാൻ ചെയ്തിരിക്കുന്നതിൽ വേറെ പ്രത്യേകിച്ച് ഡിഫറൻസ് ഒന്നുമില്ല. അപ്പം ഒരു ഇന്റർവ്യൂ കൊടുക്കുമ്പോഴേക്കും എന്തിനേലും പറ്റി ഡിഫറെന്റ് ആയിട്ട് പറയാനുണ്ടായിരിക്കണം എന്നുള്ള ഒരു കാര്യമുണ്ടല്ലോ. അപ്പം മഷിപ്പച്ചയും കല്ല് പെൻസിലും എന്ന് പറയുന്ന ചിത്രത്തെ പറ്റി ഞാൻ പല ഇന്റർവ്യൂസിലും ഇതിന് മുമ്പ് ഒരു ഹിന്റൊക്കെ കൊടുത്തിരുന്നു. അത് ഒരു 2-3 വർഷമായി മുമ്പേ ഇറങ്ങേണ്ടതായിരുന്നു. പക്ഷേ നമുക്കും കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അത് സാമ്പത്തികപരമായിട്ടുള്ള പ്രശ്നങ്ങളിലൂടെ കടന്നു പോവുകയും ഒക്കെ ചെയ്തു. പക്ഷെ എനിക്ക് നിർബന്ധമായിരുന്നു ആ പടം പുറത്തു വരണം എന്നുള്ള നിർബന്ധമായിരുന്നു. അപ്പം നമ്മൾ അതിൻ്റെ ഡബ്ബിങ് കഴിഞ്ഞ വർഷം സെൻസറിങ് കിട്ടി. നമ്മൾ അതിൻ്റെ ഞാൻ ഡബ് ചെയ്യുന്ന ടൈമിലൊന്നും എനിക്ക് എൻ്റെ പോർഷൻ മാത്രമേ ഞാൻ കണ്ടില്ല. എൻ്റെ പോർഷൻ എന്ന് പറയുമ്പോൾ ഒരു 4-5 സീൻ ഒഴികെ ബാക്കിയെല്ലാം ഞാൻ ഉണ്ട് ആ സിനിമയിലുണ്ട്. അങ്ങനെ ഞാൻ കണ്ടപ്പോൾ എനിക്ക് തന്നെ ഒരു സ്നേഹം തോന്നിയ സിനിമയോട്. അപ്പോൾ അതിൻ്റെ മ്യൂസിക്കോട് ചെയ്തിട്ട് നമുക്കൊരു പ്രിവ്യൂ വെച്ചിട്ടൊരു 10 പേരെ കൊണ്ടൊന്ന് അഭിപ്രായം കേൾപ്പിക്കാം എന്നുള്ളൊരു തീരുമാനമെത്തി. ഈ 10 പേര് കണ്ടപ്പോൾ ഭയങ്കര അഭിപ്രായമായിരുന്നു. അപ്പോൾ ഞങ്ങൾ അത് കഴിഞ്ഞിട്ട് ഒരു വലിയ പ്രിവ്യൂ ഒരു 3 ഷോ ആയിട്ട് കൊല്ലത്ത് ആശ്രാമം അവിടെയുള്ള ഒരു വലിയ ഓഡിറ്റോറിയത്തിൽ വെച്ചിട്ട് ഒരു 100-300 പേര് ഒരുമിച്ച് കാണത്തക്ക രീതിയിലുള്ള ഒരു 3 ഷോ വെച്ചു. അതിൽ കുട്ടികളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അവർക്കൊക്കെ ഭയങ്കരമായിട്ട് കണക്റ്റായി എന്ന് പറഞ്ഞു. അന്നാണ് ഞാൻ ആദ്യമായിട്ട് ഫുൾ ഫ്ലെഡ്ജ് വിത്ത് RR-ഉം വിത്ത് മ്യൂസിക്കും അതെല്ലാം വെച്ചിട്ട് ഞാൻ ആ പടം കാണുന്നത്. അപ്പം എനിക്കും ഭയങ്കര സന്തോഷം തോന്നി. ലൈക്ക് ആദ്യമായിട്ട് എനിക്ക് വേണമെങ്കിൽ എൻ്റെ കണ്ണ് നിറഞ്ഞു എന്നുള്ളതാണ് അതിൻ്റെ ഒരു സത്യം. കാരണം ഞാനിത് അഭിനയിക്കുന്ന ടൈമിൽ അങ്ങനൊന്നും അല്ലായിരുന്നു. നമ്മൾ അന്നൊരു തുടക്കം എന്നുള്ള രീതിയിൽ അങ്ങ് എടുത്തുപോയി. പക്ഷെ അതിൻ്റെ ഔട്ട് വന്നപ്പോഴേക്കും നമുക്ക് മറന്നുപോയ പല കാര്യങ്ങളും ഓർമ്മിപ്പിക്കുന്ന ഒരു സിനിമയായിട്ട് എനിക്ക് തോന്നി. അതുകൊണ്ടായിരിക്കണം ബെസ്റ്റ് മൂവി വിത്ത് എ മെസ്സേജ് എന്നുള്ളൊരു സോഷ്യൽ മെസ്സേജ് എന്ന് പറഞ്ഞൊരു അവാർഡ് കിട്ടിയത്. അപ്പോൾ അതിനെപ്പറ്റി കൂടുതൽ പറയുകയാണെങ്കിൽ എന്താ പറയുക, അത് എഴുതിയിരിക്കുന്നത് ഉണ്ണികൃഷ്ണൻ തേവള്ളിയാണ്. അദ്ദേഹം എഴുതി, അദ്ദേഹത്തിൻ്റെ അമ്മ പ്രൊഡ്യൂസ് ചെയ്തിട്ട് M. വേണുകുമാർ അദ്ദേഹമാണ് അത് ഡയറക്റ്റ് ചെയ്തിരിക്കുന്നത്. ലച്ചു എന്ന് പറഞ്ഞുള്ള ഒരു കുട്ടിയാണ്, ലക്ഷ്മി എന്ന് പറഞ്ഞ കുട്ടിയാണ് മോളായിട്ട് അഭിനയിച്ചിരിക്കുന്നത്. അവൾ ഇന്ന് ഉണ്ടാവേണ്ടതാണ്, പക്ഷേ കുറച്ച് തിരക്കായിപ്പോയി. അപ്പോൾ അച്ഛനും മോളും തമ്മിലുള്ളൊരു കണക്ഷനാണ് ആ സിനിമയുടെ ഒരു ഇതിവൃത്തം എന്ന് പറയുന്നത്. അമ്മയില്ലാത്ത മകൾ. ഞാനൊരു 15 വർഷത്തിന് ശേഷം നാട്ടിലേക്ക് വരുന്നു. എൻ്റെ ഒരു കൂട്ടുകുടുംബമാണ്. ആ കൂട്ടുകുടുംബത്തിൽ അവിടെ എൻ്റെ കസിൻസ്, അവരുടെ മക്കൾ എല്ലാം ഉള്ളിടത്തേക്ക് ഞാൻ എൻ്റെ മോളുമായിട്ട് വരുമ്പോൾ, അപ്പോൾ അവളൊരു ഫാസ്റ്റ് മൂവിങ് സിറ്റി ലൈഫിൽ നിന്ന് ഒരു ഗ്രാമത്തിൽ ഒരു ഓണക്കാലത്ത് വരുമ്പോൾ ഓണവും ഓണസദ്യയും ഊഞ്ഞാലും അങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെ ആയിട്ട്, പിന്നെ കുടുംബ ബന്ധങ്ങൾ എന്താണെന്നുള്ള കാര്യങ്ങളൊക്കെ അറിയിക്കുന്ന
ഒരു ചിത്രമാണ്. അതുകൊണ്ടാണ് ആ സിനിമയ്ക്ക് അങ്ങനെ ഒരു പേര് കിട്ടുന്നത്, മഷിപ്പച്ചയും കല്ല് പെൻസിലും എന്നുള്ളൊരു നൊസ്റ്റാൾജിക് നെയിം ഇട്ട് കൊടുത്തത്. അവാർഡ് കിട്ടുന്ന എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടായിരുന്നോ? തീർച്ചയായിട്ടും അവാർഡ് കിട്ടുമെന്ന് എനിക്ക് ഉറപ്പുണ്ടായിരുന്നു. ചിത്രത്തിനില്ലെങ്കിലും ആ കുട്ടിക്ക് കിട്ടുമെന്ന് എനിക്ക് 100% ഉറപ്പാണ്. കാരണം അവളന്ന് അഭിനയിക്കുമ്പോൾ 2-ലോ 3-ലോ എങ്ങാണ്ടാണ് എൻ്റെ കൂടെ അഭിനയിക്കുന്നത്. അപ്പം ഞാനൊക്കെ ചിന്തിക്കുന്നതിന് അപ്പുറത്ത് ഒരു പടി മുകളിൽ ചിന്തിച്ചിട്ടാണ് അവള് റിയാക്ഷൻസ് കിട്ടുന്നത്. അപ്പം ഞാൻ പറയുമായിരുന്നു, നമ്മൾ ചിത്രം കാണുന്ന സമയത്താണെങ്കിലും ആ സിനിമ പ്രിവ്യൂ കണ്ടപ്പോൾ എല്ലാവരും പറഞ്ഞു നിങ്ങൾ അച്ഛനും മോളുമായിട്ടങ്ങ് ഞങ്ങളൊക്കെ ഭയങ്കരമായിട്ടങ്ങ് ഭയങ്കര ഒരു നമ്മളിലേക്ക് ഒരു കണക്ഷൻ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു. അപ്പം ആ കണക്ഷൻ്റെ കാര്യം എന്ന് വെച്ചാൽ ഞാൻ ലൊക്കേഷനിൽ ചെന്ന് ആദ്യത്തെ ദിവസം തൊട്ട് ഞാൻ അവളെ എടുത്തോണ്ട് നടക്കുമായിരുന്നു. അപ്പം ലാസ്റ്റ് ദിവസം പോരുമ്പോഴൊക്കെ അവൾക്ക് ഭയങ്കര കരച്ചിലും ബോളൊക്കെ ആയിരുന്നു. അപ്പൊ ആ ഒരു ഇത് ആ സിനിമയ്ക്ക് വളരെ ഉപകാരപ്പെട്ടിട്ടുണ്ട്. അതെ, അപ്പൊ അവാർഡ് കിട്ടുമെന്നുള്ള കാര്യത്തിൽ ഉറപ്പായിരുന്നു. പക്ഷെ ഈ പറഞ്ഞ പോലെ ബെസ്റ്റ് മൂവി വിത്ത് എ മെസ്സേജ്, സമൂഹത്തിലേക്ക് അത് എത്തിപ്പെടേണ്ട ഒരു മെസ്സേജ് തന്നെയാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതുപോലെ തന്നെ ഞങ്ങൾ രണ്ടുപേരും അവസാന റൗണ്ട് വരെ ബെസ്റ്റ് ആക്ടറിനും അതുപോലെ ബെസ്റ്റ് ചൈൽഡ് ആർട്ടിസ്റ്റിന്റെ നോമിനേഷൻസിൽ ഉണ്ടായിരുന്നു എന്നുള്ളതും പറയപ്പെടുന്നുണ്ട്. അടിപൊളി അടിപൊളി അടിപൊളി. അപ്പൊ ചേട്ടൻ ആദ്യം ഈ അവാർഡ് കിട്ടി എന്ന് അറിഞ്ഞപ്പോ ആരെയാണ് ആദ്യം വിളിച്ചു പറഞ്ഞത്? യു വോണ്ട് ബിലീവ്, ഞാൻ ആക്ച്വലി വിഷു ആയിരുന്നു. വിഷുവിൻ്റെ അന്നാണ് ഞാൻ ഇവിടെ എത്തുന്നത്. അപ്പം ഞാൻ നോർമലി ഫോൺ സൈലന്റ് ആക്കും വെച്ചിരിക്കുക. അപ്പം രാവിലെയൊക്കെ കോൾ വന്നാൽ ഞാൻ അറിയില്ല. അപ്പം ഞാൻ ആസ് യൂഷ്വൽ അന്ന് എണീക്കാനായിട്ട് വീട്ടിലുള്ള സമയത്ത് ഞാൻ താമസിച്ചാണ് എണീക്കുക. അപ്പം താമസിച്ച് എണീറ്റു. അപ്പോൾ എനിക്ക് കുറേ മിസ് കോൾസ് കിടപ്പുണ്ട്, പല പല നമ്പേഴ്സ്, അൺനോൺ നമ്പേഴ്സിൽ നിന്നൊക്കെ. അത് ഞാൻ തിരിച്ചു വിളിക്കാൻ നിന്നില്ല. ഞാൻ പയ്യെ ഇങ്ങനെ ഒന്ന് നോക്കുമ്പോഴേക്കും ടി വിയിൽ ന്യൂസൊക്കെ കാണുന്നുണ്ട്, ഇങ്ങനെ ക്രിട്ടിക്സ് അവാർഡ് പ്രഖ്യാപിച്ചു, ടോയി ആണ് ബെസ്റ്റ് ആക്ടർ എന്നൊക്കെ പറഞ്ഞത്. അപ്പം എനിക്ക് തോന്നി ഇതിൻ്റെ അകത്ത് എന്തെങ്കിലും ഒരു അവാർഡ് വരാതിരിക്കില്ല. അപ്പം ഞാൻ നെറ്റിൽ സെർച്ച് ചെയ്ത് നോക്കുമ്പോഴേക്കും നമ്മുടെ പേര് കിടപ്പുണ്ട്. അത് ഫസ്റ്റ് തിങ് എനിക്ക് അന്നേരം തന്നെ റൈറ്റർ ഉണ്ട്, ഉണ്ണിച്ചേട്ടൻ എന്ന് പറയുന്നത്. ഉണ്ണിച്ചേട്ടൻ്റെ അമ്മയാണ് പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അദ്ദേഹം ഗോ ത്രൂ ചെയ്തിരിക്കുന്ന ഒരു വലിയ പെയിൻ ഉണ്ട്. കാരണം ഇത് എങ്ങനെയും പുറത്തിറക്കണം. അപ്പം എല്ലാ ദിവസവും ഞങ്ങൾ തമ്മിൽ ഫോണിൽ സംസാരിക്കാറുണ്ട്. മോനെ ഇത് അങ്ങനെയാണ്, ഇന്നയാൾ ഇത് പറഞ്ഞു, ഇന്നയാൾ ഇത് പറഞ്ഞു. അപ്പം ഞാൻ ഉണ്ണിച്ചേട്ടനാണ് ആദ്യമേ വിളിച്ചത്. അപ്പോൾ ഉണ്ണിച്ചേട്ടനെ വിളിച്ചപ്പം പറഞ്ഞു, മോനെ രാവിലെ തൊട്ട് വിളിക്കുന്നതാണ്, അറിഞ്ഞപ്പോൾ തൊട്ട് വിളിക്കുന്നതാണ്, പല പല നമ്പറിൽ നിന്ന് പല ആൾക്കാർ വിളിക്കുന്നുണ്ട്. ആ കൂട്ടത്തിൽ വിളിച്ച ഒരാൾ മമ്മൂക്ക ഉണ്ടായിരുന്നു. അപ്പോൾ മമ്മൂക്കയുടെ നമ്പർ ചെയ്യുന്നല്ലായിരുന്നു. അപ്പം ഞാൻ ഈ അവാർഡ് കിട്ടിയ കൂട്ടത്തിൽ ഞാൻ മമ്മൂക്കയ്ക്കും ഇങ്ങനെ മെസ്സേജ് അയച്ചു, മമ്മൂക്ക ഞാൻ നായകനായിട്ട് അഭിനയിച്ച പടമാണ് ബെസ്റ്റ് മൂവി വിത്ത് സോഷ്യൽ മെസ്സേജ്. അപ്പം മമ്മൂക്ക എനിക്കൊരു തംസപ്പ് അയച്ചു. ഞാനോട് ഓക്കെ തംസപ്പിൽ ഒതുങ്ങി. അപ്പം ഞാൻ ഈ ഓരോ നമ്പറിൽ ഇങ്ങനെ തിരിച്ചു വിളിച്ച് ഇങ്ങനെ തുടങ്ങി. തിരിച്ചു വിളിച്ചപ്പോഴേക്കാണ് ഈ പറഞ്ഞ പോലെ മമ്മൂക്കയുടെ കൂട്ടത്തിലുള്ള ഒരാളുടെ ഇതാണ് എന്നെ വിളിച്ചത്. നമുക്ക് പറഞ്ഞ സന്തോഷമുണ്ട്. പറഞ്ഞ പോലെ അടുത്ത ഗോവൻ ഫിലിം ഫെസ്റ്റിവലിനൊക്കെ വിടാനുള്ളൊരു ഇതുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും അതിനുള്ള ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. മമ്മൂക്ക പറഞ്ഞു, മമ്മൂക്ക മൂവി കണ്ടു അങ്ങനെ പറഞ്ഞു? ഇല്ല, ആരെയും നമ്മൾ മൂവി കാണിച്ചിട്ടില്ല. ഇനിയിപ്പോൾ നമ്മളൊരു പ്രിവ്യൂ എന്തായാലും കൊച്ചിയിൽ വെക്കുന്നുണ്ടല്ലേ? അപ്പോൾ ഈ പറഞ്ഞ എൻ്റെ സുഹൃത്തുക്കളായിട്ടുള്ള നമ്മുടെ ഡയറക്ടേഴ്സ് കുറേ ആളുകളുണ്ട്. ഇപ്പം റഹ്മാൻ ഭായ് ആണ്, ഖാലിദ് റഹ്മാനാണ് എൻ്റെ ആശാൻ. എന്നെ ആദ്യമായിട്ട് ക്യാമറയ്ക്ക് മുമ്പ് ഇരുത്തിയത് അദ്ദേഹമാണ്. പിന്നെ സെക്കൻഡ് പടം നമ്മുടെ ഹനീഫയ്ക്കാണ്, ഹനീഫ തേനി. അപ്പം റഹ്മാൻ ഭായ് ഇപ്പം ജിംഖാനയുടെ തിരക്കിലും ഹനീഫക്ക മാർക്കോയ്ക്ക് ശേഷം ബാക്കിയുള്ള തെലുഗു ഹിന്ദി പ്രൊജക്ട്സിന്റെ തിരക്കിലും ഒക്കെ ഇരിക്കുന്നു. അപ്പൊ ഇവരെല്ലാം കൂടെ ഒരുമിച്ച് കിട്ടുന്ന ഒരു സമയത്ത് തീർച്ചയായിട്ടും പ്രിവ്യൂ ഷോ വെക്കണം അല്ലേ? ഓക്കെ. അപ്പൊ എനിക്ക് തോന്നുന്നു ചേട്ടൻ ആദ്യമേ മൂവീസ് ആണ് സ്റ്റാർട്ട് ചെയ്തത്, എന്നിട്ടാണ് സീരിയലിലേക്ക് വരുന്നത്. പൊതുവെ നമ്മൾ കാണുകയാണെങ്കിൽ സീരിയലിൽ നിന്ന് സിനിമയിലേക്ക് പോകുന്നതാണ് കൂടുതൽ. മിക്കതും സിനിമയിൽ നിന്ന് സീരിയലിലേക്ക് അങ്ങനെ വരല് കുറവാണ്. അപ്പൊ ചേട്ടൻ അങ്ങനെ വന്നപ്പോ എന്താ ഒരു വ്യത്യാസം ഫീൽ ചെയ്തത് സിനിമയിൽ നിന്ന് സീരിയലിലേക്ക് വരുമ്പോ? അതിൻ്റെ അത് ഒന്നാമത് ഞാൻ ഒരു എഞ്ചിനീയറാണ്, ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് ബാംഗ്ലൂരായിരുന്നു, ഇവിടെ വർക്ക് ചെയ്തിരുന്നു. അപ്പം വളരെ യാദൃശ്യമാണ് ഫസ്റ്റ് സിനിമ ഹാപ്പൻ ചെയ്തത്. അപ്പം അതിൻ്റെ അത് കുറച്ചുണ്ടായിരുന്നു, പക്ഷെ എല്ലാം കട്ട് ചെയ്ത് വന്നു കഴിഞ്ഞപ്പോഴേക്കും ഒന്നും ഇല്ലാതായി. അപ്പം അത് കണ്ടിട്ടാണ് ഷാജി ചേട്ടൻ ഓഗസ്റ്റ് മാസത്തിന് ഷാജി ഗണേശൻ തന്നെ അദ്ദേഹം ഗ്രേറ്റ് ഫാദർ എന്ന പടത്തിലേക്കും വിളിക്കുന്നത്. അവിടെ ചെന്നപ്പോഴും ഈ പറഞ്ഞ പോലെ കുറച്ചുണ്ടായിരുന്നു, എല്ലാം ഔട്ട് കഴിഞ്ഞ് വന്നപ്പോഴേക്കും കുറവായിരുന്നു. അപ്പം ഇതിന് രണ്ടിൻ്റെ എഡിറ്റർ ഒരാൾ തന്നെയാണ്, നൗഫലൊക്കെയാണ്. അപ്പം നൗഫലൊക്കെ ഇതിന് മുമ്പ് എന്നെ വിളിച്ച് പറയും, വേടാ കുറേ കളയേണ്ടി വന്നു, സോറി എന്നൊക്കെ പറഞ്ഞിട്ട് വിളിക്കാം. ഞാൻ പറയില്ല, ഇറ്റ്സ് ഓക്കെ, കാരണം നമുക്കൊന്നും പറ്റില്ല, നമ്മളൊന്നും ആരുമല്ല. അപ്പം അതിൻ്റെ ലൊക്കേഷനിൽ വെച്ചിട്ടാണ് ഈ പറഞ്ഞ പോലെ ഫ്ലവേഴ്സിലെ പ്രോജക്റ്റിലേക്ക് ആദ്യമായിട്ട് വിളിക്കുന്നത്. അപ്പം അന്നേരം എൻ്റെ മനസ്സിൽ കൂടെ പോയ ഒരൊറ്റ കാര്യമുള്ളൂ, നമ്മൾ എത്ര ആൾ കഴിഞ്ഞിട്ടാണ് ഇനിയിപ്പം ഒരു നല്ലൊരു ത്രൂ ഔട്ട് ഒരു ചെയ്യുന്നതെന്നൊന്നും എനിക്കറിയില്ലായിരുന്നു. അപ്പം അന്നേരം വന്നൊരു തോട്ടിൽ ഞാൻ ആ സീരിയൽ ചെയ്യാം. ആദ്യമേ വന്ന സീരിയൽ ഞാൻ വേണ്ടാന്നും പറഞ്ഞു, എനിക്ക് കണ്ണീരും കരച്ചിലിനോടൊന്നും വലിയ താല്പര്യമൊന്നും ഇല്ലാഞ്ഞുകൊണ്ട് ഞാൻ ഇല്ലാന്നും പറഞ്ഞു. അത് ഇനി വേറൊരു പ്രൊജക്റ്റ് വന്നപ്പം അതിൻ്റെ അതൊരു 4-5 കൂട്ടുകാരുടെ ഒരു കഥയാണ്, അത് ഞാൻ ചെയ്യാമെന്ന് പറഞ്ഞു.
അതിനും യാദൃശ്ചികമായിട്ട് സ്റ്റേറ്റ് അവാർഡ് ഉണ്ടായിരുന്നു. മികച്ച 2ാമത്തെ സീരിയലായിരുന്നു. അപ്പം ഞാൻ ആദ്യമായിട്ട് അഭിനയിച്ച സീരിയലിനും ആദ്യമായിട്ട് നായകനായിട്ട് അഭിനയിച്ച സീരിയലിനും നായകനായിട്ട് അഭിനയിച്ച ഒരു സിനിമയ്ക്കും അതിൻ്റെ ഒരു അംഗീകാരം കിട്ടിയിട്ടുണ്ട്. കൈ വെച്ച അവിടെ ഒരു അവാർഡ് ഉറപ്പാണ് അല്ലേ? അത് അങ്ങനൊന്നും പറയുന്നില്ല. ഇറ്റ്സ് ഗുഡ് ടു സേ. അത് എത്ര പേർക്ക് അതിന്റെ ഒരു സന്തോഷം മനസ്സിലായി. ഇപ്പൊ ഞാൻ എന്റെ വീട്ടിലൊക്കെ വിളിച്ച് പറഞ്ഞപ്പോഴേക്കും ആണല്ലേ ഇത് ലൈക്ക് അവർക്ക് അതിന്റെ ഒരു ഹാപ്പിനെസ് മേ ബി എന്റെ ഒരു എക്സൈറ്റ്മെന്റ് അവർക്ക് കിട്ടിയോന്ന് എനിക്കറിയില്ല. പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ കാര്യം തന്നെയാണ്. 80ഓളം സിനിമകളുണ്ടായിരുന്നു. 80ഓളം സിനിമകളുടെ നോമിനേഷൻസിൽ നിന്നാണ് നമ്മുടെ ഒരു ചിത്രം അങ്ങനെ വന്നതെന്ന് പറയുമ്പോഴേക്കും ഭയങ്കര പ്രൗഡാണ്. ഓക്കെ. അപ്പൊ ചേട്ടൻ ഇപ്പം ഫ്ലവേഴ്സിൽ വർക്ക് ചെയ്തിട്ടുണ്ട്, മഴവിൽ മനോരമയിൽ വർക്ക് ചെയ്തിട്ടുണ്ട്, സി കേരളത്തിൽ വർക്ക് ചെയ്തിട്ടുണ്ട്, സൂര്യയില്, ഏഷ്യാനെറ്റില്, എനിക്ക് തോന്നുന്നു ഓൾമോസ്റ്റ് എല്ലാ ചാനലിലും തന്നെ വർക്ക് ചെയ്തിട്ടുണ്ട്. അമൃതയിലും കൂടെ അവിടെ നിന്ന് എന്തെങ്കിലും കോൾ വന്നിട്ടുണ്ടോ? അമൃതയെ തീർച്ചയായിട്ടും എനിക്ക് ചെയ്യണമെന്നുണ്ട്. ഈ പറഞ്ഞ പോലെ അഭിനയ സാധ്യതയുള്ള സീരിയലുകളെല്ലാം സംഭവിക്കുന്നത് അമൃതയിലാണ്. ഏറ്റവും കൂടുതൽ അവാർഡ്സ് പോയിട്ടുള്ള സീരിയലുകളെല്ലാം സംഭവിച്ചിരിക്കുന്നത് അമൃതയിലാണ്. അപ്പൊ അമൃത എന്നൊരു വിളി വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ചെയ്യും. ഓക്കെ. അപ്പൊ ഇത്രയും ക്യാരക്ടേഴ്സ് എല്ലാ സീരിയലിലും, ഇപ്പൊ നീലക്കുയിലായിക്കോട്ടെ, കളിവീടായിക്കോട്ടെ, സ്നേഹപൂർവ്വം ശ്യാമ ആയിക്കോട്ടെ, എല്ലാത്തിലും നല്ല നല്ല ക്യാരക്ടേഴ്സ് ആണ് ചേട്ടൻ ചെയ്തിട്ടുള്ളത്. അപ്പൊ എന്നാലും നമുക്ക് തന്നെ ഉണ്ടാവുമല്ലോ, ഞാൻ ചെയ്തതിൽ ആ ഒരു ക്യാരക്ടർ എനിക്ക് ഒരുപാട് കണക്ട് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു ക്യാരക്ടറാണ്, അല്ലെങ്കിൽ നമ്മുടെ ഹൃദയത്തോട് ചേർന്നിട്ടുള്ള ഒരു ക്യാരക്ടർ ഉണ്ടാവുമല്ലോ, അതേതായിരിക്കും? നമ്മൾ ചെയ്തിരിക്കുന്ന ഒരു ക്യാരക്ടർ ഒരിക്കലും നമുക്ക് ജീവിതത്തിൽ കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ക്യാരക്ടർ ഇതുവരെ ചെയ്തിട്ടില്ല. സത്യസന്ധമായിട്ടുള്ള ഒരു കാര്യമാണ്. കാരണം എന്താ പറയാ, നമ്മൾ നോർമൽ ലൈഫിൽ ഒരു കാര്യം വേണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ വേണ്ടാന്ന് നമുക്ക് പറയാൻ പറ്റും. അല്ലാതെ നമ്മളിങ്ങനെ ഒരു 1000 എപ്പിസോഡോളം ഇങ്ങനെ വേണ്ടാന്ന് പറഞ്ഞിരിക്കുക ഒരിക്കലും നോർമൽ മനുഷ്യൻ ചെയ്യുന്ന കാര്യമല്ല. ഇപ്പൊ നമ്മളൊരു സിറ്റുവേഷനോടെ പോവാണ്, നമ്മളൊരു കള്ളം മൂടി വെച്ചുകൊണ്ടിരിക്കുകയാണ്. ആ മൂടി വെക്കൽ എപ്പോഴേലും നമുക്ക് ആരോടെങ്കിലും പറയാൻ പറ്റണം. അതാണ് ഒരു നോർമൽ ലൈഫിൽ സംഭവിക്കുന്നത്. പക്ഷെ സീരിയലിൽ അങ്ങനെ സംഭവിക്കാറില്ല. കാണുന്ന ഓഡിയൻസിന് അറിയാം ഇത് ചെയ്യുന്നത് കള്ളത്തരമാണ് എന്നറിയാം. പക്ഷെ നമ്മൾ ഈ കഥ പോകുന്നിടം വരെ ഇതിങ്ങനെ പറഞ്ഞോണ്ടേ ഇരിക്കണം. അതുകൊണ്ട് അതും റിയൽ ലൈഫായിട്ട് എനിക്കൊരു ബന്ധമൊന്നും തോന്നിയിട്ടില്ല. പക്ഷെ എനിക്ക് കണക്ട് ആയിട്ടുള്ള കാര്യങ്ങൾ എന്ന് പറയുന്നത് ഈ പറഞ്ഞ പോലെ ആൾക്കാർ കൂടുതൽ ഒരു കഥാപാത്രത്തിനെ ഇഷ്ടപ്പെടുമ്പോൾ, സ്നേഹിക്കുമ്പോൾ, നമുക്ക് പുറത്തിറങ്ങി കഴിയുമ്പോൾ നമ്മളോടുള്ള ഒരു സ്നേഹം ഉണ്ടല്ലോ. അപ്പൊ അങ്ങനെ വെച്ച് നോക്കുകയാണെങ്കിൽ എനിക്ക് നീലക്കുയിൽ ഇഷ്ടമാണ്, കളിവീട് ഇഷ്ടമാണ്, ഇപ്പം സ്നേഹപൂർവ്വം ശ്യാമ ഇഷ്ടമാണ്. ഇപ്പം കളിവീടിലേക്ക് നമ്മൾ വരികയാണെങ്കിൽ, കളിവീട് എനിക്ക് തോന്നുന്നു നമ്മുടെ മിന്നുകെട്ട് കഴിഞ്ഞിട്ട് ഏറ്റവും കൂടുതൽ എപ്പിസോഡ് ഉണ്ടായിരുന്നിട്ടുള്ള ഒരു സീരിയലായിരുന്നു തോന്നുന്നുണ്ട് അല്ലേ? അല്ല, കളിവീട് സംഭവിക്കുന്ന സമയത്ത് മിന്നുകെട്ടിന് ശേഷം ഒന്നും സൂര്യ ടി വിയിൽ അങ്ങനെ വലിയൊരു ഹിറ്റ് പ്രോജക്റ്റ് ഒന്നും ഉണ്ടായിട്ടില്ല. അപ്പം കളിവീട് വരുന്ന ടൈമിൽ ബാക്കി എല്ലാ സീരിയലുകൾക്കും 1-ന് താഴെയൊക്കെ ആയിരുന്നു റേറ്റിംഗ്. അപ്പം ഞങ്ങൾ അതിന്റെ പ്രൊമോ എടുക്കുന്ന ടൈമിൽ പോലും ഞങ്ങളുടെ മുകളിലായിരുന്നു ആ ഭാരം മുഴുവൻ. ഇത് ഹിറ്റ് ആയിട്ടില്ലെങ്കിൽ മേ ബി ആ എൻ്റയർ ചാനലിനെ, അവിടെയുള്ള ക്രൂവിനെ ഒക്കെ അഫക്ട് ചെയ്യുന്നുള്ളൊരു സംഭവം ഉണ്ടായിരുന്നു. പക്ഷേ ദൈവം സഹായിച്ച് എനിക്ക് തോന്നുന്നൊരു 20-25ാമത്തെ എപ്പിസോഡിനുള്ളിൽ തന്നെ നമ്മൾ നമ്പർ 1 ആയി. 1 പോയിന്റ് സംതിങ് അടിച്ചു. അവിടെ നമ്മൾ 3.5 വരെ പോയി. അപ്പോൾ അതായത് പിന്നെ അതിനുശേഷം ഇതുവരെ ഒരു സീരിയലും ആ ഒരു ഇതിലേക്ക് എത്തിയിട്ടില്ല. അതിനുശേഷം 2-ന് മുകളിലേക്കും ഒരു സീരിയലും പോയിട്ടില്ല. നമ്മൾ കൺസിസ്റ്റന്റ് ആയിട്ട് ഒരു 600-700 എപ്പിസോഡ് 2.5, 2.6 ആ ഒരു റേഞ്ചിൽ തന്നെ നിന്നിരുന്നു. അപ്പൊ അത് ഒരു വലിയൊരു അനുഗ്രഹമാണ്. പിന്നെ സീരിയലിന്റെ എപ്പിസോഡ് ഇപ്പൊ അതിനേക്കാളും കൂടുതൽ. അപ്പൊ ആ ഒരു സീരിയൽ ഹിറ്റ് ആയതിനു ശേഷം അതിന്റെ താഴെയുള്ള സീരിയലും അതിന്റെ മുകളിലുള്ള സീരിയലും ഒക്കെ ഓട്ടോമാറ്റിക്കലി അതിനും ഒരു റീച്ച് കിട്ടി. അതൊക്കെ ഇപ്പോഴും ഓടിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, ഒരു സീരിയൽ നമുക്ക് 1000 എപ്പിസോഡിൽ കൂടുതലൊക്കെ പോകുന്ന പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര മടുപ്പുണ്ടാകും. അതാ ഞാൻ ചോദിക്കാൻ വരുന്നത്. അപ്പൊ ഇത്രയും നാള് ഒരു സെയിം ക്യാരക്ടർ തന്നെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമുക്കൊരു മടുപ്പ് അനുഭവപ്പെടൂലേ? ഒബ്വിയസ്ലി. ഇപ്പം നമ്മളൊരു സിനിമ ചെയ്യുകയാണെങ്കിൽ ഒരു ക്യാരക്ടർ ചെയ്തു, അടുത്ത സിനിമയിലേക്ക് പോകുമ്പോൾ നമുക്ക് വേറെ എന്തെങ്കിലും കുറച്ചെങ്കിലും ഒരു മാറ്റം വരുത്തിയിട്ടൊക്കെ ചെയ്യാൻ പറ്റും. ഇത് എല്ലാ 15 ദിവസം 17 ദിവസം നമ്മൾ ഒരേ ക്യാരക്ടർ തന്നെയാണ് ചെയ്യുന്നത്. നമ്മൾ ചെയ്യുന്ന സാധനം തന്നെയാണ് 30 ദിവസം ആളുകൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ചെയ്ത് വലിയ വ്യത്യാസം ഒന്നും ഇല്ലാന്ന് തോന്നുമ്പോൾ നമുക്ക് തന്നെ ഒരു സമയമാകുമ്പോഴേക്കും ഇനി ഇത് മതി, ഇതിനൊരു പ്രത്യേകിച്ച് ഒന്നും ഇനിയൊന്നും ചെയ്യാനില്ല എന്ന് പറയുമ്പോഴേക്കും, അല്ലെങ്കിൽ ജസ്റ്റ് ഫോർ ദ മോണിറ്ററി പർപ്പസ്, അല്ലെങ്കിൽ ഒരു പ്രൊഡ്യൂസറിന് ഓൾറെഡി ലാഭം ഉണ്ടായിട്ടുണ്ടാവും. പക്ഷെ എന്നാലും പ്രൊഡ്യൂസറിന് ഇച്ചിരി ഒരു ലോങ് റണ്ണിന് കിട്ടുന്ന സാധനമാണെങ്കിൽ പോലും നമ്മളൊരു കോൾ എടുക്കണം, വേണോ വേണ്ടോ എന്നുള്ളൊരു തീരുമാനം നമ്മൾ എടുക്കണം. അപ്പൊ അങ്ങനെ എടുത്തൊരു തീരുമാനമാണ് കളിവീടിൽ നിന്ന് മാറുന്നല്ല, ഈ പറഞ്ഞാൽ കളിവീട് അവിടെ ഉണ്ട്. ആ ടൈമിൽ തന്നെയാണ് ഞാൻ അടുത്തൊരു പ്രോജക്റ്റിലേക്ക് മൂവ് ചെയ്യാം എന്നുള്ളൊരു തീരുമാനത്തിലേക്ക് എത്തിയത്. ഓക്കെ. അപ്പൊ ചേട്ടൻ ചെയ്തിട്ടുള്ള ഇപ്പൊ കളിവീടിലെ വിശേഷം നമ്മൾ പറഞ്ഞു. നീലക്കുയിൽ എന്ന് പറഞ്ഞ സീരിയലിന് ആ ഒരു ക്യാരക്ടർ ഉണ്ട്, ഒരു ജേർണലിസ്റ്റിന്റെ ക്യാരക്ടറാണ് ചേട്ടൻ ചെയ്തിട്ടുള്ളത്. ആ ഒരു ക്യാരക്ടർ എന്ന് പറയുമ്പോൾ നമുക്ക് അത് റിയൽ ലൈഫിൽ നമുക്ക് ഒട്ടും സങ്കല്പിക്കാൻ പറ്റാത്ത ഒരു ക്യാരക്ടറാണ്. അങ്ങനത്തെ ഒരു കഥ ചേട്ടൻ എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ? അങ്ങനത്തെ ഒക്കെ കഥയൊക്കെ ശരിക്കും നടക്കുമോ എന്നൊക്കെ?
ഞാനിപ്പം തിരിഞ്ഞു നോക്കുമ്പോഴേക്കും നീലക്കുയിലാണ് എനിക്കൊരു സത്യം പറഞ്ഞ ഒരു മൈൽ സ്റ്റോൺ എന്ന് പറയുന്നത്. കാരണം പറയുന്നത് ഫസ്റ്റ് സീരിയൽ ഫ്ലവേഴ്സിൽ സംഭവിച്ചു, അതിന് സ്റ്റേറ്റ് അവാർഡ് കിട്ടി, ആർക്കോ ഏതോ ഒരുത്തൊരു സ്റ്റേറ്റ് അവാർഡ് കിട്ടി എന്നുള്ളത് മാത്രമേ ഉള്ളൂ. പക്ഷേ ഏഷ്യാനെറ്റ് പോലുള്ള പ്ലാറ്റ്ഫോമിലൂടെയാണ് അതും ആ ടൈമിലെ ഏറ്റവും വലിയ ഹിറ്റ്, ആ ടൈമിലല്ല ഓൾ ടൈം ഹിറ്റ് എന്ന് തന്നെ പറയാം. അപ്പം അങ്ങനെയാണ് എന്നെ ആൾക്കാർ റെക്കഗ്നൈസ് ചെയ്യാൻ തുടങ്ങിയത്. അപ്പം എനിക്കൊരിക്കലും മറക്കാൻ പറ്റാത്ത സീരിയൽ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നീലക്കുയിലാണ്. ഇപ്പം എനിക്ക് അവാർഡ് കിട്ടിയപ്പം ആദ്യമേ വിളിച്ച ഒരാൾ എന്ന് പറയുന്നത് അതിൻ്റെ പ്രൊഡ്യൂസറിനെയാണ് ഞാൻ വിളിച്ചത്. കാരണം ഇഫ് ഐ ഗെറ്റ് സംതിങ് ഐ ഓവ് എവറിത്തിങ് ടു ഹിം എന്നുള്ളത് എൻ്റെ മനസ്സിൽ കുറിച്ച്. അപ്പോൾ അദ്ദേഹത്തെ പറ്റി പറയുകയാണെങ്കിൽ അദ്ദേഹമാണ് മലയാളത്തിൽ ഏറ്റവും കൾട്ട് മൂവി ആയിട്ടുള്ള പെരുന്തച്ചൻ, പാതയം ഇതൊക്കെ പ്രൊഡ്യൂസ് ചെയ്ത ആളാണ്. പിന്നെ മലയാളം സീരിയലിൽ നോക്കിക്കഴിഞ്ഞാൽ കുങ്കുമപ്പൂവ്, ചന്ദനമഴ, പരസ്പരം അത് കഴിഞ്ഞിട്ടുള്ള ഏറ്റവും വലിയ ഹിറ്റായിരുന്നു നീലക്കുയിൽ. ഇതെല്ലാം ചെയ്ത ആളാണ്. ഈ ക്യാരക്ടറിനെ പറ്റി പറയുമ്പോൾ എനിക്ക് ഇതിൻ്റെ ക്യാരക്ടറിനെ അറിയില്ലായിരുന്നു. ഞാൻ ഫസ്റ്റ് സീരിയൽ കഴിഞ്ഞിട്ട് ഇതൊക്കെ നിർത്തി ഞാൻ എൻ്റെ പാട്ടിന് അടുത്ത ജോലിക്ക് പോകാൻ വേണ്ടി നിന്ന ആളാണ്. അപ്പോൾ യാദൃശ്യമായിട്ട് എനിക്കൊരു കോൾ വരുന്നു. അവിടെ ചെന്നിട്ട് ശേഷമാണ് ഞാൻ അറിയുന്നത് ഇന്നപോലെ ഈ കമ്പനിയാണ്, ഈ ചാനലാണെന്നൊക്കെ ഞാൻ അറിയുന്നത്. അപ്പം നെക്സ്റ്റ് ഡേ ഉച്ചയ്ക്ക് അതിൻ്റെ പൂജയാണ്, അതിൻ്റെ ഷൂട്ടും തുടങ്ങുക. പിന്നെയാണ് ഞാൻ ഈ കഥ അറിയുന്നത്. അതായത് എന്നോട് പറയുമ്പോൾ 2 നായകന്മാർക്കിടയിൽ പെട്ടുപോകുന്നൊരു നായകൻ്റെ കഥ, ഇതാണ് കഥ. പിന്നെയാണ് ഈ കഥ പറയുമ്പോഴേക്കും ഓട്ടോമാറ്റിക്കലി ദ ഫസ്റ്റ് എപ്പിസോഡിൽ തന്നെ ഒരു ഹുക്ക് പോയിന്റ് ഉണ്ട്. ലൈക്ക് ഒരു കല്യാണം ഉറപ്പിച്ച് വെച്ചിരിക്കുന്നു, ആ സമയത്ത് വേറൊരു കുട്ടിയെ കല്യാണം കഴിച്ചുകൊണ്ട് വരുന്നു, ഇനി എന്താ സംഭവിക്കുന്നുള്ളതാണ് എൻ്റെ ഒരു ഹുക്ക് പോയിന്റ്. പിന്നെ അന്ന് എനിക്ക് സീരിയലിനെ പറ്റി ആധികാരികമായിട്ടൊന്നും ചിന്തിക്കാനോ കാര്യമായിട്ടൊന്നും ഇല്ലായിരുന്നതുകൊണ്ട് കുഴപ്പമില്ല. പക്ഷെ തുടങ്ങി ഒരു 2-3 മാസം കഴിഞ്ഞപ്പോഴേക്കും ഞാൻ ചോദിച്ചു, ഞാൻ എൻ്റെ സീരിയലിൽ ആദ്യത്തെ എപ്പിസോഡിലും ലാസ്റ്റ് എപ്പിസോഡിൽ പോസ്റ്റ് ക്ലൈമാക്സിൽ മാത്രമേ ഞാൻ ചിരിച്ചിട്ടുള്ളൂ. ബാക്കി എല്ലാത്തിനും അത് ഭയങ്കര ഗൗരവം പിടിച്ചിട്ട് അതെ പറ്റുള്ളായിരുന്നു. കാരണം വീട്ടിൽ തന്നെ ഒരു 10-16 ആൾക്കാരുണ്ട്. ഇപ്പൊ ഇവരുടെയൊക്കെ മുന്നിൽ കള്ളത്തരം ഒളിപ്പിച്ചു വെക്കണം. അപ്പൊ അത് എനിക്ക് കുറച്ചു കാലം കഴിഞ്ഞപ്പോഴേക്കും എനിക്ക് തന്നെ അത് ഭയങ്കരമായിട്ട് പിരിമുറുക്കം ഉണ്ടാക്കുന്ന ഒരു സിറ്റുവേഷൻ. അപ്പൊ ഇതിന് തമിഴും സൈമിൾട്ടേനിയസ്ലി 6 മാസം കഴിഞ്ഞിട്ട് തുടങ്ങുന്നുണ്ട്. എൻ്റെ നായിക പോയി. അപ്പൊ എന്നെ വിളിക്കുന്ന സമയത്ത് ഞാൻ പറഞ്ഞു, ഞാനില്ല, എനിക്ക് 30 ദിവസം ഇത് തന്നെ ചെയ്തുകൊണ്ടിരിക്കാൻ വയ്യാന്നുള്ളൊരവസ്ഥയായി. അത് ഒരിക്കലും കണക്ട് ചെയ്യാൻ പറ്റാത്തൊരു ക്യാരക്ടറാണ്. പക്ഷെ ഇപ്പോഴും ഞാൻ തിരിഞ്ഞു നോക്കുമ്പോൾ ആളുകൾ എന്നോട് പറയും, അയ്യോ അഭിനയിക്കാൻ അന്ന് അറിയത്തേയില്ല. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് അഭിനയിക്കാൻ അറിയത്തില്ലായിരുന്നു എന്നുള്ളത് സത്യമായിട്ടുള്ളൊരു യാഥാർത്ഥ്യമാണ്, ഞാൻ അംഗീകരിക്കുന്നു. പക്ഷേ അങ്ങനെ ഒരു ക്യാരക്ടർ അങ്ങനെ ചെയ്യാൻ പറ്റുള്ളൂ. കാരണം അത് ലൗഡായിട്ട് ചെയ്യാൻ പറ്റില്ല. കാരണം കല്യാണം കഴിച്ചിരിക്കുന്ന 2 പേരും വീട്ടിലുണ്ട്. ഈ പറയുന്ന പോലെ ഒരാള് 2 പേരും ചേച്ചി അനിയത്തിയാണ്. ഇത് അവർക്കറിയില്ല. ഇങ്ങനെ കുറെ മിസ്റ്ററീസ് ഉണ്ട്. ഇതെല്ലാം അറിയാവുന്ന ഒരേ ഒരാൾ ഞാൻ. അപ്പൊ എനിക്ക് ചിരിച്ച് കളിച്ച് നടക്കാൻ പറ്റില്ല, വേറെ ഒന്നും. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ റൊമാൻസോ കാര്യങ്ങളൊന്നും ഇല്ലാത്തൊരു സീരിയസ് ആയിട്ടുള്ള ഒരു സബ്ജക്ട് പറയുന്ന ഒരു സംഭവമായിരുന്നു. പക്ഷെ അതിന് എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ ആൾക്കാർ ഏറ്റെടുത്ത ചേട്ടന്റെ ഒരു ക്യാരക്ടർ അതാണ് അല്ലേ, നീലക്കുയിലിലെ. എല്ലാ അമ്മമാരും മുത്തശ്ശിമാരും ഏറ്റെടുത്ത. ഞാൻ എവിടെ പോയി കഴിഞ്ഞാലും ഇപ്പോഴും ആൾക്കാർ ആദ്യമല്ലേ എന്ന് ചോദിക്കും. അത് ഒബിയസ്ലി ഏഷ്യാനെറ്റ് എന്ന് പറയുന്നതാണ് എല്ലാവരുടെയും ഫസ്റ്റ് ചോയ്സ്. പിന്നെ നമ്മൾ പിന്നീടാണ് ഈ പറഞ്ഞ പോലെ ഞാൻ ചൂസ് ചെയ്യാൻ തുടങ്ങിയത്. ഇനി ഞാൻ ചെയ്യുന്ന ക്യാരക്ടേഴ്സിനൊക്കെ ഒരു എന്തെങ്കിലും ഒരു ഡെപ്ത് ഉണ്ടാവണം എന്നുള്ളത് എനിക്ക് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പൊ ഞാൻ പറഞ്ഞല്ലോ നേരത്തെ, ഞാൻ മറന്നുപോയ കാര്യം ഞാൻ ഇപ്പൊ വീണ്ടും ചേട്ടനടുത്ത് സംസാരിച്ചപ്പോൾ എനിക്ക് ഇപ്പൊ ഇത്രയും നേരം ചേട്ടനടുത്ത് സംസാരിച്ചപ്പോഴായാലും ചേട്ടൻ്റെ മുന്നത്തെ ഇന്റർവ്യൂസ് ഞാൻ കണ്ടപ്പോഴായാലും എനിക്ക് ഫീൽ ചെയ്തത് ചേട്ടൻ കുറച്ചും കൂടെ എന്താ പറയാ സ്ട്രെയിറ്റ് ഫോർവേഡ് ആയിട്ട് കാര്യങ്ങൾ സംസാരിക്കുന്ന ഒരാളാണ്. ഒന്നും ഒളിച്ചു വെക്കാണ്ട് പറയാനുള്ളത് മുഖത്ത് നോക്കി പറയുന്ന ഒരു ക്യാരക്ടറാണോ ശരിക്കും ചേട്ടന്റെ? തീർച്ചയായിട്ടും. നമുക്ക് പറയാനുള്ള കാര്യങ്ങൾ പറയുകയാണെങ്കിൽ അത് അവിടെ തീരും. നമ്മൾ മറച്ചു വെക്കുമ്പോഴാണല്ലോ നമ്മളിങ്ങനെ ഹോണ്ട് ചെയ്തോണ്ട്. അത് പറയുന്ന സമയത്തുണ്ടാകുന്ന ഒരു പ്രശ്നം മാത്രമേ ഉള്ളൂ. അത് കാരണം നമുക്ക് ചിലപ്പോൾ ബന്ധങ്ങളൊക്കെ നഷ്ടപ്പെട്ടെന്നിരിക്കും. പക്ഷെ അറ്റ് ദ എൻഡ് ഓഫ് ദി ഡേ നമുക്കൊരു സാറ്റിസ്ഫാക്ഷൻ, ഒരു സമാധാനം ഉണ്ടാവും, മനസ്സുമാരത്തോടെ കിടന്നുറങ്ങാൻ പറ്റും എന്ന് വിശ്വസിക്കുന്ന ആളാണ്. അല്ല, ഇങ്ങനെ തുറന്നടിച്ച് പറഞ്ഞിട്ട് എപ്പോഴെങ്കിലും എന്തെങ്കിലും ഇപ്പൊ ബന്ധങ്ങൾ എന്തെങ്കിലും നഷ്ടപ്പെട്ടിട്ടുണ്ടോ? അങ്ങനെ തീർച്ചയായിട്ടും എത്രയോ ഒക്കേഷൻസ് ഉണ്ട്. കാരണം ഇപ്പം ഞാൻ നിൽക്കുന്ന ഒരു ഇൻഡസ്ട്രി ആണെങ്കിലും പലരെയും പ്ലീസ് ചെയ്ത് നിൽക്കേണ്ട ഒരു സാഹചര്യമൊക്കെ വരാറുണ്ട്. പക്ഷേ എനിക്കാകെ ഞാൻ വിശ്വസിക്കുന്ന ഒരു കാര്യം മാത്രമേ ഉള്ളൂ, ഞാൻ ചെയ്യുന്ന ജോലി ഞാൻ കറക്റ്റ് ടൈമിൽ ആർക്കും ബുദ്ധിമുട്ടില്ലാതെ ഞാൻ ചെയ്യുന്നുണ്ടെങ്കിൽ ബാക്കി കാര്യങ്ങൾ അവരെനിക്ക് ചെയ്തു തരേണ്ട അല്ലേ. ഞാൻ അവകാശങ്ങളല്ല പറയുന്നത്, എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ പറയാൻ പറ്റും. ഇപ്പം ഫോർ എക്സാമ്പിൾ ഇപ്പം എനിക്ക് 7:30 ഷൂട്ട് വെച്ചു, ഞാൻ 7:30 അവിടെ ഇല്ല എന്നുണ്ടെങ്കിൽ എനിക്കൊന്നും പറയാനുള്ളൊരു സാഹചര്യം ഉണ്ടാകുന്നില്ല. ഞാൻ 7:30 അവിടെ ഉണ്ടാവും. 9:30 കഴിഞ്ഞ് 10 മണി 11 മണി 12 മണി ഷൂട്ട് പോയാലും ഞാൻ അവിടെ ഉണ്ടാവാറുണ്ട്. അപ്പോൾ പിന്നെ ഞാൻ കാരണം ഒരു സീൻ ഒന്നുകൂടെ ഒന്ന് റീടേക്ക് പോകേണ്ട ആവശ്യമോ അല്ലെങ്കിൽ ഞാൻ കാരണം സമയം പോകേണ്ട ഒരു സാഹചര്യമൊന്നും ഇതുവരെ ഉണ്ടായിട്ടില്ല. അപ്പോൾ എനിക്ക് പറയാനുള്ളൊരു ഇതുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഓക്കെ. അപ്പം ഇപ്പം ചേട്ടൻ പറഞ്ഞല്ലോ നീലക്കുയിലിൽ നായിക പിന്മാറി. അപ്പൊ പെട്ടെന്ന് നമ്മൾ ഇത്രയും നാളൊരു ക്യാരക്ടർ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് അതിന്റെ കൂടെ അഭിനയിച്ച ആള് പിന്മാറുമ്പോൾ നമ്മൾ അത്രയും നാളെടുത്ത എഫേർട്ട്, അതിന്റെ ഒരു കണ്ടിന്യൂറ്റി ഒക്കെ നഷ്ടപ്പെടുന്നു. നീലക്കുയിലിലെ നായിക
ചേട്ടൻ പറഞ്ഞില്ലേ പിന്മാറി എന്ന് പറഞ്ഞില്ലേ, കൂടെ ഉണ്ടായിരുന്ന പെൺകുട്ടി പിന്മാറി? നീലക്കുയിൽ ആദ്യം ഉണ്ടായിരുന്ന കുട്ടി പാവനി റെഡ്ഡി. അയാളാണ് ഇപ്പം വന്നിട്ട് തമിഴിലെ എല്ലാ വെബ് സീരീസും ഒക്കെ അയാളാണ് ചെയ്യുന്നത്. പിന്നെ ബിഗ് ബോസ് സീസൺ 5 റണ്ണറപ്പ് ആയിരുന്നു. ഇപ്പം വന്നിട്ട് ജയ് കാളി ഓം കാളി, അതാണ് അദ്ദേഹത്തിന്റെ റീസെന്റ് ആയിട്ടുള്ള വെബ് സീരീസ് ഹോട്ട്സ്റ്റാറിൽ. അതിന് മുമ്പ് അജിത്തിന്റെയും മഞ്ജു വാര്യരും തമിഴിൽ ചെയ്ത തുനിവ്, അതിൻ്റെ അകത്ത് അജിത്തിന് സിസ്റ്റർ ആയിട്ടായിരുന്നു. അപ്പൊ അയാള് ഷീസ് ഡൂയിങ് ഗുഡ് ഇൻ തമിഴ്. അയാള് പിന്മാറിയതല്ല, ഡേറ്റ് ഇഷ്യൂസ് ഉണ്ടായിരുന്നു. തമിഴ് ആ സമയത്ത് ചെയ്തുകൊണ്ടിരിക്കുന്ന ടൈമിലാണ് മലയാളത്തിനും ചെയ്തത്. അപ്പം നമുക്ക് രണ്ടും കൂടെ ഒത്തുവരുന്നുണ്ടായില്ല. അപ്പം ലൈഫിൽ എനിക്ക് മറക്കാൻ പറ്റാത്ത വേറൊരാളെന്ന് പറയുന്നത് അയാൾ തന്നെയാണ്. കാരണം ഞാൻ വന്ന ഒരു 3-ാമത്തെ ദിവസമൊക്കെ ആയപ്പോഴേക്കും ഞാൻ വീട്ടിൽ വിളിച്ചു, നമുക്ക് പറ്റുന്ന പണിയില്ല, ഞാനങ്ങ് നിർത്തുക. കാരണം സിനിമ ഞാൻ ചെയ്യുമ്പോഴേക്കും ഒരു ദിവസം ഒരു സീൻ ലൈക്ക് എത്ര വേണമെങ്കിലും നമുക്ക് റീടേക്ക് പോകാം, ഇതിങ്ങനൊന്നും പറ്റില്ല. അപ്പം എനിക്ക് അതിൻ്റെ ബുദ്ധിമുട്ടുകളുണ്ടായിരുന്നു. അപ്പം എനിക്ക് ആദ്യമേ എന്നോട് വന്നിട്ട് പറയുന്നത് ജസ്റ്റ് ബിഹേവ്, ഇപ്പം അഭിനയിക്കണ്ട. ഇപ്പം നമ്മൾ ഒന്ന് പ്രിപ്പയർ ചെയ്തിട്ട് ഇങ്ങനെ ചായ കുടിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഇങ്ങനെ ചായ കുടിക്കണമെങ്കിൽ പ്രിപ്പയർ ചെയ്തിട്ട് ഇരിക്കുമ്പോഴാണല്ലോ ഈ പ്രശ്നം വരുന്നത്. അപ്പം നമ്മൾ നോർമലി ലൈഫിൽ എങ്ങനെയാണോ ചായ കുടിക്കുന്നത്, അപ്പോൾ അതിൻ്റെ ഇടയിൽ ഒന്ന് ഡയലോഗ് പറഞ്ഞിട്ട് ഒന്ന് ചായ കുടിച്ച് നോക്കൂ എന്ന് പറഞ്ഞു. അപ്പോൾ അതെനിക്കൊരു വലിയൊരു ടിപ്പായിരുന്നു. സോ ഇപ്പോൾ എൻ്റെ ആദ്യത്തെ സമയങ്ങളിലൊക്കെ അത് ഭയങ്കരമായിട്ട് എന്നെ രക്ഷിച്ചിട്ടുണ്ട് സത്യം. അപ്പം എനിക്കൊരു അയാൾ ഓൾറെഡി തമിഴിൽ അന്നേരം 2-3 ഹിറ്റ് സീരിയലിലെ നായികയായിരുന്നു. അപ്പൊ അതിന്റെ ഒരു തലക്കനം ഒന്നും ഇല്ലാതാണ് എൻ്റെ കൂടെ വന്ന് അഭിനയിച്ചത്. അത് എനിക്ക് നന്നായിട്ട് ഗുണം ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇങ്ങനെ മിക്ക സീരിയലിലും ഇങ്ങനെ ഇടയ്ക്ക് വെച്ചിട്ട് നായികമാര് മാറുന്നുണ്ട്. അപ്പൊ അത് ആ ഒരു സീരിയലിന്റെ കണ്ടിന്യൂറ്റിനെ അഫക്ട് ചെയ്യുന്ന പോലെ, അല്ലെങ്കിൽ നമ്മുടെ കൂടെ അഭിനയിക്കുമ്പോൾ അത്രയും നാള് കണ്ട ഒരാളല്ല പിന്നീട് അടുത്ത എപ്പിസോഡിൽ വരുന്നത്. അപ്പൊ ആ ഒരു ഒന്ന് ജെല്ലാവാനൊക്കെ കുറച്ച് ടൈം എടുക്കില്ലേ? നോട്ട് നെസസറി. ഇപ്പം എൻ്റെ നായിക ഒരാൾ മാത്രമേ ഇതുവരെ മാറിയിട്ടുള്ളൂ. പക്ഷേ കൂടുതലുള്ള ക്യാരക്ടേഴ്സ് ഒക്കെ ഒരുപാട് മാറാണ്ട്. പക്ഷേ there's no other go. നമുക്ക് ഷോ മസ്റ്റ് ഗോ ആണല്ലേ. അപ്പം വരുന്ന ആൾക്കാരെ നമ്മൾ കംഫർട്ടബിൾ ആക്കി വെക്കാന്ന് മാത്രമേ ഉള്ളൂ. എൻ്റെ ഒരു നേച്ചർ അനുസരിച്ച് ഇപ്പോൾ ഒരാൾ പോയി കഴിയുമ്പോൾ ആ ആൾക്ക്, ഇപ്പം ഞാനൊരു പുതിയ സെറ്റിലേക്ക് പോകുമ്പോൾ എനിക്കുണ്ടാകുന്ന ഒരു ഇൻഹിബിഷൻസ് ഞാൻ മനസ്സിലാക്കി മറ്റേ ആൾ വരുമ്പോഴേക്കും അതിനെ ഒന്ന് മാറ്റി കൊടുക്കുക എന്നുള്ളതാണ് എൻ്റെ ഉത്തരവാദിത്വം. മീ ബീയിങ് ദ ലീഡ് ഇൻ ദാറ്റ് ലൊക്കേഷൻ എന്ന് പറയുമ്പോഴേക്കും ഞാൻ അതിൻ്റെ ഒരു ഇനിഷ്യേറ്റീവ് എടുക്കാറുണ്ട്. ഓക്കെ. അപ്പൊ ചേട്ടൻ എഞ്ചിനീയറിംഗ് ആണ് പഠിച്ചത് എന്ന് പറഞ്ഞു. അപ്പൊ എഞ്ചിനീയറിംഗ് കംപ്ലീറ്റ്ലി ഇപ്പോ ഡ്രോപ്പ് ചെയ്തിട്ടാണല്ലോ ഈ ഒരു നമ്മുടെ സീരിയൽ ചെയ്യുന്നു, സിനിമ ചെയ്തു, അങ്ങനെയൊക്കെ. അപ്പൊ ആ ഒരു ഡിസിഷൻ മൈൻഡിന് പറഞ്ഞ് പ്രിപ്പയർ ചെയ്യാൻ കുറച്ച് സമയം എടുത്തിട്ടുണ്ടാവും. കാരണം അത്രയും 5 വർഷം എഞ്ചിനീയറിംഗ് 4 വർഷമാണോ? 4 വർഷം പഠിച്ച് ജോലി ഉണ്ടായിരുന്നു. ജോലിയൊക്കെ വേണ്ടാന്ന് വെച്ചിട്ട് നമ്മള് ഇപ്പം സിനിമയാണെങ്കിലും സീരിയൽ കുറച്ചും കൂടെ എന്താ പറയുക, നമുക്കൊരു ഉറപ്പുള്ളൊരു ഫീൽഡാന്ന് പറയും. സിനിമ എന്ന് പറഞ്ഞാൽ നമുക്ക് ഒന്നും പറയാൻ പറ്റത്തില്ല. അപ്പൊ ആ ഒരു ഡിസിഷൻ എടുക്കാൻ വേണ്ടിയിട്ട് കുറേ സമയം എടുത്തിട്ടുണ്ടാവും, ഒരുപാട് തോട്ട്സ് ഉണ്ടായിട്ടുണ്ടാവുമല്ലോ മനസ്സിൽ. എവറിത്തിങ് ഇസ് എ ഡെസ്റ്റിനി എന്ന് ഞാൻ പറയുള്ളൂ. കാരണം എനിക്ക് ആദ്യം മുതലേ സിനിമ നടൻ ആവണം എന്നുള്ളത് തന്നെയായിരുന്നു ചെറുപ്പം തൊട്ടേ. എനിക്ക് 7ാം ക്ലാസ് തൊട്ടൊക്കെ എൻ്റെ ആഗ്രഹം അത് തന്നെയായിരുന്നു. അപ്പം എൻ്റെ വീട്ടിലും അപ്പയ്ക്കും മമ്മിക്കൊക്കെ അറിയാം. പിന്നെ അവരും അതിനു വേണ്ടിയുള്ള സഹായങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷേ അപ്പയുടെ ഏറ്റവും അടുത്ത സുഹൃത്തായിരുന്നു തമ്പി കണ്ടെന്നാണ്. രാജാവിൻ്റെ മകൻ പോലുള്ള പടങ്ങളൊക്കെ എടുത്തിട്ടുള്ള തമ്പിയങ്ങൾ അപ്പയുടെ ഫ്രണ്ടായിരുന്നു. അപ്പം ഇവർ രണ്ടുപേരും ഉള്ള സമയത്ത് എന്നെ ബാംഗ്ലൂരിൽ ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുന്ന ടൈമിൽ വിളിക്കുമ്പം പറയും, തമ്പിയങ്ങൾ എപ്പോഴും പറയുന്നൊരു കാര്യം, നീ ആദ്യമേ പഠിച്ച് ഒരു എക്സ്പീരിയൻസ് ജോലിയിൽ ഉണ്ടാക്കിയതിന് ശേഷം മാത്രം സിനിമയെ പറ്റി ചിന്തിച്ചാൽ മതി എന്ന് പറയും. അപ്പൊ ഞാനത് ഫോളോ ചെയ്തു. ആ ഒരു വാക്കുകളാണ് എഞ്ചിനീയറിംഗ് വരെ എത്തിച്ചതല്ലേ? അല്ല, ഞാൻ പഠിക്കാൻ മോശമല്ലായിരുന്നു. അപ്പൊ ഞാൻ ഒരു മോനെ ഉള്ളായിരുന്നു, ഒറ്റ മോനെ ഉണ്ടായിരുന്നു. അപ്പൊ വീട്ടുകാർക്ക് നമ്മളൊരു ചീത്തപ്പേരുണ്ടാക്കാൻ പറ്റില്ല. അപ്പൊ എന്തിനും ഏതിനും അപ്പയും മമ്മിയും കൂടെ നിൽക്കുമ്പോൾ നമ്മളും തിരിച്ചെന്തെങ്കിലും കൊടുക്കണമല്ലോ. പിന്നെ ഞാൻ ബാംഗ്ലൂർ പോയതിനു ശേഷം ഈ പറഞ്ഞ പോലെ എനിക്ക് കുറെ ഓപ്പർച്യൂണിറ്റി, സിനിമയല്ലാതെ എനിക്ക് ഇന്ത്യൻ എയർഫോഴ്സിൽ ഫ്ലൈയിങ് ഓഫീസറായിട്ട് സെലക്ഷൻ കിട്ടിയിരുന്നു. അപ്പൊ ഞാൻ ചിന്തിച്ചു, ഇനി പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ സിനിമയിൽ അഭിനയിക്കാൻ പറ്റില്ല, അത് ഞാൻ ഡ്രോപ്പ് ചെയ്തു. വേറെ ഏതെങ്കിലും വീട്ടുകാരാണ് അന്നേരം കൈയും തല്ലി ഓടിച്ചേനെ. ഓക്കെ വിത്ത് ദാറ്റ്. എനിക്ക് പുറത്ത് പോയി പഠിക്കാനുള്ള MSc ചെയ്യാനുള്ള സ്കോളർഷിപ്പ് കിട്ടിയിരുന്നു. അതും ഞാൻ ഈ പറഞ്ഞ പോലെ വേണ്ടാന്ന് വെച്ചു. അപ്പൊ അതൊക്കെ തിരിഞ്ഞു നോക്കുമ്പോൾ അതൊക്കെ ഒരു റിഗ്രറ്റ് ചെയ്യാനുള്ള കാര്യങ്ങൾ ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു. പക്ഷെ അൾട്ടിമേറ്റ്ലി ചോദിച്ച ചോദ്യത്തിന് അതൊക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ ഞാൻ അത്യാവശ്യം നല്ലോണം ഏൺ ചെയ്യുന്നുണ്ടായിരുന്നു. ഏൺ ചെയ്യുന്നിടത്ത സമയത്താണ് ഈ സിനിമ സംഭവിക്കുന്നത്. അപ്പോൾ സിനിമ സംഭവിക്കുന്ന സമയത്തും ഐ വാസ് വർക്കിംഗ്, ജോലി കളഞ്ഞിട്ടുണ്ടായില്ല. ഈ ഫസ്റ്റ് സീരിയൽ ചെയ്ത് കഴിഞ്ഞപ്പോഴേക്കുമാണ് എനിക്കത് റിസൈൻ ചെയ്യേണ്ടി വന്നത്. കാരണം രണ്ട് വഞ്ചിയിൽ കാല് വെച്ച് നടക്കാൻ പറ്റാത്തൊരവസ്ഥ പറ്റി. അന്നേരത്തേക്കും പിന്നെ അതൊരു ബേർഡനായി മാറരുതെന്നുള്ള എൻ്റെ ഒരു ഇതായിരുന്നു. കാരണം ഐ വാസ് ഏർണിംഗ് ദാറ്റ് മച്ച്. അപ്പം ഇവിടെ കിട്ടുന്നതിന് ഇതിനൊരു ലിമിറ്റേഷൻസ് ഉണ്ട്. അപ്പോൾ ആ ലിമിറ്റേഷൻസ് നമുക്ക് ഒരിക്കലും ബാക്കിയുള്ളവർക്ക് അതൊരു പ്രഷറായി മാറരുത്. അപ്പം ഞാനൊരു ബാച്ചിലർ ആയിരുന്നെങ്കിൽ അല്ലെങ്കിൽ അങ്ങനെ ഒരു പ്രശ്നം വരില്ല. ഇതിപ്പോൾ എൻ്റെ എൻ്റയർ ഫാമിലി നോക്കണം.
അപ്പൊ അതൊരു വലിയൊരു ബാധ്യതയായിരുന്നു. ആയിരുന്നു. ചലഞ്ച് എന്ന് തന്നെ പറയാം. കാരണം ഫസ്റ്റ് സീരിയൽ ചെയ്യുന്നിടം വരെ എനിക്ക് ഒരു പ്രശ്നമില്ലായിരുന്നു. അതിനെപ്പറ്റി ഞാൻ ബോധയുടെ അല്ല. പിന്നെ ഇതാണ് എൻ്റെ പ്രൊഫഷൻ എന്ന് ഞാൻ തീരുമാനിച്ചതിന് ശേഷം എടുക്കുന്ന എല്ലാ ഡിസിഷൻസും ഈ പറഞ്ഞ ഈ സീരിയൽ ചൂസ് ചെയ്യുമ്പോൾ അത് ഹിറ്റ് ആവുന്നതായിരിക്കണം, അതിൻ്റെ കഥ നല്ലതായിരിക്കണം, ഏത് ചാനലാണെന്ന് നമ്മൾ തീരുമാനിക്കണം. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന സീരിയലിൻ്റെ ടൈമിൽ തന്നെ ഇഷ്ടം പോലെ നല്ല സബ്ജക്ട്സുമായിട്ട് പല ചാനലിൽ നിന്ന് വരും. അപ്പം ആ ടൈമിൽ നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഡ്രോപ്പ് ചെയ്തിട്ട് അത് പോയി ചെയ്യാൻ പറ്റില്ല. അതേസമയം ഒരു സീരിയൽ തീരുന്ന സമയമാകുമ്പോഴേക്കും ഇതൊന്നും ഉണ്ടാവില്ല. ഒന്നെങ്കിൽ നല്ല ചാനലായിരിക്കണം, അല്ല നല്ല ചാനലാണെങ്കിൽ നമുക്ക് ഇഷ്ടപ്പെടാത്തൊരു സ്റ്റോറി ലൈൻ ആയിരിക്കും. അപ്പൊ അങ്ങനെ എല്ലാ ചേരുവകളും കൂടെ ചേർന്ന് വരുമ്പോൾ മാത്രമേ നമുക്ക് ഒരു സീരിയൽ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ അത് ഒന്ന് ഞാൻ പ്രിപ്പയർ ചെയ്യും. അപ്പൊ ഇനി ചേട്ടൻ എങ്ങനത്തെ ഒരു ക്യാരക്ടറാണ് ചെയ്യാൻ ആഗ്രഹം? സീരിയലിൽ അങ്ങനെ പ്രത്യേകിച്ച് എന്തെങ്കിലും ചെയ്യാനുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് ഒരു ലിമിറ്റഡ് ഇത് മാത്രമേ ഉള്ളൂ. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പം കളിവീടിൽ ചെയ്തിരിക്കുന്നു, ഇതിൻ്റെ അത് ചെയ്തിരിക്കുന്നതും ഏകദേശം ഒരേ ക്യാരക്ടേഴ്സ് തന്നെയാണ്. കളിവീടിൽ ഭയങ്കര മച്ചുവേർഡ് ആയിട്ടുണ്ടായിരുന്ന ഭയങ്കര ഒരു ഫാമിലി ഓറിയന്റഡ് ആയിട്ടുള്ള ഒരു ഫാമിലി മാൻ. ഇതിൻ്റെ അത് അതുപോലെ തന്നെ ഭയങ്കര ഫാമിലി ആയിട്ട് ഭയങ്കര കണക്ഷനുള്ള അച്ഛൻ, മുത്തശ്ശി, അമ്മ, അച്ഛനൊക്കെ ആയിട്ടുള്ള കണക്ഷനുണ്ട്. അതിൻ്റെ അത് ഭയങ്കര മച്ചുവേർഡ് ആയിട്ടുള്ള റൊമാൻസ് ആയിരുന്നു. ഇതിൻ്റെ അത് ഒട്ടും മച്ചുവേർഡല്ലാത്ത റൊമാൻസ് ആണ്. അപ്പൊ ആ ഒരു ഡിഫറൻസ് മാത്രമേ ഞാൻ കൊണ്ടുവന്നിട്ടുള്ളൂ. അപ്പൊ കാണുകയാണെങ്കിൽ അതിനകത്ത് ഭയങ്കര സട്ടിലായിട്ടുള്ള റൊമാൻസ് ആയിരുന്നു കളിവീടിൻ്റെ അതുണ്ടായിരുന്നത്. ഇതിനകത്ത് ഭയങ്കര ലൗഡാണ്. അപ്പം കാണുന്നവര് വിചാരിക്കും ഇവന് വേറെ പണിയൊന്നുമില്ലെന്ന് ചോദിക്കും. പക്ഷെ അതിനകത്താണല്ലോ ഒരു ഡിഫറൻസ് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ അത് തന്നെയാണ് ഇതെന്ന് പറയും. ഇപ്പൊ രണ്ട് സീരിയലിലും ഇപ്പൊ ചേട്ടൻ പറഞ്ഞു റൊമാൻറ്റിക് ഇതിന് മാത്രമാണ് വ്യത്യാസമുള്ളൂ. ശരിക്കും ചേട്ടൻ റിയൽ ലൈഫിൽ ഒരു റൊമാൻറ്റിക് ഹീറോ ആണോ? ഞാൻ ഹീറോ ആണോന്ന് ചോദിച്ചാൽ തന്നെ സംശയമാണ്. അന്നേരമാണ് റൊമാൻറ്റിക് ഹീറോ. അല്ല എന്നാലും അത്യാവശ്യം റൊമാൻസ് എല്ലാവർക്കും ഉണ്ടാവില്ല, അതൊക്കെ ഉള്ളൂ. അല്ലാതെ നമ്മൾ സീരിയലും സിനിമയിലും ചെയ്യുന്ന നല്ല ജീവിതം എന്ന് വിശ്വസിക്കുന്ന ആളാണ്. കാരണം നമ്മള് സോഷ്യൽ സർക്കിളിൽ നമുക്ക് എപ്പോഴും ഒരു ഇൻഹിബിഷൻസ് ഉണ്ടാവും. മറ്റേത് നമുക്ക് വേറെ വഴിയില്ല, ചെയ്തേ പറ്റുള്ളൂ. അപ്പം ക്യാമറയുടെ മുമ്പിൽ നിൽക്കുമ്പോഴേക്കും കുറെ അവിടുന്ന് ഇവിടുന്ന് ഒക്കെ ഇപ്പൊ ഡയറക്ടർ ആണെങ്കിലും ബാക്കിലിരുന്ന് പറഞ്ഞോണ്ടിരിക്കും അത് ചെയ്തോ ഇത് ചെയ്തോ എന്ന് പറയും. അപ്പൊ ഓട്ടോമാറ്റിക്കലി നമ്മൾ അവരുടെ സമയം കളയണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ഈ പറഞ്ഞാൽ അത് വന്നു പോകുന്നതാണ്. അപ്പൊ ചേട്ടൻ ഇപ്പം കളിവീട് ചെയ്തോണ്ടിരുന്ന ടൈമിൽ തന്നെയാണ് സ്നേഹപൂർവ്വം ശ്യാമ ചെയ്തത് തുടങ്ങുന്നത്. അപ്പൊ ഇതിന്റെ ഒക്കെ ഇടയ്ക്ക് ചേട്ടനാണെങ്കിൽ ഇപ്പം ഒരു ഷൂട്ടിന്റെ ഒരു 15 ദിവസം ഒരു സെറ്റ് ഉണ്ടാവും, പിന്നെ അത് കഴിയുമ്പോൾ തന്നെ അടുത്തതിന്റെ. അപ്പൊ ഈ ഫാമിലി ടൈമിനൊക്കെ ടൈം കിട്ടാറുണ്ട്? തീർച്ചയായും ഞാൻ എന്തായാലും അതുകൊണ്ടാണ് ഈ പല ഇന്റർവ്യൂയും കാര്യങ്ങളൊക്കെ വരുമ്പോഴും ഞാൻ, കാരണം വീട്ടുകാർക്ക് എന്നെ എന്തായാലും മിസ് ചെയ്യും. എസ്പെഷ്യലി മോൻ തീരെ ചെറുതാണ്. അപ്പൊ അവൻ ഞാൻ വന്നിട്ട് വേണം ക്രിക്കറ്റ് കളിക്കാൻ പോകാൻ അല്ലെങ്കിൽ സ്വിമ്മിങ്ങിന് പോകാൻ എന്നൊക്കെ പറഞ്ഞിരിക്കുന്ന ആളാണ്. ഉള്ള ടൈം ഞാൻ മാക്സിമം അവിടെ സ്പെൻഡ് ചെയ്യാൻ ശ്രമിക്കും. അതൊരു മെയിൻ പ്രശ്നമാണ്. ഈ പറഞ്ഞാല് ഷൂട്ട് ഇവിടെ അല്ലല്ലോ, നമുക്ക് വേറെ ലൊക്കേഷനിലാണ്. പിന്നെ മെയിൻലി മെയിൻ പ്രശ്നം നമ്മളൊരു 9 to 9 ജോലിയല്ല നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അല്ല ഒരു 9 hours ജോബ് അല്ല നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എൻ്റെ 6:30 ഞാൻ രാവിലെ ഇറങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ തിരിച്ചെത്തുന്ന റൂമിലെത്തുമ്പോഴേക്കും ഒരു 11 എന്തായാലും. പിന്നെ ഫ്രഷൻ അപ്പ് ആയി ഫുഡ് കഴിച്ച് വീട്ടിൽ വിളിക്കുന്ന ടൈം ആകുമ്പോഴേക്കും അവൻ എന്തായാലും ഉറങ്ങിയിട്ടുണ്ടാവും. പിന്നെ കോൺവെർസേഷൻസ്, പിന്നെ എൻ്റെ ഉത്തരവാദിത്തമാണ് അവനുമായിട്ടുള്ള ഒരു കോൺവെർസേഷൻ മുറിഞ്ഞു പോയത്. കാരണം അറ്റ് എൻഡ് ഓഫ് ദ ഡേ അവൻ തിരിഞ്ഞു നോക്കുമ്പോഴേക്കും അവന്റെ നല്ല പ്രായത്തിൽ അവന്റെ അപ്പൻ കൂടെ ഇല്ലായിരുന്നു എന്നുള്ളൊരു പേര് നമുക്ക് വരാൻ പാടില്ല. അപ്പം ചേച്ചി എത്രത്തോളം സപ്പോർട്ടിംഗ് ആണ്? വെരി സപ്പോർട്ടീവ്. കാരണം ഞാൻ കല്യാണം കഴിഞ്ഞതിന് ശേഷമാണ്. അപ്പം എന്റെ അപ്പനൊക്കെ പറഞ്ഞ ഒറ്റക്കാരുള്ളൂ. പണ്ടായിരുന്നു എനിക്ക് മാത്രം തീരുമാനം എടുത്താൽ മതി. ഷീ ഹാസ് ടു ടേക്ക് ദ ഡിസിഷൻ. വെരി സപ്പോർട്ടീവ്. കാരണം അല്ലെങ്കിൽ she was the one who actually sent the pictures ഓഡിഷന് വേണ്ടി ആദ്യമേ വിടുന്നത്. കാരണം ഞാനും ബേസിലൊക്കെ ചേർന്നിട്ട് ഞങ്ങൾ കുറെ ഷോർട്ട് ഫിലിംസ് ഒക്കെ ചെയ്തിട്ടുണ്ട്. അതൊക്കെ എന്റെ ലാപ്ടോപ്പിൽ ഒളിച്ചു മൂടി ഇങ്ങനെ വെച്ചിട്ടുണ്ടായിരുന്നു. ഇതൊക്കെ യാദൃശ്യമായിട്ട് കണ്ടതിന്റെ പേരിലാണ് ഷീ സെന്റ് ദി പിക്ചേഴ്സ്. അങ്ങനെയാണ് ഫസ്റ്റ് മൂവി സംഭവിച്ചത്. ചേച്ചിയാണെങ്കിൽ ചേട്ടൻ ചെയ്ത ക്യാരക്ടേഴ്സിൽ ഏതിനാണ് ഏറ്റവും കൂടുതൽ ചേച്ചി അപ്രീഷിയേറ്റ് ചെയ്തിട്ടുള്ളത്? കളിവീടായിരിക്കും. കളിവീടിലെ ക്യാരക്ടറാണ് ചേച്ചിക്ക് ഏറ്റവും കൂടുതൽ. കാരണം വേറെ ഒന്നല്ല, ഈ പറഞ്ഞ നീലക്കുല ചെയ്യുമ്പോഴേക്കും ഞാനിപ്പം ഇപ്പം ഏത് സീരിയലാണെങ്കിലും ഇപ്പം ഈ സ്നേഹപൂർവ്വം ശ്യാമയാണെങ്കിലും ഇതിന്റെ ഫസ്റ്റ് എപ്പിസോഡൊക്കെ കാണുമ്പോഴേക്കും എനിക്ക് ഭയങ്കര ക്രിഞ്ച് അടിക്കും. ഞാൻ തിരിഞ്ഞു നോക്കുമ്പോഴേ എന്ന് ഞാൻ വെക്കാറുണ്ട്, ഇത് വേണ്ടായിരുന്നു. അല്ലെങ്കിൽ ഇന്നത്തെ എപ്പിസോഡ് മേ ബി ആ ഒരു ഫ്രഷ്നെസ് ഉണ്ടാവുന്ന ടൈമിൽ ഓക്കെ. അത് കഴിയുമ്പോഴേക്കും ഞാൻ ഇത് വേറെ രീതിയിൽ ചെയ്യാമായിരുന്നു, എന്തിനാ ഇങ്ങനെ ചെയ്തത്. അത് എൻ്റെ മാത്രം തെറ്റല്ല, അവിടെ കുറെ ലിമിറ്റേഷൻസ് ഉണ്ട്. ടൈം കൺസ്ട്രെയിൻസ് ഉണ്ട്, അല്ലെങ്കിൽ ഒരു ലൈറ്റ് പോകുന്നതിന്റെ പ്രശ്നങ്ങളുണ്ടാവും. പക്ഷെ അതൊന്നും കാണുന്ന ഓഡിയൻസിന് ബാധിക്കുന്ന കാര്യമല്ല. അല്ല, ഓഡിയൻസിനെ ബാധിക്കുന്ന കാര്യമല്ല. അറ്റ് എൻഡ് ഓഫ് ദി ഡേ അവർക്ക് കാണുമ്പോഴേക്കും ഇത് നന്നായിരിക്കണം. അപ്പൊ ഉള്ള ഇത് വെച്ചിട്ട് മാക്സിമം എങ്ങനെ നന്നാക്കാന്ന് മാത്രമേ ഞാൻ ശ്രമിക്കാറുള്ളൂ. അപ്പൊ അങ്ങനെ നോക്കുവാണെങ്കിൽ നീലക്കുയിൽ എനിക്കൊരു ലേണിംഗ് ഫേസ് ആയിരുന്നു. എനിക്ക്
ഒരു വലിയൊരു ലേണിംഗ് ഫേസ് ആയിരുന്നു. കാരണം എനിക്ക് എല്ലാ ഡയറക്ടോറിയൽ സൈഡിൽ നിന്നാണെങ്കിലും എന്നോട് ഇപ്പോൾ ഒരു സീൻ ഷൂട്ട് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ചിലപ്പോൾ ഷൂട്ട് ചെയ്യാൻ പറ്റുമായിരിക്കും. അപ്പോൾ അവിടുന്ന് ഇപ്പം ഞാനൊരു ഡയറക്ടറിൻ്റെ പോയിന്റ് ഓഫ് വ്യൂവിലാണ് എപ്പോഴും ഒരു ക്യാമറയ്ക്ക് മുമ്പിൽ പോയി നിൽക്കുന്നത്. ഓക്കെ, എന്തിനാണ് ഞാൻ ഇങ്ങോട്ട് തിരിയും അല്ലെങ്കിൽ അങ്ങോട്ട് തിരിയുന്നൊക്കെ, എന്തിനാണ് അടുത്ത കട്ട്സ് വെക്കാൻ വേണ്ടിയാണെന്നുള്ള രീതിയിൽ അവിടെ നിന്നുള്ളൊരു പഠനമാണ്. അപ്പൊ ഇപ്പം ഈ അവാർഡൊക്കെ വാങ്ങി ഇരിക്കുന്നു. അപ്പൊ ചേട്ടൻ ഫസ്റ്റ് അഭിനയിച്ച ഫിലിമില് ഇപ്പം ഫസ്റ്റ് അഭിനയിച്ച മൂവിയിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോ എന്താ തോന്നുന്നത്? ആ ഒരു കരിക്കും വെള്ളം ഫസ്റ്റ് ഞാൻ അതിലെ അഭിനയമൊക്കെ കണ്ടിട്ട് ക്രിഞ്ച് തോന്നുന്നുണ്ടോ? തീർച്ചയായിട്ടും. അപ്പൊ ഞാൻ ക്രിഞ്ചിനേക്കാളും ഉപരി ഞാൻ എപ്പോഴും ചിന്തിക്കുന്ന ഒരു കാര്യമുണ്ട്. അന്ന് ഞാൻ ഫസ്റ്റ് ആ ക്യാമറയുടെ മുമ്പിൽ വന്നിരിക്കുമ്പോൾ എൻ്റെ ഓപ്പോസിറ്റ് ആസിഫാണ് ഇരിക്കുന്നത്, ആസിഫ് അലിയാണ്. അപ്പൊ ആസിഫ് അന്ന് അത്യാവശ്യം നല്ല താരമാണ്, എൻ്റെ കരിക്കും വെള്ളം ഭയങ്കര ഹിറ്റാണ്. ഫസ്റ്റ് ഷോട്ട് അന്ന് എനിക്ക് ഓക്കെ അല്ലായിരുന്നു. എന്നെ അന്ന് റഹ്മാൻ ഭായി ചീത്ത വിളിച്ചിരുന്നു, അല്ലെങ്കിൽ ആസിഫ് ചീത്ത വിളിച്ചിരുന്നെങ്കിൽ ഞാൻ ഒരിക്കലും പിന്നെ ക്യാമറയുടെ മുമ്പിൽ വരില്ല. ഇത് കാണുന്ന ഓഡിയൻസ് വിചാരിക്കുമോ നന്നായി, ഐ മീൻ എന്തുകൊണ്ട് വിളിച്ചില്ല എന്നൊക്കെ ചോദിക്കും. പക്ഷെ എനിക്കതൊരു ഭയങ്കര ഒരു വലിയൊരു ഇൻഹിബിഷൻ ആയി പോയി. പിന്നെ ഞാൻ ആ ക്യാമറയുടെ മുമ്പിലേക്ക് വരാനേ മടി കാണിച്ചു. എൻ്റെ ഫസ്റ്റ് ഷോട്ട് തന്നെ ഓക്കെ വെക്കുകയും അവിടെ ഒരു വലിയ ക്ലാപ്പ് വരികയും ആസിഫൊക്കെ അത്രയും കംഫർട്ടാക്കി വെച്ചത് ഒരിക്കലും മറക്കാൻ പറ്റാത്തൊരു അനുഭവമാണ്. അപ്പം അത് കഴിഞ്ഞിട്ടുള്ള ഗ്രേറ്റ് ഫാദറിൻ്റെ ലൊക്കേഷനിലാണെങ്കിലും 80 ദിവസത്തോളം ഷൂട്ട് ഉണ്ടായിരുന്നു. അതിൽ ഒരു 65 ദിവസവും ഞാൻ അവിടെ ലൊക്കേഷനിലുണ്ടായിരുന്നു. ഹനീഫയ്ക്ക് ഏറ്റവും നിർബന്ധമുള്ള കാര്യമാണ് ഞങ്ങളൊക്കെ കൂടെ തന്നെ ഉണ്ടാവും എന്നുള്ളത് നിർബന്ധമുള്ള കാര്യമാണ്. എനിക്കൊന്ന് മാർക്കോയ്ക്ക് മാത്രമാണ് ഞാൻ കൂടെ ഉണ്ടാവാതെ ഇരുന്നിട്ടുള്ളത്, അല്ലെങ്കിൽ ഞാൻ പോസ്റ്റ് പ്രൊഡക്ഷനെങ്കിലും കൂടെ ഉണ്ടാകുന്നതാണ്. അപ്പം എനിക്ക് അവർ രണ്ടുപേരും ലൈഫിൽ വലിയ മറക്കാൻ പറ്റാത്ത രണ്ടാളുകളാണല്ലേ. അപ്പം ചേട്ടന്റെ ഇപ്പൊ ഈ ഒരു ഗ്രോത്ത് കണ്ടിട്ട് അവര് ലൈക്ക് നിങ്ങൾ തമ്മിൽ ഇപ്പോഴും കോണ്ടാക്ട് ഉണ്ടോ? ഹനീഫൊക്കെ എസ്പെഷ്യലി. റഹ്മാൻ ഭായി ഇതിന്റെ തിരക്കിലായിരുന്നു, ജിംഖാനയുടെ തിരക്കിലാണ്, എന്നാലും വിളിക്കാറുണ്ട്. ആസിക്കായിട്ട് അങ്ങനെ വലിയ ടച്ചിലൊന്നുമല്ല. ലൈക്ക് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ആ സ്നേഹവും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ ഞാനിങ്ങനെ ഫോണിൽ വിളിച്ച് ഡിസ്റ്റർബ് ചെയ്യുന്നൊരു, അങ്ങനെ ഡിസ്റ്റർബ് ചെയ്യാനുള്ള ഒരു സ്വാതന്ത്ര്യം ആകെ മമ്മൂക്കടേക്ക് മാത്രമേ ഉള്ളൂ. അതുകൊണ്ടാണ് മമ്മൂക്കക്ക് വേണ്ടിട്ട് പ്രിവ്യൂ വെക്കുന്നത് അല്ലേ? അല്ല, അതെനിക്ക് മമ്മൂക്കയെ കാണിക്കണം, ഞാൻ അഭിനയിച്ചിട്ടുണ്ട് ഇങ്ങനെ. കാരണം ഞാൻ പറഞ്ഞില്ലേ, എൻ്റെ ഫസ്റ്റ് സീരിയലിന്റെ പ്രൊഡ്യൂസർ പുള്ളിയുടെ ബ്രദറാണ് 7 ആർട്സ് വിജയകുമാർ എന്ന് പറയുന്നത്. പുള്ളി അദ്ദേഹം കുറേ പടങ്ങൾ മലയാളം ഇൻഡസ്ട്രിക്ക് കൊടുത്ത ആളാണ്. ലൈക്ക് അമരം, മൂന്നാം മുറ, ലാസ്റ്റ് ചെയ്തത് ഗീതാഞ്ജലിയാണ്. അപ്പോൾ അദ്ദേഹത്തിന്റെ ബ്രദറാണ് എൻ്റെ പ്രൊഡ്യൂസർ. അപ്പോൾ അദ്ദേഹമാണ് മമ്മൂക്കയുടെ ചിപ്പി ചേച്ചി ആദ്യമായിട്ട് മകളായിട്ട് അഭിനയിക്കുന്നത്, പാതയൊക്കെ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പം ലാലേട്ടനും മമ്മൂക്കയ്ക്കും എൻ്റെ പ്രൊഡ്യൂസറായിട്ട് അത്ര അടുപ്പമുള്ള ആളാണ്. അപ്പം എന്തോ ഒരു ഫംഗ്ഷന് വെച്ച് ഇവരിങ്ങനെ സംസാരിക്കുന്ന വഴി ഈ സീരിയലിനെ കുറിച്ച് സംസാരിക്കും. അങ്ങനെ മമ്മൂക്ക യാദൃശ്ചികമായിട്ട് മമ്മൂക്കയുടെ വണ്ടിയിലിരുന്ന്, മമ്മൂക്കൊക്കെ ഒരു സ്വഭാവമുണ്ട്, ഈ വണ്ടിക്കകത്തിരുന്ന് എല്ലാവരുടെയും ഈ ടി വിയിൽ വരുന്ന പരിപാടികളെല്ലാം കാണും. അങ്ങനെ കണ്ടു. അങ്ങനെ എന്നോട് ആദ്യമായിട്ടുള്ള സംസാരം തുടങ്ങുന്നു. അങ്ങനെയാണ് ഗ്രേറ്റ് ഫാദറിൽ വന്നപ്പോൾ ആ ബന്ധം ഇച്ചിരി കൂടെ ഒന്ന് ഇതായി. പിന്നെ എന്നെ നമുക്ക് 2 പടങ്ങളിൽ വിളിച്ചു. അന്നേരമൊക്കെ ഈ സീരിയല് കാരണം പോകാൻ പറ്റില്ല. ലൈക്ക് അത് വേണം, ഒന്നുകിൽ ഞാൻ സീരിയലിനെ വേണ്ടെന്ന് പറഞ്ഞിട്ട് പോകണമായിരുന്നു. പോവാൻ പറ്റാത്ത ഇപ്പൊ റിഗ്രറ്റ് ഉണ്ടോ? ഇല്ല, ഐ ആം ഹാപ്പി വിത്ത് വാട്ട് എവർ ഐ ഹാവ്. എനിക്കുള്ളത് എന്താണെങ്കിലും എപ്പോഴാണെങ്കിലും. പിന്നെ ഈ പറഞ്ഞാലും ഞാൻ പറഞ്ഞില്ലേ, കണക്ഷൻസ്. ഇപ്പം ഞാൻ സീരിയൽ ചെയ്യുന്ന, എനിക്ക് ആകെയുള്ളൊരു വിഷമം എന്ന് പറയുന്നത്, നമ്മളെപ്പോഴും പുറത്ത് പോകുമ്പോൾ അത് സീരിയൽ നടനല്ലേ, അത് സിനിമ നടനല്ലേ എന്നൊരു ഡിഫറൻസിയേഷൻ എപ്പോഴും ഉണ്ട്. ആ ഒരു അന്തർധാര എപ്പോഴാണോ കുറഞ്ഞു വരുന്നുള്ളത് മാത്രമേ ഉള്ളൂ. അത് അങ്ങനെയാണ്. ഓക്കെ ചേട്ടാ, അപ്പൊ നമുക്കാണെങ്കിൽ ഇനി ഒരു സെഗ്മെന്റിലേക്കാണ് പോകുന്നത്. ഇതൊരു റാപ്പിഡ് ഫയർ സെഗ്മെന്റ് ആണ്. അപ്പൊ ഞാൻ കുറച്ച് മണി പോലെ ആൻസർ പറയണം. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ, റൊമാൻറ്റിക് സീൻ റൈറ്റർ എഴുതിയതല്ലാതെ ഇംപ്രവൈസ് ചെയ്യാറുണ്ടോ? ഉണ്ട്. റൈറ്റർ ഒരിക്കലും അതിന്റെ ഒരു പൂർണ്ണ രൂപം ആയിരിക്കില്ല തരുന്നത്. അതിന്റെ ഡയലോഗ്സ് മാത്രമേ, അല്ലെങ്കിൽ സിറ്റുവേഷൻ മാത്രമേ ആ സീൻ്റെ അതുണ്ടാവുള്ളൂ. പിന്നെ ബാക്കിയെല്ലാം ആർട്ടിസ്റ്റിന്റെ കയ്യിലും ഡയറക്ടറിന്റെ കയ്യിലുമാണ് ഇരിക്കുന്നത്. പിന്നെ ഒരു ഡയറക്ടറിന്റെ ആവശ്യം വരുന്നില്ലല്ലോ. പിന്നെ നമ്മുടെ സീനിൽ എന്തായാലും ഇംപ്രവൈസ് ചെയ്യാറുണ്ട്. ഇപ്പം കളിവീടിന്റെ റൈറ്റർ എന്ന് പറയുന്നത് കൃഷ്ണ പൂജപ്പുരയാണ്. കൃഷ്ണ പൂജപ്പുര അദ്ദേഹമാണ് ഹാപ്പി ഹസ്ബൻഡ്സ്, അങ്ങനെ മലയാളത്തിലെ ഏറ്റവും നല്ല കോമഡി ചിത്രങ്ങളൊക്കെ എഴുതിയിരിക്കുന്ന ആളാണ് കൃഷ്ണ പൂജപ്പുര. അപ്പം കൃഷ്ണനുമായിട്ട് ഞാൻ അങ്ങനെ സ്ഥിരം, എനിക്കങ്ങനെ റൈറ്റേഴ്സുമായിട്ടൊരു സ്ഥിരം മെസ്സേജ് അയക്കലോ അല്ലെങ്കിൽ സംസാരിക്കുന്ന ഒരു പരിപാടിയൊന്നുമില്ല. അപ്പോൾ അങ്ങനെ ലാസ്റ്റ് നമ്മളൊരു 1000 എപ്പിസോഡിന്റെ സെലിബ്രേഷൻ വെച്ചപ്പോഴേക്കും അന്ന് കൃഷ്ണേട്ടനെ എനിക്കൊരു വോയിസ് മെസ്സേജ് അയച്ചു. ഞാൻ ഈ അർജുൻ എന്ന് പറഞ്ഞൊരു ക്യാരക്ടറിന് ഒരു ഇത് വെച്ചിട്ടുണ്ടായിരുന്നു, പക്ഷെ നീ അതിന് മുകളിൽ ചെയ്തപ്പോഴേക്കും എനിക്ക് ഓരോ എപ്പിസോഡ് കാണുമ്പോൾ എനിക്ക് ഇച്ചിരി കൂടെ അതിൻ്റെ അത് നിനക്ക് എഴുതാൻ വേണ്ടിയുള്ളൊരു തോന്നലുണ്ടാകും. അത് നല്ലൊരു കോംപ്ലിമെന്റ് ആണ്. തീർച്ചയായിട്ടും സന്തോഷമുള്ള ഒരു കാര്യമാണ്. ഓക്കെ, അടുത്തത്,
അഭിനയിക്കുന്ന ടൈമിൽ ഒട്ടും കെമിസ്ട്രി തോന്നിയില്ലെങ്കിൽ എങ്ങനെ മാനേജ് ചെയ്യും? അങ്ങനെയാണെങ്കിൽ കളിവീട് ഒരിക്കലും ഹിറ്റ് ആവില്ല. ഞങ്ങളുടെ ഏറ്റവും നല്ല റൊമാൻറ്റിക് സീൻസ് സംഭവിച്ചിട്ടുള്ളത് ഞാനും റബേക്കയും തമ്മിൽ ഏറ്റവും നല്ല അടി പൊട്ടിയിരിക്കുന്ന സമയങ്ങളിലാണ് ഏറ്റവും നല്ല റൊമാൻറ്റിക് സീൻസ് ഉണ്ടായിട്ടുള്ളത്. അപ്പം കെമിസ്ട്രി അല്ല, എനിക്ക് തോന്നുന്നു നമുക്ക് രണ്ടുപേർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഇഫ് യു ആർ ആക്ടേഴ്സ് യു ക്യാൻ മാനേജ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇൻഡസ്ട്രിയിൽ എത്ര പേര് അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കാതെ, എനിക്കറിയാവുന്ന എത്ര നായകനും സംസാരിക്കാതെ ഇരുന്നിട്ട് അഭിനയിക്കുന്നുണ്ട്. ഇറ്റ് ജസ്റ്റ് ഹാപ്പൻസ്. റോളിംഗ് പറഞ്ഞു കഴിയുമ്പോ നമ്മൾ ആ ആൾക്കാരല്ല, ഞാൻ പറയട്ടെ, എനിക്ക് തോന്നുന്നു ഞങ്ങളുടെ രണ്ടുപേരെയും ഇപ്പം ഞാൻ സ്നേഹപൂർവ്വം ശ്യാമ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് ലൈക്ക് അതിൻ്റെ ടെലികാസ്റ്റ് 30th അതിൻ്റെ ഒരു 4 ദിവസം മുമ്പാണ് എൻ്റെ അങ്കിള് മരിക്കുന്നത്. അപ്പം എനിക്ക് എൻ്റെ അപ്പയുടെ ബ്രദറും പിന്നെ അങ്കിളിൻ്റെ മക്കളൊക്കെ അവിടുന്ന് ഓസ്ട്രേലിയയിൽ നിന്നും US നിന്നൊക്കെ വന്നു. അന്നേരം ഞാനിവിടെ സ്റ്റക്കാണ്. ബട്ട് വി ഹാവ് നോ ദ ചോയ്സ്. എന്നിട്ട് ഞാൻ ചോദിച്ചിട്ട് എനിക്ക് ആക്ച്വലി പിറ്റോസമാണ് എനിക്കിവിടെ വരാൻ പറ്റുക തന്നെ. അതും ട്രിവാൻഡ്രത്തിൽ ഇവിടം വരെ വരേണ്ട താമസമേ ഉള്ളൂ. ബാക്കിയുള്ളവരൊക്കെ അവിടെ നിന്ന് വേറെ രാജ്യങ്ങളിൽ നിന്ന് വിസയും എടുത്ത് ഇവിടെ വരാൻ ദി ഗോട്ട് ദ ടൈം. പക്ഷെ അത് നമുക്ക് ഇതിനകത്തൊന്നും ചെയ്യാൻ പറ്റില്ല. ഷോ മസ്റ്റ് ഗോ ഓൺ. ഷോ മസ്റ്റ് ഗോ. ഓക്കേ, അടുത്തത് വരാൻ പോകുന്ന പ്രൊജക്ട്സ് എന്തെങ്കിലും സ്നീക്ക് പീക്ക്? ഡെഫിനറ്റ്ലി. ഇപ്പം ഐ കൻ ഗിവ് യു ദ ഹെഡ്സ് അപ്പ്. അപ്പം അടുത്ത ഞാൻ ചെയ്യുമ്പോൾ നമ്മുടെ Z5 വേണ്ടി ഒരു വെബ് സീരീസ് ചെയ്യുന്നുണ്ട്. ഞാൻ തന്നെ ആയിരിക്കും എൻ്റെ പ്രൊഡക്ഷൻ സൈഡും. ഞാൻ അതിൻ്റെ അഭിനയിക്കുന്നുണ്ട്. അത് ഞാൻ ഈ നേരത്തെ പറഞ്ഞ ഒരു അന്തർധാര ഉണ്ടല്ലോ, സിനിമയും സീരിയലും തമ്മിലുള്ള ഒരു അന്തർധാര ഒന്ന് കുറയ്ക്കാൻ വേണ്ടിയുള്ള ഒരു ശ്രമം അതിൻ്റെ അകത്ത്. അതൊരു നല്ല ബ്യൂട്ടിഫുൾ സബ്ജക്റ്റ് ആയിരിക്കും. അത് പേരിട്ടേക്കുന്ന കാസർഗോഡ് എംബസി എന്നാണ്. ഇറ്റ്സ് ഒരു നല്ലൊരു സബ്ജക്റ്റാണ്. ഒരു പാസ്പോർട്ട് ഫോർജറി ബേസ് ചെയ്തിട്ടുള്ള ഒരു സംഭവമാണ്. പുതിയ ടീമാണ്, പിള്ളേർ സെറ്റാണ്. പിള്ളേർ സെറ്റിനെ വെച്ചിട്ട് തന്നെ അവർ വേറൊരു പ്രൊജക്ട്, അതൊരു വലിയൊരു സിനിമയായിരിക്കും. ഗംഭീര പ്രൊജക്ട് ആയിരിക്കും. അതൊരു ഗംഭീര പ്രൊജക്ട് ആയിരിക്കും. അതൊരു 1.5 വർഷത്തിനുള്ളിൽ സംഭവിക്കും. ഓക്കെ, നമുക്ക് അപ്പം പിന്നെ ഒരു ഇന്റർവ്യൂ നമുക്ക് പ്രതീക്ഷിക്കാം അല്ലേ? ഓക്കെ. അല്ല ചേട്ടനല്ല, സിനിമ വരാണ്ട് ചേട്ടൻ ഇന്റർവ്യൂ തരൂല. അങ്ങനല്ല, ലൈക്ക് യു നോ there should be something. അല്ല എന്നെ കേട്ടോണ്ടിരിക്കുന്ന ഓഡിയൻസ് there should be something different from me, right? ഓക്കെ, അടുത്തത് സീരിയലാണോ സിനിമയാണോ കൂടുതൽ കംഫർട്ടബിൾ? ഞാൻ സീരിയലിലാണ് നിൽക്കുന്നത്, അതുകൊണ്ട് ഐ ഫീൽ സീരിയലാണ് കൂടുതൽ. അല്ല, രണ്ട് സിനിമയിലും വർക്ക് ചെയ്തിട്ടുള്ള ആളല്ലേ? സിനിമ ഗുഡ് തിങ് ഈസ് യു ഹാവ് an opportunity to go and explore more things. നമുക്കത് ഒന്നുകൂടെ ചെയ്യാം, നമുക്കത് പോരാ എന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ യു ഹാവ് an opportunity. നമുക്ക് അതിനെ ഒന്ന് ഇംപ്രവൈസ് ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ആണ്. ബട്ട് സീരിയൽ നമ്മൾ ചെയ്യുന്നത് നമുക്ക് തന്നെ അറിയാം, സാർ നമുക്ക് ഒന്നുകൂടെ പോകാമെന്ന് ചോദിച്ചാൽ ഇല്ല അത് മതിയെന്ന് പറയും. കാരണം നമുക്ക് ടൈം കൺസ്ട്രെയിൻ്റ് ഉണ്ട്, ഒരു ദിവസം കിട്ടേണ്ട ഒരു എപ്പിസോഡിൻ്റെ ഒരു ഡ്യൂറേഷനും കാര്യങ്ങളും ഉള്ളതുകൊണ്ട്. അങ്ങനെ നോക്കുവാണെങ്കിൽ ഐ ഫീൽ സിനിമ ഈസ് എന്താ പറയുക, ഒരു ആസ് ആൻ ആർട്ടിസ്റ്റ്. ചാനൽ കേൾക്കണ്ടോ? അതെ, ഞാൻ എപ്പോഴും പറയാനുള്ള കാര്യം അങ്ങനെയല്ല. there is no other go. നമ്മളുള്ള ടൈമിൽ അത് നന്നാക്കി എടുക്കാമെന്ന് മാത്രമേ ഉള്ളൂ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം. സിനിമയാണെങ്കിൽ അതുകൊണ്ട് ഈ ചില ആളുകളൊക്കെ എപ്പോഴും കുറ്റം പറയുമല്ലോ, അയ്യോ എന്തൊക്കെയാണ് നമ്മൾ ഈ ചെയ്തോ ചെയ്യുന്നത്. നമ്മളുള്ള സർക്കംസ്റ്റൻസസിൽ ഏറ്റവും ബെസ്റ്റ് ഔട്ട് കൊടുത്ത് എന്റർടൈൻ ചെയ്യുക എന്നുള്ളതാണ് ഞങ്ങളുടെ ഉത്തരവാദിത്വം. ഓക്കെ, അടുത്തത് മനസ്സില്ല മനസ്സോടെയാണ് കളിവീട് സ്റ്റാർട്ട് ചെയ്തത് എന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ട്. ഇപ്പോ എന്തു തോന്നുന്നു ആ എടുത്ത തീരുമാനത്തിനെ പറ്റി? മനസ്സില്ല മനസ്സോടെ ചെയ്ത പ്രോജക്റ്റ് തന്നെയാണ്. ഐ ഡെഫിനറ്റ്ലി അഗ്രി. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ, കാരണം ഞാൻ നീലക്കുയിൽ കഴിഞ്ഞിട്ട് ഇമ്മീഡിയറ്റ്ലി ചെയ്യുന്ന പ്രോജക്റ്റ് അത് അത്ര വലിയ ഹിറ്റൊന്നും അല്ലായിരുന്നു. ലൈക്ക് അത് ഞങ്ങൾ ഭയങ്കര ജീവിതഗന്ധിയായുള്ള ഒരു സീരിയൽ ട്രൈ ചെയ്തതാണ്. ഞാനൊരു നെഗറ്റീവ് ഷെയ്ഡിൽ ചെയ്തിട്ട് സായൻ ചേട്ടനായിരുന്നു ഹീറോ, സായൻ സൂര്യ. അപ്പം അതൊരു മെയിൽ ഓറിയന്റഡ് സബ്ജക്റ്റ് ആയിരുന്നു. അപ്പോൾ എൻ്റെ ഒരു പീക്ക് കഴിഞ്ഞിട്ട് ഞാനൊരു വലിയ ഡിപ്പ് കണ്ടതാണ് ആ പ്രൊജക്റ്റിലൂടെ. അങ്ങനെ ഇറ്റ് വാസ് നോട്ട് ആൻ അട്ടർ ഫ്ലോപ്പ് ഓർ സംതിങ്. അത് നമ്മൾ 290 എപ്പിസോഡോളം പോയതാണ്. പക്ഷെ എനിക്ക് മറ്റേതിന് കിട്ടിയിരുന്ന ഒരു ഹൈപ്പ് കിക്ക് അതൊന്നും ഈ സീരിയൽ ചെയ്തപ്പം കിട്ടിയില്ല. പക്ഷെ അത് ക്യാരക്ടർ വൈസ് അല്ല. ക്യാരക്ടർ വൈസ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ക്യാരക്ടർ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാനത് പറയും. കാരണം എനിക്ക് ആസ് ആൻ ആർട്ടിസ്റ്റ് ഒത്തിരി ഇവോൾവ് ചെയ്യാൻ ഒരു സംഭാവന ചെയ്തിട്ടുള്ള ഒരു ക്യാരക്ടർ അതാണ്. പക്ഷേ ആൾക്കാരിലേക്ക് അത് എത്തിയിട്ടുണ്ടായിരുന്നില്ല. അതിൻ്റെ റീസൺ എന്താണെന്ന് പറഞ്ഞാൽ എനിക്കറിയില്ല. ഞങ്ങൾ പലപ്പോഴും സംസാരിക്കുമ്പോൾ പറയും മേ ബി ആളുകൾക്ക് ലൈഫായിട്ട് കണക്റ്റഡ് ആയിട്ടുള്ള സാധനങ്ങളൊന്നും താല്പര്യമില്ല. നടക്കാത്ത കാര്യങ്ങളിൽ ഇച്ചിരി മസാല ചേർക്കുമ്പോഴാണ് എന്നുള്ളൊരു തോന്നുന്നുണ്ട്. ഓക്കെ, അത് കഴിഞ്ഞപ്പോഴേക്കും അവരെല്ലാവരും എന്നെ നിർബന്ധിച്ചു കഴിഞ്ഞത് നെക്സ്റ്റ് പ്രോജക്റ്റ് എടുക്കുമ്പോഴേക്കും സൂക്ഷിച്ചും കണ്ട് എടുത്തില്ലെങ്കിൽ പ്രശ്നമാകും എന്നുള്ളൊരിതുണ്ടായിരുന്നു. അപ്പോൾ ആ ടൈമിൽ സൂര്യ TV വാസ് നോട്ട് ഡൂയിങ് ഗുഡ്, ഏതാ സീരിയൽ വൈസും ഒക്കെ.
അപ്പോൾ ഈ പ്രൊജക്റ്റിന് ആദ്യം എന്നെ വിളിച്ചപ്പോഴും എന്നോട് പറയുന്നത് സൂര്യ TV അല്ല എന്നാണ് പറഞ്ഞിരുന്നത്. അപ്പം ഞാൻ ഓക്കെ പറഞ്ഞു. എനിക്ക് പ്രൊജക്റ്റ് കഥയൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. സൂര്യയാണെന്ന് പറഞ്ഞപ്പോഴേക്കും ഞാൻ ഇല്ല എന്ന് തന്നെയാണ് പറഞ്ഞത്. എന്നിട്ട് അന്നേരമാണ് സെക്കൻഡ് ലോക്ക്ഡൗൺ സംഭവിക്കുന്നത്. ആ സമയത്ത് ഇവരുടെ ഇവിടെ ഷൂട്ട് ചെയ്ത് തുടങ്ങിയെന്നാണ് എനിക്ക് ഞാൻ അറിഞ്ഞിട്ടുള്ളത്. അപ്പം എന്നെ വിളിക്കുന്ന ടൈമിൽ വേറെ ആരോ വെച്ചിട്ട് ചെയ്യാനുള്ള പ്ലാൻ ഉണ്ടായിരുന്നെങ്കിൽ അവർ ബാക്ക് ഔട്ട് ചെയ്തപ്പോഴേക്കും എന്നിലേക്ക് വന്നത്. അല്ലാതെ എന്നിലേക്ക് വന്നൊരു പ്രൊജക്റ്റ് എന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ എന്നെ വിളിച്ചപ്പോഴേക്കും ഞാൻ ഇല്ല എന്നാണ് ആദ്യമേ പറഞ്ഞിരുന്നത്. വെച്ചാൽ അവർ ഷൂട്ട് തുടങ്ങി. എന്നിട്ട് പക്ഷേ ലോക്ക്ഡൗൺ സംഭവിച്ചു. ഈ ഒരു 2 മാസം ലോക്ക്ഡൗൺ സംഭവിച്ചപ്പോൾ വേറെ ആരോ ചെയ്യാനിരുന്ന ആൾക്കാരെ ഒന്ന് വെച്ചിട്ട് അവർക്ക് അത് മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റിയില്ല. ആ ടൈമിൽ ഞാൻ അതിനു മുമ്പ് ചെയ്തിരുന്ന കമ്പനിക്ക് വേണ്ടിയുള്ള പ്രൊജക്റ്റിന് വേണ്ടി വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് നല്ല സബ്ജക്റ്റ് ആയിരുന്നു. അപ്പം വീണ്ടും എന്നെ വിളിച്ച്, അപ്പോൾ ആ ടൈമിൽ ഞാനൊരു ഷോ ചെയ്തുകൊണ്ടിരിക്കുകയാണ് സൂര്യ TV ക്ക് വേണ്ടി. ആ സമയത്ത് എന്നെ ചാനലിൻ്റെ ഹെഡ് ഓടിച്ചിട്ട് പിടിച്ചിട്ട് എനിക്ക് അന്ന് അവിടെ വെച്ചിട്ട് ഒരു സ്ക്രീൻ ടെസ്റ്റ് ആ ക്യാരക്ടറിന് വേണ്ടി ചെയ്തു. എന്നിട്ട് അവർ ഓക്കെ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ഞാനില്ല, ഞാൻ ഓക്കെ അല്ല എന്ന് പറഞ്ഞു. ഇതാണ് സംഭവിച്ച കാര്യം. അന്നേരം എനിക്കറിയില്ല റബേക്കയാണ് ഹീറോയിൻ എന്നൊന്നും എനിക്കറിയില്ല. അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ പിന്നീടാണ് ഇങ്ങനെ റബേക്കയാണ് ഹീറോയിൻ എന്ന് പറഞ്ഞപ്പോഴേക്കും ഞാൻ ഇങ്ങനെ വീട്ടിൽ നിന്ന് സംസാരിച്ചപ്പോഴേക്കും നമ്മൾ ഒബിയസ്ലി അവളൊരു അങ്ങനത്തെ ഒരു പ്രൊജക്റ്റിൽ പോയി തല വെക്കില്ലല്ലോ. അങ്ങനെ ഇറ്റ് ജസ്റ്റ് ഹാപ്പൻഡ്. അപ്പം ഞാൻ അവിടെ ലൊക്കേഷനിൽ ചെല്ലുമ്പോഴേക്കും ഈ കുറേ പ്രശ്നങ്ങളുണ്ടായിരുന്നു. ലൈക്ക് അവർ തമ്മിൽ വേറൊരു പെയർ ഓൾറെഡി ഹിറ്റായിട്ട് നിൽപ്പുണ്ടായിരുന്നു. അപ്പോൾ അതിലേക്ക് ഞാൻ പുതിയൊരു ഫ്രഷ് പെയറായിട്ട് വരുമ്പോഴേക്കും അതിനുണ്ടാകുന്നൊരു ആൾക്കാരുടെ ഒരു കാഴ്ചപ്പാടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അത് ഞങ്ങൾക്ക് രണ്ടുപേർക്കും പിന്നീട് ഒരു വാശിയായി. അതൊന്ന് എങ്ങനെയൊരു അതിൽ നിന്നൊരു ഹിറ്റ് ഉണ്ടാക്കണം എന്നുള്ളത് ഞങ്ങളുടെ രണ്ടുപേരും ഒരു വാശിയായിരുന്നു. അപ്പോൾ വെൻ ഐ ടേൺ ബാക്ക് ആൻഡ് സീ, ഇപ്പം ഒരു 3.5 വർഷം മുമ്പുള്ളൊരു ഇത് ഫസ്റ്റ് ഡേ ഓഫ് ഷൂട്ട് ഞങ്ങൾ അന്ന് ഇരുന്ന് സംസാരിച്ച കാര്യങ്ങൾ ഇപ്പം നോക്കുമ്പോഴേക്കും വൺ ഓഫ് ദ ബിഗസ്റ്റ് ഹിറ്റ് ഇൻ മലയാളം എന്ന് പറയുമ്പോഴേക്കും ഭയങ്കര സന്തോഷമായി. ഓക്കെ, അടുത്തത് സെലിബ്രിറ്റി ഫ്രണ്ട് സർക്കിളിൽ ഏറ്റവും ഫ്രീക്വന്റ് ആയി കോണ്ടാക്റ്റിലുള്ളത് ആരൊക്കെ? ജീവൻ എന്ന് പറയുന്നത് അറിയാമായിരിക്കും. മൈ ബോസിന്റെ അകത്ത് ഇന്റർവ്യൂ എടുത്തിട്ടുണ്ട്. ആണോ? ജീവനെ എല്ലാവരും 2 ദിവസം കൂടുമ്പോഴും വിളിക്കുന്ന ആളാണ്. കുറച്ച് മുമ്പ് വിളിച്ചു വെച്ചോണ്ട് ജീവനാണ് ഏറ്റവും കൂടുതൽ അടുപ്പമുള്ളത്, കോണ്ടാക്ട് ഉള്ളത് അല്ലേ? നിങ്ങൾ തമ്മിൽ എങ്ങനെയാണ്? ഞങ്ങൾ എന്റെ കളിവീട്ടിൽ എന്റെ അനിയനായിട്ടായിരുന്നു. അപ്പൊ ആ അനിയനായിട്ടുള്ള ഒരു ഇത് ജീവിതത്തിലുണ്ട്. ഓക്കെ. ജീവൻ ചേട്ടൻ അല്ലാണ്ട് വേറെ ആരൊക്കെ? റബേക്ക, ഹരിത, ഉമ്മച്ചേച്ചി അമ്മയായിട്ട് അഭിനയിച്ചാണ്. അപ്പം എനിക്കൊരു അമ്മ കണക്ഷൻ ഇപ്പോഴും. ഓക്കെ, ഇപ്പൊ കുറച്ച് ടൈം നമ്മൾ സീരിയലിലൊക്കെ വർക്ക് ചെയ്തല്ലോ ചേട്ടൻ. അപ്പൊ ഇനി ഒരു പ്ലാൻ ബി വേണം എന്ന് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ? ഇനിയിപ്പോൾ ഒരു പ്ലാൻ ബിയെ പറ്റി ചിന്തിക്കാൻ തീരെ പറ്റാത്തൊരവസ്ഥയാണ്. ഇറ്റ്സ് ഓൾമോസ്റ്റ് 9 years ഞാൻ എൻ്റെ ജോലിയൊക്കെ റിസൈൻ ചെയ്തിട്ട്. എനിക്കൊന്ന് ഞാൻ 7 വർഷം ജോലി ചെയ്തതിന് ശേഷമാണ് ഈ ജോലി റിസൈൻ ചെയ്തത്. ഇനിയിപ്പോൾ ഞാൻ തിരിച്ച് ജോലിക്ക് കയറണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റാർട്ട് ഫ്രം ദ സ്ക്രാച്ച്. അപ്പം എന്നെക്കാളും ഭയങ്കരമായിട്ട് യങ്ങായിട്ടുള്ള ബുദ്ധിയും വിവേകമുള്ള ആൾക്കാരൊക്കെ ഇപ്പം IT ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ അവരുടെ കൂട്ടത്തിൽ എനിക്ക് സർവൈവ് ചെയ്യണമെങ്കിൽ നടക്കാത്ത കാര്യമാണ്. ഐ ആം നോട്ട് എ ഗുഡ് ബിസിനസ് മാൻ. എനിക്ക് ബിസിനസ്സും പറ്റില്ല. അപ്പോൾ എനിക്ക് ആകെ അന്നം തരുന്ന ഒരു വഴി എന്ന് പറയുന്നത് അഭിനയമാണ്. ഇനിയിപ്പോൾ എത്ര നാൾ ഹീറോ ആയിട്ട് നിൽക്കാൻ പറ്റുന്നുള്ള കാര്യം ഐ ആം ഡൗട്ട്ഫുൾ. അപ്പം ഞാൻ പ്ലാൻ ബിയെ പറ്റി ഭയങ്കര കൂലങ്കഷമായിട്ട് ചിന്തിച്ചു തുടങ്ങിയിട്ടുണ്ട്. ബട്ട് എനിത്തിങ് റിലേറ്റഡ് ടു ഇൻഡസ്ട്രി. ഓക്കെ, അടുത്തത് ആരുടെ കൂടെ അഭിനയിക്കാനാണ് ഏറ്റവും കൂടുതൽ ആഗ്രഹം? ജീവിതത്തിലോ? ഐ മീൻ സിനിമയിലാണോ സീരിയലിലാണോ? ആരെങ്കിലും? സിനിമയിൽ മതി കേട്ടോ. സിനിമയിൽ ഒബിയസ്ലി ലാലേട്ടൻ്റെ കൂടെ. മമ്മൂക്കന്റെ കൂടെ ഓൾറെഡി അഭിനയിച്ചല്ലേ? മമ്മൂക്കയുടെ കൂടെ ഓൾറെഡി അഭിനയിച്ചു. പക്ഷെ ലാലേട്ടനുമായിട്ടും നല്ലൊരു കണക്ഷൻ ഒക്കെ ഉണ്ട്. പക്ഷെ ഈ പറഞ്ഞ ലാലേട്ടനേക്ക് എത്തിപ്പെടുക പറഞ്ഞ വലിയൊരു ഹേർഡിലാണ്. ബട്ട് ഞാൻ എപ്പോഴും കുറെ നാളായി ഇപ്പോൾ ലാലേട്ടനെ നേരിട്ട് കണ്ടിട്ട് ഒരു 5 വർഷത്തോളമായി. എനിക്ക് ഇപ്പൊ ഹൃദയപൂർവ്വത്തിന്റെ ലൊക്കേഷനിലാണെങ്കിലും ഞാൻ 2-3 പ്രാവശ്യം ചോദിച്ചു എനിക്കൊന്നിന് കാണണം. ലാലേട്ടനെ നേരിട്ടല്ല, ലാലേട്ടനുമായിട്ട് ബന്ധപ്പെട്ട ആൾക്കാരോട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഉടനെ കാണും. അതെ. ഓക്കെ, അടുത്തത് ഒരു ഡ്രീം ക്യാരക്ടർ. ചേട്ടൻ്റെ ഒരു ഡ്രീം ക്യാരക്ടർ എങ്ങനത്തെ ഒരു ക്യാരക്ടറാണ് ചെയ്യേണ്ടത്? സീരിയലിലാണെങ്കിൽ എനിക്ക് മറ്റേ സ്പടികത്തിന്റെ അകത്ത പോലെ അല്ലെങ്കിൽ അഭിമന്യുവിന്റെ അകത്ത പോലെ ഒരു നല്ലവനായ ഉണ്ണി, അവിടെ നിന്ന് ഒരു ട്രാൻസ്ഫോർമേഷൻ ഒക്കെ വന്നിട്ട്. അഭിമന്യു ഒരു നല്ല ക്യാരക്ടറാണെന്ന് ഞാൻ പറയുള്ളൂ. കാരണം അതിന്റെ ഒരു ഗ്രാഫ് നോക്കുവാണെങ്കിൽ ഒരു സാധാരണക്കാരൻ അവിടെ ഇങ്ങനെ പോയി അങ്ങനത്തെ ഒരു ക്യാരക്ടർ. പക്ഷെ സീരിയലൊന്നും അത് വർക്ക്ഔട്ട് ആവില്ല. സിനിമയിൽ അങ്ങനത്തെ ഒരു ക്യാരക്ടർ അത് ഓൾറെഡി ലാലേട്ടൻ ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ. എന്നാലും ആഗ്രഹം ഉണ്ടാവില്ല എനിക്ക് അങ്ങനത്തെ ഒരു ക്യാരക്ടർ ചെയ്യണം? സിനിമയിൽ എത്രയോ ക്യാരക്ടേഴ്സ് ഉണ്ട്. ഇപ്പം ഞാൻ കണ്ടു വളർന്നിട്ട് അല്ല എനിക്കൊരു നടനാവണമെന്ന് ആഗ്രഹം തോന്നി തുടങ്ങിയത് ലാലേട്ടന്റെ പടങ്ങൾ കണ്ടിട്ടാണ്. എന്നെ പോലെ ഒരു കട്ട ലാലേട്ടൻ ഫാൻ ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉണ്ടാവും. ഒരു 1000-കണക്കിന് അല്ലെങ്കിൽ ലക്ഷക്കണക്കിന് ആളുണ്ടാവും. പക്ഷെ ഞാൻ ഐ എം ദ ബിഗ്ഗസ്റ്റ് ഫാൻ എന്നേ ഞാൻ പറയുള്ളൂ. ഇൻക്ലൂഡിങ് എന്റെ വണ്ടിയുടെ നമ്പർ വരെ ലാലേട്ടന്റെ നമ്പറാണ്. ജസ്റ്റ് തിങ്ക് ദാറ്റ്. അപ്പൊ അത്ര വലിയൊരു ഫാൻ എന്ന് പറയുമ്പോൾ എനിക്ക് ലാലേട്ടന്റെ ഏതെങ്കിലും ഒക്കെ ഒരു ക്യാരക്ടർ എടുത്ത് ചെയ്യണം
ആഗ്രഹമുണ്ട്. പക്ഷെ അതെടുത്ത് കുളവാക്കണം എന്ന് ഒട്ടും താല്പര്യമില്ല. ലാലേട്ടന്റെ നമ്പർ വണ്ടിയിലിടാൻ അത്ര ഫാൻ കേട്ടാ. ഓക്കെ, ലാലേട്ടന്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട സിനിമ ഏതാ ചേട്ടന്? ഒരു പടം എനിക്ക് ഇഷ്ടപ്പെടാത്ത ഒരു 5-6 പടം കാണും. ലാലേട്ടൻ കണ്ടിട്ടാണോ സിനിമയിലേക്ക് ഇറങ്ങാം? അതെ, ഞാൻ പറയുന്നില്ല, ഞാൻ മിക്കയിടത്തും പറയുന്നതാണ്. കാരണം എനിക്ക് തോന്നുന്നു എല്ലാ മലയാളികളെയും കൂടുതൽ ചിരിപ്പിക്കാനും കരയിപ്പിക്കാനും ഒക്കെ ശ്രമിച്ചിട്ടുള്ള ഒരാള് ലാലേട്ടനാണ്. നമ്മൾ അഭിനയിക്കുന്ന ടൈമിലാണെങ്കിലും ലാലേട്ടൻ ചെയ്ത എന്തെങ്കിലും ഒരു സാധനങ്ങൾ നമ്മൾ ഡെയിലി റൊട്ടീനിൽ അഭിനയിച്ചുകൊണ്ടിരിക്കുമ്പോൾ എന്തായാലും വന്നു പോകും. അപ്പം നമ്മൾ അറിയാതെ അയ്യോ ഇത് ആ സീനല്ലേ, അപ്പം നമ്മളത് ആ സീനാണെന്ന് വിചാരിച്ചിട്ടായിരിക്കില്ല ചെയ്യുന്നത്, പക്ഷെ ഓട്ടോമാറ്റിക്കലി അത് നമുക്ക് വരും എങ്ങനെയല്ലോ. അപ്പം ഈ റൊമാൻസിന്റെ കാര്യത്തിലാണെങ്കിലും ഇപ്പം ലാലേട്ടൻ ചെയ്യുന്ന പോലെ റൊമാൻസ് ഒന്നും സത്യം പറഞ്ഞാൽ ആർക്കും പറ്റില്ല. മേ ബി ഇപ്പോഴത്തെ കാര്യമല്ല ഞാൻ പറയുന്നത്, ഇച്ചിരൂടെ കുറെ കാലങ്ങൾക്ക് മുമ്പുള്ള ചിത്രങ്ങളൊക്കെ നോക്കുവാണെങ്കിൽ എന്ത് ഭയങ്കര ക്യൂട്ടായിട്ടുള്ള. ഓക്കെ, അടുത്തത് ഫോണിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ആപ്പ്? ഇൻസ്റ്റാഗ്രാം അല്ലെങ്കിൽ ഗ്രോ ആപ്പ്. ട്രേഡിങ്ങിനുള്ളതാണ്. ഓക്കെ. അപ്പം പ്ലാൻ ബി ഇല്ലാന്നൊക്കെ പറഞ്ഞിട്ട്. ഓക്കെ, അടുത്തത് മാറ്റാൻ ആഗ്രഹമുള്ള ദുശീലം? മാറ്റാൻ ആഗ്രഹമുള്ള ദുശീലം ഈ പറഞ്ഞ നേരത്തെ കിടന്ന് ഉറങ്ങാൻ പറ്റുവാണെങ്കിൽ നല്ല കാര്യം എന്ന് വിശ്വസിക്കുന്ന ആളാണ്. വൈകി ഉറങ്ങുന്ന ആളാണ്. നല്ലോണം വൈകിയാണ് ഉറങ്ങുന്നത്. 1 മണി 2 മണിക്കൊക്കെയാണ് കിടന്നത്. എന്ത് കിടക്കും എത്ര നേരം? ഷൂട്ട് കഴിഞ്ഞ് വരുമ്പോൾ കാരണം വേറെ ആക്ടിവിറ്റീസ് ഒന്നും നടക്കില്ല. കാരണം എനിക്ക് എന്റെ ഒരു മീ ടൈം ഒന്നും കിട്ടാറില്ല. ഓക്കെ, അടുത്തത് ഏർലി മോർണിംഗ് ഷൂട്ടാണോ ലേറ്റ് നൈറ്റ് ഷൂട്ടാണോ കൂടുതൽ ഇഷ്ടം? ഏർലി മോർണിംഗ് പോയിട്ട് നേരത്തെ വരുന്നതാണ് എനിക്ക് ഇഷ്ടം. പക്ഷെ ഇത് രണ്ടും നടക്കാറില്ല. ഏർലി മോർണിംഗ് പോയിട്ട് ലേറ്റ് നൈറ്റ് ആണ് തിരിച്ചു വരാറ്. ഓക്കെ, അപ്പൊ ഇവിടുന്ന് ഞങ്ങളുടെ പ്രൊഡ്യൂസർ കുറെ നേരമായിട്ടൊരു സാധനം ഇങ്ങനെ കയ്യിലേക്ക് തരുന്നു. ഇത് ചേട്ടനുള്ളതാണ്. കാലാകാലങ്ങളായിട്ട് ചോദിക്കുന്ന കുറെ ക്വസ്റ്റ്യൻസ്. അതെ, ഇതെനിക്കുള്ളതാണ്, ഇത് ചേട്ടനുള്ളതാണ്. അപ്പൊ നമ്മുടെ ഒരു യെസ് ഓർ നോ സെഗ്മെന്റിലേക്കാണ് നമ്മൾ വീണ്ടും പോകുന്നത്. ഓക്കെ ചേട്ടാ, ഇന്നാ പിടിച്ചോ. ഓക്കെ, അപ്പം എന്റെ ഷോയുടെ പേര് നമ്മൾ പറഞ്ഞായിരുന്നു, ആദ്യം പറഞ്ഞായിരുന്നു. ചേട്ടൻ ശ്രദ്ധിച്ചോന്ന് എനിക്കറിയില്ല. ഞാൻ കേട്ടു, പക്ഷെ എനിക്ക് മറ്റേ ടങ് ട്വിസ്റ്റർ ആയിട്ടാണ് തോന്നിയത്. ചക്കം പക്കം. ഓക്കെ, അപ്പം ചക്കം എന്ന് പറഞ്ഞാൽ കുറച്ച് സ്റ്റേറ്റ്മെന്റ്സ് ആണ്, പക്കം എന്ന് പറഞ്ഞാൽ കുറച്ച് പണികളാണ്. അത് പണികൾ എന്ന് പറഞ്ഞാൽ നോ, പണികൾ എന്ന് പറഞ്ഞാൽ ഫുൾ ടാസ്കുകളാണ്. ഓക്കെ, അപ്പൊ ചക്കം പക്കത്തിലെ ഫസ്റ്റ് ചക്കം, അഭിനയിക്കുന്ന കഥാപാത്രത്തിന് വേണ്ടി വീട്ടിൽ വെച്ച് റിഹേഴ്സൽ ചെയ്യാറുണ്ട്? നോ, ഇല്ല. അല്ല, വീട്ടിലിരിക്കാൻ സമയം കിട്ടാറില്ല, അതുകൊണ്ടാണ്. അല്ല, അങ്ങനെയല്ല. ഞങ്ങള് സീനൊക്കെ അന്നേരം ഇപ്പൊ ഞങ്ങള് ഫോർ എക്സാമ്പിൾ കളിവേടി ചെയ്തോണ്ടിരിക്കുന്ന ടൈമില് ഡയറക്ടർ വന്ന് ചോദിക്കും സീൻ വായിക്കുന്നില്ല, ഒറ്റ ടേക്കിൽ റെഡിയാക്കാൻ പറ്റുമോ? അപ്പൊ ഞങ്ങളതൊരു ചലഞ്ച് ആയിട്ട് എടുക്കും. അപ്പം അദ്ദേഹത്തിന് ടൈം സേവ് ആയി കിട്ടും, നമുക്കൊരു ചലഞ്ച് ആയി. ലൈക്ക് അത് ഞങ്ങൾക്ക് ഇപ്പം ഞങ്ങള് ഇപ്പം ഞാനും ഹരിതയും ഇപ്പം പുതിയ സീരിയലിന്റെ സമയത്ത് ഞങ്ങൾ ഡയറക്ടറിനോട് പറയാം നമുക്ക് സിംഗിൾ ടേക്ക് പോവാം, സിംഗിൾ ഷോട്ട് വെച്ചിട്ട്, ലൈക്ക് കട്ട്സ് ഒന്നും ഇല്ലാതെ. പക്ഷെ അത് ഡയറക്ടറിനും കംഫർട്ടബിൾ ആണ്, ഞങ്ങൾക്കും കംഫർട്ടബിൾ ആണ്. പക്ഷെ അതൊരു ഓഡിയൻസിന്റെ പെർസ്പെക്റ്റീവിൽ നോക്കുമ്പോഴേക്കും നമ്മുടെ പെർഫോമൻസ് കാണാൻ വേണ്ടി ഇരിക്കുന്നവര് അവർക്ക് ക്ലോസ് ഷോട്ട്സും മറ്റും ഒക്കെ ആയിരിക്കും ഇഷ്ടം. അപ്പൊ ഈ സിംഗിൾ ടേക്കിന്റെ ഒരു റിലവൻസ് ഒന്നും അവർക്ക് മനസ്സിലാവില്ല. അപ്പൊ ഇതൊരു നോ ആയതുകൊണ്ട് ചേട്ടനൊരു പ്രാങ്ക് എന്നൊരു പണിയുണ്ട്. ഇത് നോ പറഞ്ഞ പണിയുണ്ട്, സത്യസന്ധമായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞാലാണ് ഇവിടെ പണിയില്ലാത്തത്. നോ പറഞ്ഞ പണിയുണ്ട്. അപ്പൊ ചേട്ടനുള്ള പക്കം എന്താന്ന് വെച്ചാ കമന്റ് ടു ദ കമന്റ്സ്. ഓക്കെ, അപ്പൊ ചേട്ടന്റെ കുറച്ച് വീഡിയോസിന്റെ കമന്റ്സ് ഞങ്ങൾ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ ഞാൻ ആ കമന്റ്സ് വായിക്കും. ആ കമന്റ്സിനോട് ചേട്ടൻ എങ്ങനെ പ്രതികരിക്കുന്നു? ഓക്കെ, ഫുൾ നല്ലതാ, ഫുൾ ഹാർട്ടാ ചേട്ടൻ വീഡിയോസിന്റെ താഴെ മൊത്തം. അത് ഞാൻ പറഞ്ഞിരിപ്പിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. വരുണിന്റെ പനി പോയി, അല്ലേലും അത് അങ്ങനെ വരൂ. വരുൺ രാധിക. അതെന്റെ ഫാൻ പേജസ് ആയിരിക്കും. അല്ല, ഇതൊരു ചേച്ചി അയച്ചതാണ്. വരുൺ രാധിക എന്ന് പറഞ്ഞിട്ട് ഒരു പേരൊക്കെ ഉണ്ട്. എന്ത് തന്നെ ആയാലും ഇത് ശരിയല്ല. സംഭവിച്ചതെല്ലാം തുറന്നു പറഞ്ഞ് സത്യം വെളിപ്പെടുത്തുക, അല്ലാതെ ഇതൊക്കെ ചെയ്യുന്നത് തെറ്റ് തന്നെയാണ്. ഈ വീട്ടിൽ തന്നെ ഇങ്ങനെ വന്നു നിൽക്കേണ്ട കാര്യമെന്ത്? വേറെ ഞാനിത് എല്ലാ ദിവസവും അവിടെ ഡയറക്ടറിനോട് പറയുന്നത്, ഒരു പ്രാവശ്യമെങ്കിലും ഞാനിത് വീട്ടുകാരോട് പറയട്ടെ. അതെ, കുറച്ചുകൂടെ ഉണ്ട്. വേറെ എവിടെയെങ്കിലും ഇതൊക്കെ നടക്കുമോ? പെട്ടെന്ന് തന്നെ ഇതൊക്കെ അവസാനിപ്പിക്കുക, അവരെ ഒരുമിപ്പിക്കുക, അല്ലാതെ. അപ്പം അതിന്റെ പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ പെട്ടെന്ന് ഒരുമിപ്പിച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ 200 എപ്പിസോഡിൽ സീരിയൽ അങ്ങനെ തീർക്കാൻ നമുക്ക് പറ്റില്ലല്ലോ. സോ അതൊരു വലിയ പ്രശ്നം തന്നെയാണ്. അപ്പൊ എനിക്ക് തോന്നുന്നു ഈ കാണുന്ന ആളുകൾക്കും ഇതറിയാം, ഇപ്പോഴെങ്കിലും ഒന്നിക്കാൻ പോകുന്നില്ല. ഫൺ അല്ലേ, പെട്ടെന്ന് ഒന്നിച്ച് എന്താ ഒരു ഫണ്ണുള്ളത്. അതെ അതെ. അപ്പൊ ചേട്ടന്റെ അടുത്ത ചക്കം, കൂടെ അഭിനയിച്ച സഹതാരത്തോട് ആദ്യകാലത്ത് വെറുതെ ഒരു ക്രഷ് തോന്നിയിട്ടുണ്ട്? നോ. ഇതൊക്കെ പ്രൊഡ്യൂസറിന്റെ ബുദ്ധി കേട്ടോ ചേട്ടാ.
വെറുതെ ഇങ്ങനെ പറയും. ചേട്ടൻ അങ്ങനെ ക്രഷ് ഒന്നും തോന്നിയിട്ടില്ല. ചേട്ടന്റെ ലവ് മാരേജ് അല്ലേ? അല്ല, എന്റെ അറേഞ്ച് മാരേജ്. ചേട്ടൻ ലവ് മാരേജ് എന്നാണല്ലോ ഒരു ഇന്റർവ്യൂല് പറഞ്ഞത്. സത്യം പറ ചേട്ടാ, ലവ് മാരേജ് അല്ലേ? അത് ലവ് കം അറേഞ്ച് എന്ന് പറയും. വീട്ടുകാർ നടത്തി തന്നല്ലേ. എന്റെ കല്യാണം ആലോചിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് യാദൃശ്ചികമായിട്ട് ഞാൻ ഇങ്ങനെ കണ്ടു. അപ്പൊ ഞാനിങ്ങനെ വീട്ടിൽ അവതരിപ്പിച്ചു. ഓക്കെ, അടുത്തത് ഇതൊരു പ്രാങ്ക് കോൾ ആണ്. ചേട്ടൻ ആര് വേണമെങ്കിലും വിളിക്കാം. 3 പേരെ പേര് പറഞ്ഞുതരാം. ഹരിത ചേച്ചി, സ്നിഷ ചേച്ചി, ഓർ കൃഷ്ണപ്രഭ ചേച്ചി. അത് ആര് വേണമെന്ന് ചേട്ടൻ ചൂസ് ചെയ്യാം. ഓക്കെ, ഞങ്ങൾ ആദ്യം റബേക്ക ചേച്ചിനെ വിളിപ്പിക്കാന്ന് വിചാരിച്ചു. പക്ഷെ റബേക്ക ചേച്ചി ഞങ്ങളുടെ സ്ഥിരം പ്രാങ്ക് കോളിന്റെ ആളാണ്. പച്ചക്ക് വല്ലതും പറയുകയും ചെയ്യും. അതുകൊണ്ട് ഞാൻ ഒന്നാം തരം ഷൂട്ട് കഴിഞ്ഞ് വന്നു കഴിഞ്ഞാൽ എന്റെ ലൊക്കേഷനിലോ അല്ലെങ്കിൽ എന്റെ കൂട്ടത്തിൽ അഭിനയിച്ച ആരുമായിട്ട് ഒരു ബന്ധം വെക്കുന്ന ആളല്ലേ. ഞാൻ ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞ് ഇവരെ ആരെയും വിളിക്കാൻ പോകുന്നുള്ള കാര്യം അവർക്കറിയാം. ഇനിയിപ്പോ ഇവരെ എങ്ങനെ എടുക്കും എന്നുള്ള കാര്യം എനിക്കറിയില്ല. ട്രൈ. ഓക്കെ, അപ്പം നമ്മുടെ കോൺസെപ്റ്റ് എന്താന്ന് വെച്ചാല് ചേട്ടൻ ഇവര് 3 പേരിൽ ആരെ വേണമെങ്കിലും ചേട്ടൻ വിളിക്കാം. വിളിച്ചിട്ട് പറയേണ്ടത് എന്താന്ന് വെച്ചാല് ഒരു കടയുടെ ഉദ്ഘാടനം വരുന്നുണ്ട്. പക്ഷെ പേര് കുറച്ച് ഫണ്ണി ആണെങ്കിലും പേയ്മെന്റ് 1 lakh ഉണ്ട്. കടയുടെ പേര് ഉഡായിപ്പ് എന്നാണ്. അപ്പം ഉഡായിപ്പ് കട 21-ാം തീയതിയാണ് കടയുടെ ഇനോഗ്രേഷൻ. അപ്പം ഞാൻ കടയുടെ ഇനോഗ്രേഷന് വരുന്നു എന്ന് പറഞ്ഞിട്ടൊരു 1 minute വീഡിയോ അയച്ചു തരണം എന്ന് പറഞ്ഞാൽ മതി. ഓക്കെ, 1 lakh ആണ്. ഇത് ഹരിത അല്ലെങ്കിൽ റബേക്ക, ഇവർ രണ്ടുപേരും എടുക്കില്ല. റബേക്ക ചേച്ചിനെ വേണ്ട. റബേക്ക ചേച്ചിനെ കൊണ്ട് ഞങ്ങൾ പറഞ്ഞു എടുക്കുന്നില്ലല്ലോ, ഫോൺ എടുക്കും. ഇവര് ഞാൻ പറയുന്ന കാര്യം അവർ ഒരിക്കലും കേൾക്കാൻ പോകുന്നില്ല. ചിരിച്ചോണ്ടായിരിക്കും പറയാ. ഒന്നല്ല, എനിക്ക് തോന്നുന്നു ഇതിനേക്കാളും കൂടുതൽ നിഷ്കളങ്കമായിട്ട് ഒരാളുണ്ട്. ഞാൻ പറഞ്ഞുതരാം. എന്റെ അനിയത്തിയായിട്ട് അഭിനയിച്ച് ലച്ചു ഉണ്ട്, മറ്റേ പത്രമാറ്റിലെ ഹീറോയിൻ. അവളാണെങ്കിൽ എന്നെ ഏട്ടാന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ പറയും. പക്ഷെ I'll give a try to ഹരിത വിളിച്ചു നോക്കാം. എടി, തിരക്കായിരുന്നോ? എടി, എനിക്കൊരു വീഡിയോ എടുത്തു തരുമോ? എന്തോ ഒരു ഇനോഗ്രേഷന് വേണ്ടിയുള്ള ഒരു ഇതാ. മാറ്റർ ഒന്നുമില്ല. 21-ാം തീയതി 22-ാം തീയതി എങ്ങാണ്ടാണ് എറണാകുളത്ത് വെച്ചുള്ളൊരു എന്താ ഓൾ ഇൻ വൺ ഷോപ്പാണ്. ഇത്രേ ഉള്ളൂ. നീ എന്താ കടയുടെ പേര് ഉഡായിപ്പ്. അപ്പൊ ഒരു 21-ന് ഉദ്ഘാടനം ചെയ്യുന്ന ഉഡായിപ്പിന് എന്റെ എല്ലാവിധ ആശംസകളും. ഞാൻ അയച്ചു തരൂല. അതെന്താ? എനിക്ക് തന്നെ വിശ്വാസമില്ല. അതെന്താടി? എനിക്ക് വിശ്വാസമില്ലടോ ഉഡായിപ്പിന്റെ രാജാവേ. ഞാൻ കാര്യമായിട്ട് പറഞ്ഞാന്നുള്ള കാര്യം ഞാൻ വിശ്വസിക്കൂല. അങ്ങനെ പേരൊക്കെ പറഞ്ഞിട്ട് ഞാൻ വിശ്വസിക്കൂല. ഇത് അടുത്ത ട്രോള്. ഇതുവരെ ഇന്റർവ്യൂ കഴിഞ്ഞില്ലേ? എടി അല്ലെന്ന്, ഞാൻ വിശ്വസിക്കത്തില്ലെന്ന്. സത്യമായിട്ട് ഞാൻ ഉള്ള കാര്യമാണ് പറഞ്ഞത്. ഇല്ല ചേട്ടാ, ഞാൻ വിശ്വസിക്കത്തില്ല. ഞാൻ അവരുടെ ആൾക്കാരോട് വിളിക്കാൻ പറയാം. നീ അവരുടെ ആൾക്കാരോട് വിളിക്കായിരുന്നല്ലേ? എനിക്ക് ഒന്നെങ്കിൽ അവരിറക്കിയ പോസ്റ്റർ കാണണം, അല്ലെങ്കിൽ കടയുടെ ഫോട്ടോ കാണണം. എനിക്ക് ഇത്രയൊക്കെ ആധുനികമായിട്ട് ചിന്തിക്കാൻ കഴിവുണ്ടോ കുട്ടി? കഴിവുണ്ട്. തന്നെയൊക്കെ കൂടെ കൂട്ടുകൂടി അന്ന് പോലെ എനിക്ക് ഭയങ്കര ബുദ്ധിയാ. ഓക്കെ, ബൈ. ഇനി സത്യം പറ. എന്താ സത്യം പറയാനുണ്ട്? ഹലോ ഹലോ ചേച്ചി, ഒത്തില്ല ചേച്ചി. ഞങ്ങളാണെങ്കിൽ ഒരു പ്രാങ്ക് കോള നടത്താൻ ശ്രമിച്ചത്, പക്ഷെ ചീഞ്ഞു പോയി. എത്രാമത്തെ പ്രാങ്ക് കോളാണെന്നറിയാമോ? ഇപ്പൊ മറ്റേ പുലി വരുന്നേന്ന് പറഞ്ഞ ശരിക്കും പറഞ്ഞാൽ പോലും ഞാൻ ആ മനുഷ്യനെ വിശ്വസിക്കുന്നു. എന്നെ പ്രാങ്ക് ചെയ്യാതിരിക്കുന്ന നല്ലത്. ചേട്ടന്റെ സ്ഥിരം പണിയാണോ ഇത്? ആണോ? ഓ, സ്ഥിരം വരെയാണ്. ഞങ്ങളടുത്ത് പറഞ്ഞു, അപ്പൊ തന്നെ പറഞ്ഞു ഞാൻ പറഞ്ഞ അവള് വിശ്വസിക്കത്തില്ല എന്നൊക്കെ പറഞ്ഞായിരുന്നു. ഞാൻ കുറച്ച് ഇന്റലിജന്റാ, അതിന്റെ കുഴപ്പം. ഓക്കെ ഓക്കെ ചേച്ചി, താങ്ക് യു കേട്ടോ. താങ്ക് യു സോ മച്ച്. ഓ ഷോ. ഇത് ഏതാ ചാനല്? മൈൽസ്റ്റോൺ മേക്കേഴ്സ്. ഓക്കെ, ഞാൻ ഓരോന്നോരോന്ന് ടിക്ക് ചെയ്ത് വരിക. പ്രാങ്ക് പോയി. ഓക്കെ ചേച്ചി, ശരി. താങ്ക് യു കേട്ടോ. ഓക്കെ ഓക്കെ, ബൈ. ഓക്കെ ചേട്ടാ, അടുത്തായിട്ട് വരും. ഐ ആം വെയിറ്റിംഗ്. ഓക്കെ, ശരി. ഞങ്ങൾ ഒരു പ്രാവശ്യം ഞങ്ങൾ രണ്ടുപേരുടെ റബേക്ക വിളിച്ചു. അപ്പോൾ ഞങ്ങളിങ്ങനെ റബേക്ക വിളിച്ചു കഴിഞ്ഞപ്പോഴേക്കും ഏതൊരു ചാനലുകാർ പറയണ്ട ICG എന്തോ. അപ്പം ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും റബേക്ക വിളിച്ചപ്പോഴേക്കും ഞാൻ പറഞ്ഞു ഞാൻ വിളിക്കില്ല, നീ വിളിച്ചോ, നീ വിളിക്കുകയാണെങ്കിൽ ഇച്ചിരി വേണമെങ്കിലും വിശ്വസിക്കുന്നു പറഞ്ഞു. ഇങ്ങനെ വിളിച്ചു കഴിഞ്ഞപ്പോഴേക്കും ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ചുണ്ട്. അപ്പോൾ അവളെടുത്ത് അതിന് ഞാൻ എന്ത് വേണമെന്ന് അപ്പം തന്നെ ഞങ്ങൾ ഫോൺ കട്ട് ചെയ്തത്. അതിൽ കൂടുതൽ എന്ത് വേണമെന്നൊക്കെ. ഓക്കെ, അപ്പൊ ചേട്ടന്റെ അടുത്ത ചക്കം. ഓക്കെ, ഷൂട്ടിംഗ് സെറ്റിൽ നിന്ന് കള്ളം പറഞ്ഞ് നേരത്തെ ഇറങ്ങിയിട്ടുണ്ട്? ഇല്ല, ഒരു ഉടായ്പ ചെയ്തിട്ടില്ല. ഇല്ല, ഞാൻ കള്ളം പറഞ്ഞു കഴിഞ്ഞാൽ കൃത്യമായിട്ട് അറിയും. എന്റെ മുഖത്ത് അത് പ്രകടമായിരിക്കും. ഒരിക്കലും ഒരു എനിക്ക് പറയാൻ ഇപ്പം ഫോർ എക്സാമ്പിൾ ഇപ്പൊ എന്റെ ഒരു പേഴ്സണൽ കാര്യത്തിന് ഞാൻ ഒരിക്കലും അവിടുന്ന് ബ്രേക്ക് ചോദിക്കാറില്ല. കാരണം വേറെ ഒന്നുമല്ല, ഞാനും എന്റെ നായികയും
അല്ലെങ്കിൽ അതിനോട് ചേർന്ന് നിൽക്കുന്ന ആരെങ്കിലും മാത്രമായിരിക്കും അവിടെ ബംഗാളികളായിട്ടുണ്ടായിരുന്നു. ബാക്കി എല്ലാവരും പല സീരിയൽ ചെയ്യുന്നതുകൊണ്ട് തന്നെ ഡേറ്റ്സിന്റെ ഇഷ്യൂസ് ഉണ്ടാവും. അപ്പം ഞാനൊരു അരമണിക്കൂർ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് മൊത്തം പിറ്റേ ദിവസത്തേക്ക് പോകേണ്ടി വരും. അപ്പം അത് അവിടെ എല്ലാവരെയും ബാധിക്കും. അതുകൊണ്ട് തന്നെ ഞാനങ്ങനെ കള്ളം പറഞ്ഞിട്ട് അതുകൊണ്ട് തന്നെ ഒത്തിരി പ്രശ്നങ്ങളുണ്ടായി. ഇപ്പം ഫോർ എക്സാമ്പിൾ എൻ്റെ വീട്ടിലുള്ള ആൾക്കാർക്ക് വിചാരിക്കുന്നത് ഇവന് ഇത്രയും തിരക്കാണോ. അത് തിരക്കിന്റെ കാര്യമല്ല. അത് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ജോലിയിൽ ഞാൻ ആത്മാർത്ഥമായിട്ട് നിൽക്കണമെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. നമ്മുടെ കള്ളത്തരൊന്നും പറയാറില്ല അല്ലേ? അങ്ങനല്ലോ. ഇപ്പം ഞാനിപ്പോ ഒരു കള്ളത്തരം പറഞ്ഞിട്ട് എവിടെയെങ്കിലും പോയി കഴിഞ്ഞാൽ എന്നെ എവിടെയെങ്കിലും വെച്ച് കണ്ടിട്ടുണ്ടെങ്കിൽ അത് അവരറിയും. അതിന്റെ ആവശ്യമില്ലല്ലോ. എന്തെങ്കിലും പറഞ്ഞ ഇപ്പൊ എവിടെയെങ്കിലും പോകണമെന്നുണ്ടെങ്കിൽ ഉള്ള കാര്യങ്ങൾ പറഞ്ഞിട്ട് പോവുക. അപ്പൊ ഇപ്പൊ എന്നെ വിളിക്കുന്നവരോട് ചോദിക്കും, അയ്യോ ചേട്ടാ ഉച്ച കഴിഞ്ഞിട്ടെങ്കിലും മറ്റേ ഉദ്ഘാടനത്തിന് വന്നുകൂടെ എന്ന് ചോദിക്കും. വേറെ എല്ലാവരും ആണെങ്കിൽ ചിലപ്പം ഉദ്ഘാടനത്തിന്റെ ആയിരിക്കും ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. ഞാൻ അങ്ങനെ കൊടുക്കാറില്ല. അപ്പൊ ഇതും നോയാണ്. ഇനിയുണ്ട് പണി. ഓക്കെ, സീരിയൽ താരങ്ങളുടെ പേര് ഉത്തരമായി പറയുക. ഞാൻ കുറച്ച് ക്വസ്റ്റ്യൻസ് ചോദിക്കും. അപ്പൊ ഈ ഇത് കേൾക്കുമ്പോ ചേട്ടന് പെട്ടെന്ന് മനസ്സിലോട്ട് വരുന്ന ഇതോട് എല്ലാവരുമായിട്ടുള്ള ബന്ധം അങ്ങ് അവസാനിക്കും. ഇല്ല, ഇത് എളുപ്പമുള്ള ഭയങ്കര സിമ്പിളാ. ഓക്കെ, പാവം പാവം ഉണ്ണി. പാവം പാവം ഉണ്ണി ഇപ്പൊ ഞാൻ ചെയ്തോണ്ടിരിക്കുന്ന എന്റെ സീരിയലിലെ എന്റെ ഡ്രൈവറായിട്ട് അഭിനയിക്കുന്ന അനിച്ചേട്ടൻ. അതെന്താ അങ്ങനെ പറയാൻ കാരണം? പാവാണ് ആള്. ഓ, പാവായോണ്ട് പാവം പാവം ഉണ്ണി. ഓക്കെ ഓക്കെ ഓക്കെ. അടുത്തത് ഭാഗ്യദേവത. പാവനി റെഡ്ഡി ആദ്യത്തെ നായികയാണ്. അടുത്തത് ശിക്കാരി ശംഭു. ശിക്കാരി ശംഭു എന്റെ ഇപ്പോഴത്തെ ഒരു നായിക ശില്പ. അതെന്താ ചേച്ചി അങ്ങനെ പറയാൻ കാരണം? അവള് എന്തേലും ഈ മറ്റേ ഇങ്ങനെ എവിടെയും വെടിവെക്കും, ഏതെങ്കിലും കൊള്ളും, ഏതെങ്കിലും കിട്ടും. ഓക്കെ ഓക്കെ ഓക്കെ. അടുത്തത് കേട്ടോ, അടുത്ത ചക്കാണേ. ഇനി വിപരീതം പറയുക. പണ്ട് മലയാളത്തിലൊക്കെ പഠിച്ചിട്ടില്ലേ വിപരീതം പര്യായം ഒക്കെ. അപ്പൊ ഞാൻ ഒരു വാക്ക് പറയും, അതിന്റെ വിപരീതം ചേട്ടൻ മണി മണി പോലെ പറയണം. ഓക്കെ, തുടക്കം, അവസാനം, ഒടുക്കം. ഒടുക്കം. ദരിദ്രൻ, പണക്കാരൻ, സമ്പന്നൻ, ധനികൻ. അടുത്തത് ഇത് മാത്രമേ പറയാൻ പറ്റുള്ളൂ. അതാ ഇതെന്നെ പറയണം. ദിനം, രാത്രി. സൂപ്പർ സൂപ്പർ. വേറെ രാത്രിക്ക് വേറെ ഓപ്ഷൻ ഇല്ല. സോറി, അല്ല നൈറ്റ് എന്ന് പറയണം. അടുത്തത് ദേവൻ. ദേവത, ദേവി. ദേവന്റെ ഇതാരാ? അപ്സരസ്. അസുരൻ. ഓ അങ്ങനെ. അസുരൻ. ഓ മറ്റത് സ്ത്രീലിംഗം പുല്ലിംഗം ആയിരുന്നല്ലേ. ഓക്കെ, അടുത്തത്. അപ്പൂന് ഇത്ര ബുദ്ധിയൊക്കെ ഉണ്ടായിരുന്നു. ഇത് ഗൂഗിളാ, ചേട്ടൻ അത്ര ബുദ്ധിയൊന്നുമില്ല. ഓക്കെ, അടുത്ത ചക്കോട്ടോ. ദേഷ്യം തോന്നിയ സമയത്ത് ഉറ്റ സുഹൃത്തിനെ വാട്സാപ്പിൽ നിന്ന് ബ്ലോക്ക് ചെയ്തിട്ടുണ്ട്. ഉണ്ട്. റബേക്ക സന്തോഷം. അതെന്തിനാ? ചുമ്മാ യെസ് കാണിക്ക്. യെസ് വന്നു. എന്തിനാ ചേട്ടാ ബ്ലോക്ക് ചെയ്തത്? ചുമ്മാ അത് ഇടക്കിടക്കുള്ള. നിങ്ങൾ തമ്മിൽ ഏറ്റവും കൂടുതൽ അടി ഉണ്ടാക്കണം എന്തിനാ? എന്നിട്ട് അവളെ ഇടക്കിടക്ക് എന്റെ മെസ്സേജ് ഒന്നും കണ്ടില്ല എടുത്ത് നോക്കും, ബ്ലോക്ക് ആക്കിയിട്ടുണ്ടോ. അയ്യോ, എടുത്ത് നോക്കും. ഒരു പ്രാവശ്യം അപ്പൊ എന്നെ വിളിച്ചു കഴിഞ്ഞാൽ കിട്ടില്ലെങ്കിൽ വീട്ടിൽ വിളിച്ചിട്ടായിരിക്കും അന്വേഷിക്കുന്നത്. അപ്പൊ എന്തേലും കാര്യം പറഞ്ഞിട്ടായിരിക്കും ഈ അടി ഉണ്ടാകുന്നത്. അപ്പൊ എന്നോട് ഇങ്ങോട്ട് ന്യായം പറഞ്ഞുകൊണ്ട് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇനി ബ്ലോക്ക് ചെയ്ത് നോക്കുന്നത്. അപ്പൊ ഈ ബ്ലോക്ക് എടുത്ത് മാറ്റാനും ഞാൻ മറന്നു പോകും. പിന്നെ എന്തേലും ഉണ്ടെങ്കിൽ ഈ ബ്ലോക്ക് മാറ്റിയിട്ടുണ്ടോ ഒന്നും അറിയുന്നില്ലല്ലോ. അയ്യോ. ഓക്കെ, അടുത്തത്. നിതിൻ ജേക്ക് ജോസഫ് ഒരു മുൻകോപിയാണ് എന്ന കമന്റുകൾ കേട്ടിട്ടുണ്ട്. തീർച്ചയായിട്ടും. കാണിക്കൂ. അതെന്തുകൊണ്ടാണ് ആൾക്കാർ അങ്ങനെ പറയുന്നത്? നേരത്തെ എന്നോട് മേറെ തന്നെ ചോദിച്ചല്ലോ. അത് ഞാൻ സ്ട്രേറ്റ് ഫോർവേഡ് ആയിട്ട്. അപ്പൊ അതങ്ങനെ വരുമ്പോഴേക്കും എന്തായാലും മുൻകോപി എന്നേ പറയപ്പെടുത്തും. കാരണം ഒരു പ്രാവശ്യം നമ്മൾ പറയാനുള്ളത് പറഞ്ഞു, എന്നിട്ടും തിരിച്ചൊരു നമ്മളൊരു കാര്യം പറയുമ്പോൾ അതിനൊരു സൊല്യൂഷൻ കണ്ടെത്തണം. ഈ സൊല്യൂഷൻ കണ്ടെത്താതെ വരുമ്പോഴേക്കും നമ്മൾ ഒരു പ്രാവശ്യം സഹിക്കാൻ പറ്റും, രണ്ടാമത്തെ പ്രാവശ്യം സഹിക്കാൻ പറ്റില്ല. അപ്പൊ നമ്മൾ വെന്റ് ഔട്ട് ചെയ്തേ പറ്റുള്ളൂ. അപ്പൊ വെന്റ് ഔട്ട് ചെയ്യാറുണ്ട്. അതിനെ മുൻകോപി എന്ന് പറയാൻ പറ്റില്ല. മുൻകോപം എന്ന് പറയുന്നത് ഞാൻ എടുത്തിയാടി ദേഷ്യപ്പെടുന്നത്. ഞാൻ അതിന്റെ ഒരു ത്രഷോൾഡ് എത്തി കഴിയുമ്പോഴേക്കും ആയിരിക്കും പൊട്ടിത്തെറിക്കോ. പൊട്ടിത്തെറിയൊന്നുമില്ല, പറയാനുള്ള പറയും, ഞാൻ എന്റെ പാട്ടിന് പോകും. കമന്റ്സ് അങ്ങനെ ഞാൻ തന്നെ പറഞ്ഞിട്ടുള്ളതാണ് ഇന്റർവ്യൂല്. കാരണം എന്നെ പൊതുവെ ആൾക്കാർ ഞാൻ ഒരു തന്റേടി അല്ലെ അഹങ്കാരി എന്നേ പറയാറുള്ളൂ. അതിന് സ്ട്രേറ്റ് ഫോർവേഡ് ആയിട്ട് ഉത്തരങ്ങൾ പറയുന്നുണ്ട് തന്നെ ആയിരിക്കും. ഐ ഡോണ്ട് റിഗ്രറ്റ് ഫോർ ദാറ്റ്. ഇത് ആണല്ലേ. ഓക്കെ, നീലക്കുയിലിന്റെ ക്ലൈമാക്സ് എനിക്ക് അത്രയും ദഹിച്ചിട്ടില്ല. ബിക്കോസ് നീലക്കുയിലിന്റെ ക്ലൈമാക്സ് അതല്ലായിരുന്നു. നീലക്കുയില് ഇനിയൊരു 800 എപ്പിസോഡിനോടുള്ള കഥ അവിടെ ഉണ്ടായിരുന്നു. കാരണം അതിന്റെ ഒറിജിനൽ ബംഗാളി സ്റ്റോറിയാണ്. അത് 1800 എപ്പിസോഡ് അവിടെ പോയതാണ്. നമ്മൾ അതിന്റെ ഒരു 1/3 ഭാഗം മാത്രം ഇവിടെ
എടുത്തിട്ടുള്ളൂ. അപ്പോൾ ഇതിന്റെ നീലക്കുയിലിന്റെ യഥാർത്ഥ കഥ എന്താണെന്ന് പറയാൻ ഞാനിപ്പം പറയും. ഇനിയിപ്പോൾ എന്തായാലും അത് പോകില്ലല്ലോ. പറയൂ. അപ്പോൾ ഇതിനകത്ത് നീലക്കുയിൽ സ്നിഷയും ആയിട്ടുള്ള വിവാഹം നടക്കുമായിരുന്നു. ഏത് ഒരു 600 എപ്പിസോഡിൽ സ്നിഷയായിട്ടുള്ള വിവാഹം നടക്കുമായിരുന്നു. നടന്നതിന് ശേഷം മറ്റേ റാണി എന്ന് പറഞ്ഞ ക്യാരക്ടർ വേറൊരാളുമായിട്ടുള്ള കല്യാണം ഉറപ്പിച്ച് ആ കല്യാണം നടക്കും. ആ കല്യാണത്തിൽ അവരുടെ മാരേജ് ഒരു ഡിസാസ്റ്റർ ആകുമായിരുന്നു. അപ്പം അവരിൽ ഒരു കുഞ്ഞുണ്ടാകുന്നതിന് ഞങ്ങളുടെ വീട്ടിൽ ഞാനും സ്നിഷയും വളർത്തുന്നൊക്കെ ആയിരുന്നു അതിൻ്റെ ഇതിവൃത്തം. ലാസ്റ്റിൽ ഈ പറഞ്ഞ റാണി എന്ന് പറഞ്ഞ ക്യാരക്ടർ എൻ്റെ മടിയിൽ കിടന്ന് മരിക്കുന്നതായിരുന്നു അതിൻ്റെ ക്ലൈമാക്സ്. പക്ഷേ ഈ 600 എപ്പിസോഡായി കഴിഞ്ഞപ്പോഴേക്കും ഞാനും കസ്തൂരിയും തമ്മിലുള്ള ഒരു കെമിസ്ട്രിയേക്കാളും കൂടുതൽ ഞാനും റാണിയും തമ്മിലുള്ള ഒരു കെമിസ്ട്രിയാണ് ആളുകൾക്ക് വർക്കൗട്ട് ആയത്. അപ്പോൾ അവർക്ക് സന്തോഷകരമായിട്ടുള്ള രീതിയിൽ ആ ക്ലൈമാക്സ് കൊടുക്കുന്നേ ഉള്ളൂ. ഇപ്പൊ റാണി എന്നെ വിട്ടിട്ട് വേറൊരാളുടെ ഭാര്യ ആവുന്നതിനോട് നാട്ടുകാർക്ക് വലിയ താല്പര്യമില്ലായിരുന്നു. ഞാനല്ല അതൊരു ചാനലിന്റെയും പ്രൊഡ്യൂസറിന്റെയും തീരുമാനമാണ്. എങ്ങനെ ഇപ്പം അന്ന് ഞാൻ ആരുമല്ല. അന്ന് ഇപ്പൊ എന്നോട് ചോദിക്കണം, ഇപ്പോഴും ഞാൻ അങ്ങനെ സ്റ്റോറിയിലൊന്നും പറയാറില്ല. പക്ഷെ എനിക്ക് ദഹിക്കാത്ത കാര്യങ്ങളാണെങ്കിൽ ഞാൻ പറയും, ചേട്ടാ ഇത് വർക്കാവില്ല, അല്ല വർക്കാവില്ല എന്നുള്ള കാര്യം പറയും. അത് നമുക്ക് പറയാനുള്ള ഒരു അവകാശമുണ്ട്. കാരണം എന്നെ വെച്ചിട്ടാണ് അത് നാട്ടുകാർ കാണുന്നത്. അപ്പൊ ഇതിന്റെ പുറകിൽ ഒരു ഡയറക്ടറാണോ അല്ലെ എഴുതിയ ആളാണോ ഇത് ചെയ്തെന്നല്ല. ഒരു സാധാരണ മനുഷ്യൻ സീരിയൽ കാണുന്ന ആള് വിചാരിക്കുന്നത് ഇത് ഞാൻ ചെയ്തു വെച്ചാണെന്നേ വിചാരിക്കുന്നത്. ചേട്ടൻ മുന്നേ സീരിയലിൽ വന്നതിന് മുന്നേ സീരിയൽ ഏതെങ്കിലും കണ്ടിട്ടുണ്ടോ? ഞാൻ ഈ മിന്നുകെട്ട് ഞാൻ ഇവിടുന്ന് പഠിക്കാൻ ബാംഗ്ലൂർക്ക് പോകുമ്പോഴേക്കും അശോകശല്ലേ അത് ഇവിടുന്ന് പോകുമ്പം മമ്മി വെച്ചോണ്ടിരിക്കുന്നതാണ്. ഞാൻ പഠിച്ചു കഴിഞ്ഞ് ഇവിടെ വന്നപ്പോഴും അതേ പാട്ട് തന്നെ ഓടുന്നുണ്ട്. അപ്പൊ ഞാൻ മമ്മിയോട് ചോദിച്ചത് തീരുന്നില്ലേ. അപ്പൊ ഏറ്റവും രസം എന്താ വെച്ച് കഴിഞ്ഞാൽ അപ്പൊ അതിൻ്റെ അകത്ത് രാഘവൻ സാർ ഉണ്ടായിരുന്നു. അപ്പൊ ഈ എന്റെ കളിവീട്ടില് മറ്റേ നായികയുടെ മുത്തശ്ശനായിട്ട് രാഘവൻ സാറായിരുന്നു. അപ്പൊ ഞാൻ രാഘവൻ സാറിനോട് പറയായിരുന്നു, അന്ന് ഞാൻ പോകുമ്പോ അശോകശല്ലേ അന്ന് സാർ എങ്ങനെ ഇരിക്കുന്നു ഇന്നും അതുപോലെ തന്നെ സാർ ഇരിപ്പുണ്ട്. അല്ലാണ്ട് വേറെ സീരിയൽസ് ഒന്നും കണ്ടിട്ടില്ല. പിന്നെ ഇതുപോലെ ഇടയ്ക്ക് ഞാൻ ഈ സെമിസ്റ്റർ ലീവിന് വരുമ്പോഴേക്കും ഉണ്ടായിരുന്നു മറ്റേ പ്രൊഫസർ ജയന്തി, കുങ്കുമപ്പൂവ്. ഇതിന്റെ ഒക്കെ കോമഡി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ അകത്തൊക്കെ അറ്റ എന്റെ ഉത്തരം ആ കമ്പനിയായിട്ട് ഞാൻ സഹകരിച്ചിട്ടുണ്ട്. അന്ന് ഞാൻ ഈ കുങ്കുമപ്പൂ കണ്ടിട്ട് കുറെ പുച്ഛിച്ചിട്ടുണ്ട്. ഞാൻ എന്റെ പ്രൊഡ്യൂസറിനോട് പറഞ്ഞിട്ടുണ്ട്, സാർ ഞാനിത് കണ്ടു പുച്ഛിച്ചിട്ടുണ്ട്. ലൈഫിൽ ഞാൻ കൊച്ചിക്കാരനല്ല. എന്റെ നാടെന്ന് പറഞ്ഞാൽ കാഞ്ഞിരപ്പള്ളി മുണ്ടക്കയാണ്. അപ്പൊ അവിടെ അന്ന് ഈ സമയത്ത് ഇൻസ്റ്റാഗ്രാമോ ഫേസ്ബുക്കോ ഒന്നുമില്ല. ഇന്നത്തെ കാലത്ത് ഇൻസ്റ്റാഗ്രാമിൽ കൂടെ അല്ലെങ്കിൽ ഫേസ്ബുക്കിൽ ഒരു മെസ്സേജ് അയച്ച് ചേട്ടാ എനിക്ക് അഭിനയിക്കാൻ താല്പര്യമുണ്ട് എന്ന് പറഞ്ഞാൽ ഗതികെട്ടിട്ടാണെങ്കിലും ആരെങ്കിലും ഒരു ചാൻസ് തരും. പിന്നെ കൊണ്ട് ഒരു സീനിലെങ്കിലും അഭിനയിക്കാൻ പറ്റും. പണ്ട് അങ്ങനെ ഒരു ഓപ്ഷനേ ഇല്ല. ഇന്നിപ്പം എനിക്കിപ്പം ഞാനിപ്പോഴും ഓർക്കുന്നത് എന്റെ ചെറുപ്പത്തിലെ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ആളാരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അനീതിപ്രാവൊക്കെ ഇറങ്ങിയ സമയത്ത് ചാക്കോച്ചനായിരുന്നു. അത് ലാലേട്ടൻ മൈ ഐഡൽ. ഇത് കുഞ്ചാക്കോനോട് ഒരു ഭയങ്കര ആരാധനയായിരുന്നു. അവര് ഭയങ്കര ആ ടൈമില് ഭയങ്കര ഒരു പെൺകുട്ടികളുടെ ഹാർട്ട് ത്രോ ആണ്. അപ്പൊ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു ചാക്കോച്ചന്റെ പടങ്ങളൊക്കെ ഞാൻ ഓടിപ്പോയി. അപ്പൊ ഞാൻ നോക്കിയപ്പോഴേക്കും എങ്ങനെ ചാക്കോച്ചന്റെ അപ്പൊ എന്റെ ഒരു സീനിയർ അന്ന് ഉണ്ടായിരുന്നൊരു സീനിയർ പുള്ളി നാനേന്നെങ്ങാണ്ട് എന്തോ അഡ്രസ് ഒപ്പിച്ചു തന്നു, നാനേന്ന്. അപ്പൊ എന്നോട് പറഞ്ഞു, എടാ ഒന്നുമില്ല. അപ്പൊ ഞാൻ ഇതൊക്കെ കള്ളത്തരത്തിൽ വരുന്ന അഡ്രസ് ആയിരിക്കും, ഇതൊന്നും ആയിരിക്കില്ല. അപ്പം വീട്ടിൽ പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പം വഴക്കൊക്കെ പറയുമല്ലോ. എന്നിട്ട് ഞാൻ തന്നെ പോയിട്ട് ഇല്ലൻഡറൊക്കെ മേടിച്ചോണ്ട് വന്നിട്ട് അപ്പൊ പുള്ളി എന്നോട് പറഞ്ഞു തന്നു, കുഞ്ചാക്കോ ബോബൻ സിനിമ ആർട്ടിസ്റ്റ് എന്ന് വ്യക്തമായിട്ട് എഴുതി കഴിഞ്ഞാൽ ആലപ്പുഴ എന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ പൊക്കോളും, എങ്ങനെയാണെങ്കിലും കറങ്ങി തിരിഞ്ഞ് അവിടെ എത്തിക്കോളും. ഞാൻ എഴുത്തൊക്കെ വിട്ടു. മറ്റേ ചാക്കോച്ചന്റെ വീട്ടുകാരൊക്കെ എനിക്കിപ്പോഴും കാണാപ്പാട് അറിയാം. ഞാൻ അയച്ചു ഫോട്ടോ ഒക്കെ, ഞാൻ നീട്ടി പിടിച്ചിട്ട് ഇല്ലൻഡിൽ ലെറ്ററൊക്കെ എഴുതി അയച്ചു. ഞാനെന്ന് 6 പഠിക്കുന്ന സമയത്ത് കേട്ടോ. ഭയങ്കര ക്രഞ്ച് ആ എഴുത്തൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ കോമഡി അടിച്ചാവും. അങ്ങനെ 7ാം ക്ലാസ്സിൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴേക്കും എനിക്ക് എൻ്റെ സ്കൂളിലെ പ്യൂൺ വന്നിട്ട് എനിക്കൊരു ലെറ്റർ തരുന്നു. സ്കൂളിൽ വെച്ചിട്ട്. അപ്പൊ എന്റെ സ്കൂളും വീടും അടുത്താണ്, ഒരു മതിലിനപ്പുറമേ ഉള്ളൂ. എനിക്ക് പ്യൂൺ കൊണ്ടു തന്നു. ഒരു 5 രൂപ തരാൻ പറഞ്ഞു. പറഞ്ഞു 5 രൂപ അത് മറ്റേ പോസ്റ്റൽ ചാർജ് എന്തോ വന്നാ വെയിറ്റ് കൂടുതലായിട്ട് നിങ്ങാണ്ട് അന്ന് 5 രൂപയൊക്കെ ഉണ്ട്. ലൈക്ക് വെയിറ്റ് കൂടുന്നതനുസരിച്ച് നമ്മൾ എന്തോ പൈസ അങ്ങോട്ട് കൊടുക്കണം, സ്റ്റാമ്പിന്റെ എന്തോ ഇതുണ്ട്. അപ്പൊ ഞാൻ നോക്കിയപ്പോഴേക്കും ഞാൻ ഇങ്ങനെ ലെറ്ററൊക്കെ ഇങ്ങനെ ഒരു കവറിലൊക്കെ അതിനകത്ത് കുഞ്ചാക്കോ എന്ന് പറഞ്ഞൊരു അപ്പൊ ഞാൻ പൊട്ടിച്ചു നോക്കിയപ്പോഴേക്കും ചാക്കോച്ചന്റെ ഒരു ഫോട്ടോ, ചാക്കോച്ചന്റെ ഒരു മതിലിരിക്കുന്ന ഒരു ഫോട്ടോ, ബാക്കിൽ വിത്ത് ലവ് ചാക്കോച്ചൻ കുഞ്ചാക്കോ എന്ന് പറഞ്ഞിട്ട് ഒരു സൈനൊക്കെ ഇട്ടിട്ട്. അപ്പൊ ഞാൻ വിചാരിച്ചത് ഇവിടെ എങ്ങനെ സംഭവിച്ചു. ഞാൻ പ്രാവശ്യം ചാക്കോച്ചനോട് എടുത്ത് പറഞ്ഞിട്ടുണ്ട്. അൺഫോർച്ചുനേറ്റ്ലി എനിക്ക് തോന്നുന്നു എഞ്ചിനീയറിംഗ് ഒക്കെ പഠിക്കുന്ന സമയം വരെ ആ ഫോട്ടോ നല്ല വൃത്തിക്ക് ഞാൻ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. പിന്നെ അവിടെ പോയെന്ന് എനിക്കറിയില്ല. അതെ, എനിക്ക് തോന്നുന്നു അന്നേരം ചാക്കോച്ചൻ പറയുകയും ചെയ്തു. ആ ടൈമിൽ ചാക്കോച്ചന്റെ സിസ്റ്റേഴ്സ് ഇങ്ങനെ ഈ വരുന്ന എഴുത്തുകൾക്കെല്ലാം കുത്തിയിരുന്ന് ഇങ്ങനെ ഫോട്ടോസ് ആയതും അത് അന്ന് ഞാൻ പറഞ്ഞിരുന്നു എനിക്കൊരു ഫോട്ടോ വേണമെന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പൊ അന്ന് വേറെ ഓപ്ഷൻ ഇല്ല, സെൽഫി ഒന്നും അയക്കുന്ന പരിപാടി ഒന്നും. അപ്പൊ ഫോട്ടോ പുള്ളി ഇങ്ങനെ സ്ഥിരം
കെട്ടുകണക്കിനുണ്ട്. അപ്പൊ അതിലൊരു ഗ്രേ കളർ ഒരു ഷർട്ട് ഇങ്ങനെ അകത്തൊരു ബനിയനൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ പുറത്തോട്ട് ഇട്ടിട്ട് ഒരു മതിലിന്റെ പുറത്തിരിക്കുന്ന ഒരു കിടിലൻ ഫോട്ടോ. അത് ദാറ്റ് ഈസ് ദെയർ ഇൻ ദ മെമ്മറി. ഇപ്പം ചാക്കോച്ചനെ ഇപ്പം എത്രയോ പണ്ടത്തെ നമ്മുടെ ചോക്ലേറ്റ് പയ്യൻ ചാക്കോച്ചനെ അല്ല ഇപ്പൊ നമ്മൾ കാണുന്നത്. ഭയങ്കര ഇവോൾവിംഗ് ആയിട്ടുള്ള പോലെ ചേട്ടന് ഫീൽ ചെയ്തിട്ടുണ്ട് ഇപ്പൊ റീസെന്റ് ഇറങ്ങിയിട്ടുള്ള ഇപ്പൊ ഞാൻ ചാക്കോച്ചനൊക്കെ ചോദിച്ചു ഞാൻ അല്ല അങ്ങനെയല്ല ഇപ്പൊ ആ ഒരു പെർഫോമൻസ് ലെവൽ ഇപ്പൊ ഡെഫിനറ്റ്ലി എനിക്ക് ചാക്കോച്ചൻ എന്ന് പറഞ്ഞ ഒരാള് ഓൾ ത്രൂ ഔട്ട് എപ്പോഴും ഒരു ക്രിഞ്ച് ആയിട്ടുള്ള സാധനങ്ങൾ ചെയ്യുന്നതിനോട് എനിക്ക് തീരെ താല്പര്യമില്ലാഞ്ഞ ഒരാളാണ്. കാരണം നമ്മളൊരു സാധനം ചെയ്യുകയാണെങ്കിൽ എപ്പോഴും ഒരേ സാധനം ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ നമുക്ക് മടുക്കും. പക്ഷേ ഓവർ ദി ഇയേഴ്സ് ഇപ്പം ഞാൻ ട്രാഫിക് എന്നൊന്നും പറയില്ല, ചാക്കോച്ചൻ ആദ്യമായിട്ട് ഒരു ത്രൂ ഔട്ട് കോമഡി പടം ചെയ്തിട്ട് 3 Kings ഒക്കെ ഞാൻ കണ്ടിട്ട് ഞാൻ കുത്തിയിരുന്ന് ഇപ്പോഴും ചിരിക്കാറുണ്ട്. അപ്പൊ ചാക്കോച്ചനെ കൊണ്ട് പറ്റായിക്കൊന്നുമല്ല. അപ്പം പുള്ളിയുടെ ഒരു സെക്കൻഡ് വരവ് തൊട്ട് പുള്ളി എല്ലാ ജോണറും ട്രൈ ചെയ്തിട്ടുണ്ട്. ലൈക്ക് എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു പടമാണ് വേട്ട. അടിപൊളി. ലൈക്ക് നമ്മൾ അതുവരെ കണ്ടിരിക്കുന്ന ഒരു ചാക്കോച്ചനെ അല്ല, അതിൻ്റെ അകത്തൊരു വെഞ്ചിയൻസ് ഉണ്ട്, ഒരു റിവഞ്ച് ഉണ്ട്, എല്ലാ കാര്യങ്ങളും അതിൻ്റെ അകത്തുണ്ട്. പക്ഷെ ഒരു പാവം മനുഷ്യൻ. ചാവേർ നോക്കുവാണെങ്കിലോ ഇതിന്റെ നേരെ ഉൾട്ടാ. ഓഫീസർ ഓൺ ഡ്യൂട്ടി വാസ് ലൈക്ക് അത് നമ്മൾ പ്രതീക്ഷിക്കാത്ത ഒരു ചാക്കോച്ചൻ. കാരണം ഇപ്പം നോർമലി എല്ലാ ആക്ടേഴ്സും പോലീസായിട്ട് അഭിനയിച്ചിട്ടുണ്ട്, നിൽക്കുന്നതും കണ്ടിട്ടുണ്ട്. പക്ഷെ ചാക്കോച്ചൻ പുള്ളി ഇങ്ങനെ ഒരു നെഞ്ചു വിരിച്ചൊരു നിപ്പുണ്ടാവും ഫസ്റ്റ് സീനിൽ തന്നെ. അപ്പൊ പുള്ളി ആ ക്യാരക്ടറിലേക്ക് അങ്ങ് കയറി എന്നുള്ളതാണ് അതിന്റെ ഒരു ഇത്. നീ ഭയങ്കരമായിട്ട് റോബിചേട്ടൻ നമ്മുടെ ആത്മാർത്ഥ സുഹൃത്തുണ്ട്, റോബിചേട്ടനാണ് എൻ്റെ ക്യാമറമാൻ. ഞാൻ റോബിചേട്ടനോട് പറയുകയും ചെയ്തു. അപ്പൊ അതൊരു വലിയ ട്രാൻസ്ഫോർമേഷൻ ആണ്. അപ്പം നമ്മൾ കണ്ടിരിക്കുന്ന ചാക്കോച്ചൻ ഭയങ്കര ഹിറ്റ് പാട്ടുകളുടെ ഡാൻസും അത് ഇതൊക്കെ ചെയ്തുകൊണ്ടിരുന്ന ആളാണ്. ഇപ്പൊ ഭയങ്കര റോ ആയിട്ടുള്ള ക്യാരക്ടേഴ്സ്. ഇനി വരാൻ പോകുന്ന പടങ്ങളൊക്കെ എന്ത് കിട്ടുള്ള പടങ്ങൾ. ഓക്കെ, അടുത്ത ദിവസം നമ്മളിപ്പം ഒരുപാട് വിശേഷങ്ങളിലോട്ട് പോയി. നമ്മുടെ അടുത്ത ചക്കം ഇവിടെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് ചേട്ടന് വേണ്ടിട്ട്. മെഹർ ഫാത്തിമയുടെ ഇന്റർവ്യൂകൾ സ്ഥിരം കാണാറുണ്ട്. എനിക്ക് രാത്രി ഉറക്കം വരാതിരിക്കുമ്പോഴേക്ക് ഉറങ്ങണം എന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു സാധനം വേണം. വേണ്ട, ഈ കളിക്കാനില്ല. സത്യമായിട്ടും ഇതാകുമ്പോൾ വലിയ മാറ്റർ ഒന്നും കേൾക്കേണ്ട ആവശ്യമില്ല. അപ്പൊ അങ്ങോട്ട് യൂട്യൂബ് തുറന്നു വെക്കുക, അങ്ങോട്ട് ഫോൺ അവിടെ വെക്കുക, കിടന്നുറങ്ങുക. ഞാൻ അപമാനിക്കാം. ചേട്ടൻ ഞാൻ ദൂരം വിളിച്ചിട്ടുണ്ട്. പക്ഷെ ഞാൻ ചേട്ടനെ വിളിക്കുമ്പോൾ ചേട്ടനാണെങ്കിലും മോളെ എന്നൊക്കെ പറഞ്ഞിട്ടായിരുന്നു ചേട്ടൻ. മോളെ ഞാൻ നാട്ടിലില്ല കേട്ടോ. മെസ്സേജ് അയക്കുമ്പോഴേ മോളെ ഞാൻ ഇവിടെ ഇല്ല കേട്ടോ. അത് കഴിഞ്ഞ് മെഹറങ്ങ് മാറ്റി വെച്ചു. പിന്നെ അപ്പു വയസ്സിനും വിളി. അത് കഴിഞ്ഞ് അപ്പുവിന്റെ ഫോൺ കണ്ടു കഴിഞ്ഞാൽ എടുക്കുന്നത് കണ്ടപ്പോഴേക്കും വേറെ പല നമ്പറുകൾ വിളിയായി അല്ലെ. ഇവിടെ ചേട്ടാ ഞാനാണ് ചേട്ടനെ സ്ഥിരം വൈകിട്ട് വിളിച്ചത്. അപ്പൊ അവനോട് ഞാൻ പറയുന്നത് ഷൂട്ട് കഴിയുന്ന സമയം നോക്കിയാൽ കറക്റ്റ് 10:15 എന്നെ വിളിക്കും. അതെ, അത് ഞാൻ പറയില്ല, എനിക്ക് മറക്കാൻ പറ്റാത്ത കുറെ ആളുകളുണ്ട്. ലൈക്ക് എൻ്റെ ഒരു ജേർണിയിൽ എൻ്റെ ഒരു ഫസ്റ്റ് ഇന്റർവ്യൂ ഒന്നും എടുക്കേണ്ട യാതൊരു ആവശ്യമില്ലാത്ത ആൾക്കാരാണ് അപ്പൊക്കെ ആ സമയം തൊട്ട് ഇന്ന് വരെയും എൻ്റെ കൂടെ നിന്നിട്ടുള്ള ആൾക്കാരാണ്. അപ്പം ഡെഫിനറ്റ്ലി അപ്പൊക്കെ വിളിക്കുമ്പോഴേക്കും ഞാൻ ഒരിക്കലും നോ പറയാത്തതാണ്. എന്നിട്ട് നിങ്ങളൊരു അവാർഡ് പ്രഖ്യാപിച്ചിട്ട് എനിക്കൊരു അവാർഡ് തന്നില്ലല്ലോ. എന്താ അവാർഡ് ചേട്ടൻ എടുക്കാം? സോറി അല്ല, അങ്ങനെ എന്തായാലും ഇങ്ങനെ സോ അപ്പൊക്കെ ഡെഫിനറ്റ്ലി എനിക്ക് വേണ്ടപ്പെട്ട ആൾക്കാരാണ്. അപ്പം ഇന്റർവ്യൂസ് കണ്ടിട്ടുണ്ട്, അത് യെസ് അല്ലേ? കാണിക്കാൻ ഒരു മടി. ഓക്കെ, ഇപ്പോൾ കിട്ടിയിരിക്കുന്ന അവാർഡ് എന്നെ അല്പം അഹങ്കാരിയാക്കി എന്ന് തോന്നുന്നു. നോ. ഇപ്പം കിട്ടിയിരിക്കുന്ന അവാർഡ് എനിക്കൊരു സ്പെഷ്യൽ ജൂറി മെൻഷനോ അല്ലെങ്കിൽ ഞാനൊരു ബെസ്റ്റ് ആക്ടർ എന്നൊക്കെ പറയുകയാണെങ്കിൽ കുറച്ചൊക്കെ അഹങ്കരിക്കാമായിരുന്നു. ബട്ട് സന്തോഷിപ്പിക്കുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനും ആ മോളും മാത്രമേ ഉള്ളൂ ആ പടത്തിന്റെ അഭിനയിക്ക്, പിന്നെ കുറച്ച് കുട്ടികളും. അതിൻ്റെ അകത്ത് ഏറ്റവും സന്തോഷകരമായിട്ടുള്ള കാര്യം ഈ പറഞ്ഞ അതിൻ്റെ അകത്തുള്ള അഭിനയിക്കുന്ന ആർക്കും ഇതിനു മുൻപ് അഭിനയിച്ച ഒരു പരിചയമില്ലാത്ത ആൾക്കാരാണ്. പക്ഷെ അവരെല്ലാം നാച്ചുറൽ ആയിട്ടാണ് അതിൻ്റെ അത് ബിഹേവ് ചെയ്യുന്നത്. അഹങ്കാരിയാക്കിയിട്ടില്ല. അങ്ങനെയാണ് അഹങ്കരിക്കാനുള്ള കുറെ കാര്യങ്ങൾ, കുറെ അവാർഡുകളൊക്കെ കിട്ടിയിട്ടുണ്ട്. പക്ഷെ അതുകൊണ്ട് ഒരാൾ അഹങ്കരിച്ചുകൊണ്ട് നമുക്കൊന്നും നേടാനില്ല. അവാർഡ്സ് ആർ എനിവേസ് എനി റെക്കഗ്നേഷൻസ്. അപ്പം ഇപ്പൊ ഈ കമന്റ്സ് വായിച്ചു നോക്കുന്ന ഇടയ്ക്ക് ചില കമന്റ്സും ഉണ്ടാവും, ഇവനൊക്കെ അഭിനയിക്കാൻ അറിയത്തില്ലെന്ന് പറയുന്ന ആൾക്കാരുണ്ട്. അപ്പൊ ഞാൻ എന്റെ ഫാൻസുകാർ അന്നേരം അവരെ കയറി മേയാറുണ്ട്. അപ്പൊ ഞാൻ ഒന്നും മിണ്ടില്ല. നോ പോയിന്റ്. ഇപ്പം എന്റെ അഭിനയം ഇവിടെ ഇരിക്കുന്ന 10 പേർക്ക് ഇഷ്ടപ്പെടണമെന്നുണ്ട്, അല്ലെങ്കിൽ ഒരു 15 പേർക്ക് ഇഷ്ടപ്പെടാതിരിക്കാം. ദാറ്റ് ഇസ് ദയർ പേഴ്സണൽ ചോയ്സ്. അപ്പം ഞാൻ എന്താണ് ഇപ്പം അങ്ങനെയാണോ നോക്കുകയാണെങ്കിൽ ലാലേട്ടനൊക്കെ ഡെയിലി കിട്ടുന്നതിന് കയ്യും കണക്കുണ്ടോ? ആ മനുഷ്യൻ ചെയ്യാത്ത വേഷങ്ങളുണ്ടോ? ഇല്ല. ബട്ട് അറ്റ് എൻഡ് ഓഫ് ദ ഡേ അതൊരു വിഭാഗം ആൾക്കാരെ ഇഷ്ടപ്പെടുത്തുക എന്നുള്ളത് എല്ലാവർക്കും ഒരേപോലെ ഇഷ്ടപ്പെടണമെന്നില്ല.
അപ്പൊ അങ്ങനെയുള്ളപ്പോൾ അഭിനയിക്കാൻ അറിയാൻ വയ്യ എന്ന് പറയുന്നിടത്ത് ചിലപ്പോൾ ഇത് പൊക്കി കാണിക്കാൻ പറ്റും. അതുകൊണ്ട് വേറെ ഗുണമൊന്നുമില്ല. ഓക്കെ, അപ്പം ഇതിപ്പോ ചേട്ടൻ നോ പറഞ്ഞതുകൊണ്ട് ചേട്ടന് ഒരു ടാസ്ക് ഉണ്ട്. മലയാളം അല്ലാത്ത ഭാഷയിൽ ഒരു പാട്ട് പാടുക. അങ്ങനെങ്കിലും 10 പേര് കണ്ട് എന്നെ തെറി പറയട്ടെ. ഇല്ല ചേട്ടാ, हर घड़ी बदल रही है रूब जिंदगी, चाव है कहीं कहीं है डूब जिंदगी, हर पल यहाँ जी भर जियो, जो है समा कल हो न हो. ഇതിന്റെയൊക്കെ ലിറിക്സ് ഒക്കെ തെറ്റാണ് കേട്ടോ. ചാവുന്നൊക്കെ എന്തോ ഞാൻ പിന്നെ എങ്ങനെ ചിരിക്കും. അടിയിലെ ട്രോള എന്തെങ്കിലുമൊക്കെ വേണ്ടേ? പക്ഷെ അടിപൊളിയായിട്ട് പാടിട്ടോ, നന്നായി പാടി. ഓക്കെ, ചേട്ടന്റെ അടുത്ത ചക്കം. നിതിൻ ജേക്ക് ജോസഫിന് മത്തി ഫ്രൈ വളരെ ഇഷ്ടമാണ്. യെസ്, അപ്പൊ ചേട്ടനായിട്ട് ഞങ്ങൾ അവതരിപ്പിക്കുന്നു മത്തി ഫ്രൈ വരട്ടെ. അല്ല ഞാൻ നോമ്പാ ആണ്, ഞാൻ പറഞ്ഞതാ. അല്ലെങ്കിൽ ഇപ്പൊ മത്തി ഫ്രൈ വരും. പറഞ്ഞു സത്യം നോമ്പാ. നാളെ കൂടെ കഴിയാൻ കഴിയും. അപ്പം എവിടെ ഇരുന്നാലും എല്ലാരും ചേട്ടി ഇനി മത്തി ഫ്രൈ ഇപ്പൊ എല്ലാരും എങ്ങോട്ട് നോക്കുന്നു. അല്ല, അതൊരു കടല മേടിച്ചു തരാൻ പോലും പറ്റാത്തവനാണ് മത്തി ഫ്രൈ. അവിടെ ഇല്ല. ഓക്കെ, അപ്പൊ ചേട്ടാ നമ്മൾ ഒരുപാട് വിശേഷങ്ങളൊക്കെ പറഞ്ഞു. ആദ്യം തന്നെ ആദ്യമല്ലേ ഇപ്പൊ അവസാനമായി, എന്നാലും ഒരു കൺഗ്രാറ്റ്സ് പറയാണ് ചേട്ടൻ്റെ അടുത്ത്. മഷിപ്പച്ചയും കല്ല് പെൻസിലും സ്റ്റേറ്റ് അവാർഡ്, നാഷണൽ അവാർഡ് എല്ലാം കിട്ടട്ടെ എന്ന് ആശംസിക്കുന്നു. ഇൻഷാല്ലാ. അപ്പം പിന്നെ ചേട്ടൻ ഇപ്പൊ ഇത്ര നേരം സംസാരിച്ച് എനിക്കൊരു ഇന്റർവ്യൂ ആയിട്ട് എനിക്ക് തോന്നിയില്ല. വെറുതെ വിശേഷം പറയണ പോലെ. ആദ്യമേ വന്നപ്പോഴേക്കും എന്നോട് പറഞ്ഞു, അയ്യോ ഇവിടെ ഉള്ളവരെല്ലാരും പറഞ്ഞു എന്നെ ഇന്റർവ്യൂ ചെയ്യാൻ മാത്രം ഇവിടെ എല്ലാവർക്കും പേടിയാണെന്ന് പറഞ്ഞു. എന്താ കാര്യം അറിയില്ല. എനിക്ക് പേടിയില്ല എന്നൊക്കെ. ഓക്കെ, അപ്പൊ ചേട്ടാ താങ്ക് യു സോ മച്ച്. ഇനി നല്ല നല്ല ഓപ്പർച്യൂണിറ്റീസ്, നല്ല ചേട്ടൻ ആഗ്രഹിച്ച പോലെ സിനിമയിൽ നമുക്ക് ചേട്ടൻ കാണാൻ പറ്റട്ടെ. എല്ലാവിധ ആശംസകളും നേരുന്നു. താങ്ക് യു സോ മച്ച്. എനിവേസ്, എന്നെ പറ്റി പഠിച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ അറിഞ്ഞു വെച്ചിട്ട് ഒരു ഇന്റർവ്യൂ ആദ്യമായിട്ടായിരിക്കും ഞാൻ. സോ എനിവേസ് താങ്ക് യു ഫോർ ദാറ്റ്. കാരണം പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ ചെയ്യുന്ന ജോലി എന്താണെങ്കിലും നമ്മൾ ആ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് അറിഞ്ഞിട്ട് ഒരാളെ വിളിച്ചിട്ട് ഇങ്ങോട്ട് ചോദിച്ചിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കുന്നതിനേക്കാളും നല്ലത് കുറച്ചെങ്കിലും അറിഞ്ഞിട്ട് ചോദ്യങ്ങൾ ചോദിക്കുമ്പോഴേക്കും അതിന്റെ ഒരു ഗുണം ഉണ്ടാവും. സോ യു ഹാവ് ഡൺ ബ്രില്യന്റ് ഇൻ ദാറ്റ്. ഹാറ്റ്സ് ഓഫ്. ആൻഡ് ദി എൻ്റയർ ക്രൂ ഇത്രയും എന്നെ സഹിച്ചിരുന്നു എന്റെ നാട്ടുകാർക്ക്, എന്റെ പ്രേക്ഷകർക്ക് ഒരുപാട് നന്ദി. താങ്ക് യു ചേട്ടാ.